കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ യോ അന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം അതിലെ കർമ്മവാസന എന്ന ലക്ഷണത്തോടു കൂടിയ സപ്തമസ്കന്ധമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നരസിംഹാവതാരം, പ്രഹ്ലാദ ചരിത്രം വർണ്ണിച്ചു. പ്രഹ്ലാദൻ്റെ കഥ കേൾക്കുന്ന സമയത്ത് നമുക്കൊക്കെ തോന്നാം, ഇങ്ങനെയൊരു ആനന്ദം, എപ്പോഴും സമാധാനമായിട്ടിരിക്കാൻ സാധിക്കുക, ആരോടും വൈരമില്ലാണ്ടിരിക്കുക, എത്ര ശുദ്ധമായ ഹൃദയമാണ് ആ പ്രഹ്ലാദൻ്റെ. അതുപോലൊരു ഹൃദയം നമുക്കും വേണം എങ്കിൽ അതിനെന്താ ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം വരാം. അതിനുള്ള മറുപടിയായും കൊണ്ടാണ് ഇവിടെ യുധിഷ്ഠിര നാരദ സംവാദത്തിൽ സദാചാര നിർണയം, സദാചാരത്തെപ്പറ്റി വർണ്ണിക്കുകയാണ്. ആദ്യം മനസ്സിനെ അടക്കുക, അത് വളരെ പ്രധാനമാണ്. ഒരു സാധകൻ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള കാര്യം, സാധകനും സിദ്ധനും ഇങ്ങനെയാണ് പറയുക. നമ്മളൊക്കെ ഇപ്പോൾ സാധകന്മാരാണ്. സിദ്ധനാണെങ്കിൽ വന്നിരുന്ന് കേൾക്കേണ്ട കാര്യമില്ല, പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല, എത്തേണ്ട ദിക്കിലെത്തി. പക്ഷേ സാധകനെ സംബന്ധിച്ച് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പല ചിട്ടകളും വേണം, വളരെ കൃത്യതയോടുകൂടി സഞ്ചരിക്കണം. ഇതുപോലെ ചോദിച്ച ഉദാഹരണം പറയും. ഒരു തയ്യാവുമ്പം നമ്മളൊരു ചെടി നട്ടു കഴിഞ്ഞാൽ അത് മറ്റുള്ള ജന്തുക്കൾ വന്ന് ദ്രോഹിക്കാണ്ടിരിക്കാൻ, പശുവൊന്നും വന്ന് അത് തിന്നരുത്, അതിനുവേണ്ടി നമ്മൾ വേലി കെട്ടാറുണ്ട്. വേലി കെട്ടി സംരക്ഷിക്കും. എത്ര കാലം അങ്ങനെ വേലി കെട്ടണം? കാലാകാലം വേലി കെട്ടണമെന്ന് ചോദിച്ചാൽ വേണ്ട. അത് വലിയൊരു മരമായി കഴിഞ്ഞാൽ പിന്നെ വേലി കെട്ടേണ്ട കാര്യമില്ല. ആ പശുവിനെ ആ മരത്തിൻ്റെ മുകളിൽ കെട്ടാം. എന്താണ്, അതിൻ്റെ കുട്ടിക്കാലത്ത് വന്ന് ദ്രോഹിക്കാൻ വന്ന പശുവിനെ വേണമെങ്കിൽ കുറച്ചും കണ്ട് കഴിഞ്ഞത് വലിയ മരമായാൽ ആ മരത്തിൻ്റെ മുകളിൽ കെട്ടാൻ മാത്രം ആ മരം വളർന്നു. അതാണ് സിദ്ധനും സാധകനും തമ്മിലുള്ള വ്യത്യാസം. സാധകനെ സംബന്ധിച്ച് വേലി കെട്ടണം. മനസ്സ് മറ്റു വിഷയങ്ങളിലേക്ക് പോവാതിരിക്കാൻ കഷ്ടപ്പെടണം, ശ്രദ്ധിക്കണം. അതിനുള്ള അഭ്യാസം ആവശ്യമാണ്. അതിനാണ് ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ, ഈ വക പ്രവചനങ്ങളൊക്കെ അതിനു വേണ്ടിയിട്ടാണ്. പ്രഭാഷണം കേൾക്കുന്നതൊക്കെ അതിനു വേണ്ടിയിട്ടാണ്. കാരണം നമ്മളൊന്ന് അയഞ്ഞു കൊടുത്താൽ മനസ്സങ്ങോട്ട് പോവും, വേണ്ടാത്ത ദിക്കിലേക്ക് പോവും. പക്ഷേ സിദ്ധൻ്റെ മനസ്സങ്ങനെ പോവില്ല. നമ്മളൊക്കെ ഇപ്പോൾ സാധകന്മാരാണ്. ചിലപ്പം വേണ്ടത്ര നമ്മൾ ആധ്യാത്മിക വിഷയം ശ്രദ്ധിച്ചില്ലെങ്കിൽ വഴി തെറ്റാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് ചിട്ടയോടുകൂടി, വളരെ കൃത്യതയോടുകൂടി മുന്നോട്ട് നീങ്ങിയാൽ മാത്രമേ ഇതുപോലൊരു ഭക്തി നമുക്കും ഉണ്ടാവുള്ളൂ. ആദ്യം വേണ്ടത് പൗരബോധമുള്ള മനുഷ്യരായിട്ട് വളരുക. അതാണ് ഇവിടെ ധാർമ്മികതയെപ്പറ്റി എടുത്ത് പറയണം. ഭക്തിയൊക്കെ അതൊക്കെ പിന്നെ, ആദ്യം മനുഷ്യത്വം ഉണ്ടാവുക. കുറച്ചൊരു പരസ്പരം ബഹുമാനിക്കാനും സ്നേഹിക്കാനും സഹജീവി സ്നേഹവും ഒക്കെ വേണം എന്ന് കാണിക്കാൻ ഇവിടെ ധർമ്മത്തെപ്പറ്റി വിസ്തരിക്കുകയാണ്. അതാണ് സനാതനധർമ്മം. സത്യം, ദയാ, തപ, ശൗചം, തിതിക്ഷേക്ഷാശമോദമഃ. സത്യം, തപസ്, ദയ മുതലായിട്ടുള്ള ഗുണങ്ങൾ നമ്മൾ ആർജിക്കാൻ ശ്രമിക്കണം. ഇനി മുതൽ ഞാൻ അങ്ങനെയാണ്, ഞാൻ സത്യമേ പറയുള്ളൂ, തീരുമാനിക്കുക. സത്യം പറയാൻ പറഞ്ഞാൽ ഉള്ളതൊക്കെ വിളിച്ച് പറയലല്ല, താൻ പറയണത് കൊണ്ട് ലോകത്തിന് ഉപകാരം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ഉറപ്പിക്കുക. കളവ് പറയേണ്ട അവസ്ഥ വന്നാൽ പറയാണ്ടിരിക്കുക എന്നാണ്. സത്യം പറഞ്ഞാൽ അപകടമാവെങ്കിൽ ആ സത്യം പറയാണ്ടിരിക്കുക. എന്താണ്, അത്രയേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ലോകത്തിന് ഉപദ്രവം ഉണ്ടാവുമെങ്കിൽ ആ സത്യം പറഞ്ഞാലേ ബുദ്ധിമുട്ടുള്ളൂ. താൻ പറയില്ലേ, പറയണത് സത്യമാവണമെന്നേ ഉള്ളൂ, എല്ലാ സത്യവും വിളിച്ച് പറയണമെന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ചില ഗുണങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഉയർച്ച ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള സാമാന്യ ധർമ്മങ്ങളെപ്പറ്റി പറഞ്ഞു. പിന്നെ ആശ്രമധർമ്മങ്ങളെപ്പറ്റി പറഞ്ഞു. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഇത് ഓരോരോ കമ്പാർട്ട്മെൻറ്റായിട്ട് വിചാരിക്കേണ്ട. കുറച്ച് ബ്രഹ്മചാരികൾ, കുറച്ച് ഗൃഹസ്ഥന്മാർ, അങ്ങനെയല്ല, നമ്മളൊക്കെ തന്നെയാണ്. ആദ്യത്തെ കുറച്ച് കാലത്തെ ബ്രഹ്മചര്യ ആശ്രമം എന്നാണ് പറയുക. അതിങ്ങനെ ക്രമേണ വളർന്ന് ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് ഇന്ദ്രിയങ്ങളൊക്കെ അടക്കി കുറച്ചും കണ്ട് കഴിയുമ്പം ഗൃഹസ്ഥനാവണം. വിവാഹം കഴിച്ച് കുട്ടികളായിട്ട് കഴിയുക. അതും തോന്നിയതുപോലെ ജീവിക്കാനല്ല. എന്നൊക്കെ കേൾക്കുന്ന വാർത്തകളും പ്രശ്നങ്ങളും സ്ഥിരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഗൃഹസ്ഥ ആശ്രമം എന്നാ പറയുക. ഗൃഹസ്ഥ ജീവിതമൊന്നുമല്ല, വളരെ ശ്രദ്ധിച്ച് കഴിയേണ്ടതാണ് ഗൃഹസ്ഥാശ്രമം. വിവാഹം കഴിച്ച് പഞ്ചയജ്ഞങ്ങൾ അനുഷ്ഠിച്ച് അച്ഛനമ്മമാരെയൊക്കെ ശുശ്രൂഷിച്ച് സൽസന്താനങ്ങളെ ഉണ്ടാക്കുക, അവരെ നേരാവണ്ണം വളർത്തുക, അവരെ കൊണ്ട് ലോകത്തിന് ഉപദ്രവമില്ലാതെ നോക്കുക, അവർ ധർമ്മിഷ്ഠന്മാരാവണില്ലേ എന്ന് ഉറപ്പിക്കുക. ഇതൊക്കെ ഗൃഹസ്ഥൻ്റെ ധർമ്മമാണ്. എന്തിനാണ് ഗൃഹസ്ഥാശ്രമം എന്ന് ചോദിച്ചാൽ ഇന്ദ്രിയങ്ങളെ അടക്കാനുള്ള വഴിയാണ്. ഇന്ദ്രിയങ്ങളാണ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത്. ആ ഇന്ദ്രിയങ്ങളെ അടക്കാൻ വേണ്ടി ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച് വളരെ ശ്രദ്ധയോടുകൂടി കഴിയുക. അങ്ങനെ വളരെ മാന്യമായിട്ട് ജീവിക്കാനുള്ള അഭ്യാസമാണ് ബ്രഹ്മചര്യാശ്രമത്തിൽ നമ്മൾ നേടുന്നത്. നേരാവണ്ണാണ് ബ്രഹ്മചര്യാശ്രമമെങ്കിൽ അയാൾക്ക് കുടുംബജീവിതം വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. നേരെ മറിച്ച് സ്കൂളത്തെ പഠിപ്പ് തന്നെ നേരാവണ്ണാവാത്തത് കൊണ്ടാണ് കുടുംബജീവിതവും അപകടമാവുന്നത്. ആ കുട്ടിക്കാലത്തെ വേണ്ടത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് വലിയ വിഷമം ഉണ്ടാവില്ല.
ഇത് സമയാസമയം വേണ്ടത് മനസ്സിലാവണില്ല. 19 വയസ്സാകുമ്പോഴാണ് അങ്ങനെയൊക്കെ ആവായിരുന്നു, അങ്ങനെയായിരുന്നു വേണ്ടത്, അപ്പോഴേ മനസ്സിലാവുന്നുള്ളൂ. ആ സമയത്ത് കാര്യങ്ങൾ അറിയണം. അതിനാണ് ഇങ്ങനൊരു ചിട്ട, ഇങ്ങനൊരു രീതി, ഇങ്ങനൊരു സമ്പ്രദായം. അത് 25 വയസ്സ് വരെ ബ്രഹ്മചര്യ ആശ്രമം എന്നാണ് പറയുക. ഒരു ഗുരുനാഥനെ പോയി കണ്ട് അവിടെ എത്തി ശാസ്ത്രമൊക്കെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട സമയം. ബ്രഹ്മചാരി ഗുരുകുലേ വസന്താന്തോ ഗുരോർഹിതം. ബ്രഹ്മചാരിയായാൽ ഗുരുനാഥൻ്റെ അടുത്ത് പോയി, ഗുരുനാഥനല്ലാതെ വേറൊരാളില്ല. ഏറ്റവും വലുതാര ഗുരു. അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കരുതെന്നാണ്, പിന്നിലേ നിൽക്കാവൂ. അദ്ദേഹം ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കാവൂ. തോളിൽ വേഷ്ടിയിട്ട് മുന്നിൽ നിൽക്കാൻ പാടില്ല, അരയിൽ കെട്ടി പിന്നിൽ നിൽക്കണം. അങ്ങനെയൊക്കെ പല നിയമങ്ങളും ഉണ്ട്. ഗുരുനാഥൻ്റെ മുന്നിൽ നടക്കാൻ പാടില്ല, പിന്നിൽ നടക്കാൻ പാടില്ല. പണ്ടൊരാൾ ശിഷ്യനാവാൻ മോഹിച്ച് പോയി, എന്നെ അങ്ങ് ശിഷ്യനാക്കുമോ ചോദിച്ചു. അപ്പോൾ ഗുരുനാഥൻ കാര്യം പറഞ്ഞു, ഞാൻ 3:30 എണീക്കും, ഗുരുനാഥൻ എഴുന്നേൽക്കുന്നതിൻ്റെ മുമ്പ് എഴുന്നേൽക്കണം. അപ്പോൾ താനൊരു 3 മണിക്കെങ്കിലും എഴുന്നേൽക്കണം. ഞാനൊരു 10 മണിയാകുമ്പോഴേ കിടക്കുള്ളൂ, ഗുരുനാഥൻ കിടന്നിട്ടേ കിടക്കാൻ പാടുള്ളൂ. അപ്പോൾ താനൊരു 11 മണിക്കേ കിടക്കാൻ പാടുള്ളൂ. എൻ്റെ മുന്നിൽ നടക്കാൻ പാടില്ല, പിന്നിലേ നടക്കാവൂ. വല്ലാതെ പിന്നിൽ നടക്കരുത്, ഞാൻ വിളിച്ച വിളി കേൾക്കണം, ആ മട്ടിലേ നടക്കാവൂ. പിന്നെ ഇവിടുന്ന് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല, എന്നോട് സമ്മതം ചോദിക്കാണ്ടൊന്നും ചെയ്യാൻ പാടില്ല, ഞാൻ കഴിച്ചതിന് ശേഷം ഞാൻ കഴിക്കാൻ പറഞ്ഞാൽ മാത്രമേ താൻ കഴിക്കാവൂ. ഇങ്ങനെയൊക്കെ കുറേ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ പിന്നെ ഞാൻ ഗുരുനാഥനാവാം, അങ്ങ് ശിഷ്യനായിക്കോളൂ. കാരണം ഇവിടെ ലോകത്ത് എളുപ്പം ഗുരുനാഥനാവാനാണ്, വലിയ പണിയൊന്നുമില്ല. പക്ഷേ ശിഷ്യനാവുക പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അതാണ് ബ്രഹ്മചര്യ ആശ്രമം. അത്ര എളുപ്പമുള്ള കാര്യമല്ലത്. അത് എന്തിനു ചോദിച്ചാൽ തന്നെ നിയന്ത്രിക്കുകയാണ്. അവനവനെ തന്നെ ശ്രദ്ധിച്ച് തന്നെ മനസ്സിലാക്കി അങ്ങനെ ഒതുക്കുകയാണ്. ഇവിടെ നമുക്ക് പറ്റിയ പ്രശ്നം എന്താ വെച്ചാൽ ഭൗതികമായ പല നേട്ടങ്ങളും ഉണ്ടാവുന്ന സമയത്ത് ഉയർച്ചയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് ആധ്യാത്മികമായ പല തളർച്ചയും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ജലത്തെ, മണ്ണിനെ ഒക്കെ മറന്നു പോവുക, അതിനെയൊക്കെ വൃത്തിയാക്കാനുള്ള കാര്യം വിട്ടുപോവുക, ഇങ്ങനെ തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട്, സ്വാർത്ഥത മാത്രം, തൻ്റെ കാര്യം നോക്കണം എന്നുള്ള മട്ടിൽ മറ്റുള്ളതിനെയൊക്കെ വൃത്തികേടാക്കി സഞ്ചരിക്കാൻ മനുഷ്യർ തുടങ്ങി. അന്ന് മുതലാണ് ഈ പ്രശ്നങ്ങൾ ആരംഭിച്ചത്. അതുകൊണ്ട് അതാദ്യം ശ്രദ്ധിക്കണം. അതിനാണ് ഇവിടെ ധർമ്മങ്ങളെപ്പറ്റി വിസ്തരിച്ച് പറഞ്ഞത്. അങ്ങനെ ബ്രഹ്മചാരിയായിട്ട് ഗുരുകുലത്തിൽ കഴിയുക, ശാസ്ത്രമൊക്കെ ശ്രദ്ധിച്ച് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഗുരുനാഥൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങി അദ്ദേഹത്തിന് ദക്ഷിണ സമർപ്പിച്ച് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാം. ഗൃഹാർത്ഥീം സദൃശീം ഭാര്യാം, തനിക്ക് ചേർന്നൊരു കുട്ടിയെ വിവാഹം കഴിക്കുക. തൻ്റെ കുലത്തിനും ശീലത്തിനും ചേർന്ന കുട്ടി. ഇന്നിപ്പോൾ തൻ്റെ ശമ്പളത്തിനോട് ചേർന്ന കുട്ടിയെ കഴിക്കുക, അത് വ്യത്യാസം. പണ്ടങ്ങനെയല്ല. പണ്ട് ഏറ്റവും അവസാനേ ധനം നോക്കുള്ളൂ. കുല, ശീല, രൂപ, വിദ്യ, വയഹ, ദ്രവിണം. ഏറ്റവും അവസാന ദ്രവിണം. ആദ്യം നോക്കിയത് എന്താ? കുലം. ഏറെക്കുറെ കുലം ഒരുപോലെയല്ലേ എന്ന് പറഞ്ഞാൽ സംസ്കാരം എന്നർത്ഥം. ഒരുമിച്ച് ജീവിക്കുമ്പം പ്രശ്നം ഉണ്ടാവാൻ പാടില്ല, ബുദ്ധിമുട്ടുണ്ടാവരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും വരവും പോക്കൊക്കെ വേണം. കുട്ടിയൊക്കെ ഉണ്ടായാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണ്ടേ, അവരൊക്കെ നോക്കാൻ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എടുത്തു ചാടി പുറപ്പെട്ട പ്രയാസമാണ്. അപ്പോൾ കുലം ശീലമൊക്കെ നോക്കി, സംസ്കാരം നോക്കിയിട്ടാണ് വിവാഹം കഴിക്കുക. അതുകൊണ്ട് തൻ്റെ കുലത്തിനും ശീലത്തിനും പറ്റിയ കുട്ടിയെ വിവാഹം കഴിച്ച് പഞ്ചയജ്ഞങ്ങൾ അനുഷ്ഠിച്ചും കൊണ്ട് കഴിയുക. ഈശ്വര സേവ, താൻ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ എന്താ? ഈശ്വര പൂജയാണ്. സന്താനോൽപാദനം വരെ ഈശ്വര പൂജയായിട്ടാണ് കണക്കാക്കുക. ആ കുട്ടിയെ വേണ്ട രീതിയിൽ വളർത്തുക, അതിനും വേണ്ടതൊക്കെ പറഞ്ഞു കൊടുത്ത് ധാർമ്മികനാക്കുക. കാമസന്താനം അല്ല എന്ന് ഉറപ്പുവരുത്തുക. ധർമ്മസന്താനങ്ങൾ ഉണ്ടാവട്ടെ. അങ്ങനെ വളർത്തി ആ കുട്ടിക്ക് അത്യാവശ്യം പ്രാപ്തിയായി എന്ന് കണ്ടാൽ പിന്നെ വീട്ടിലിരിക്കരുത്, വാനപ്രസ്ഥം. അത് ക്രമത്തിൽ സംഭവിക്കേണ്ടതാണ്. ആ വാനപ്രസ്ഥ ആശ്രമത്തിൽ നമ്മൾ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അത് മെല്ലെ മെല്ലെ ഗൃഹസ്ഥാശ്രമത്തിലേ തുടങ്ങണം. ഇപ്പം നമ്മളൊക്കെ വാനപ്രസ്ഥന്മാരായിട്ടിരിക്കുക, പറയുമ്പോൾ ഗൃഹസ്ഥന്മാരാണ്. എന്നാലും ഇവിടെ ഇരുന്ന് വിചാരം ചെയ്യണത് എന്താ? ലൗകിക വിഷയങ്ങളെ പറ്റിയല്ലല്ലോ. കാരണം ഇനി വാനപ്രസ്ഥത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ആ വക വിഷയങ്ങളെപ്പറ്റി ഇപ്പോഴേ ഇങ്ങനെ ശ്രദ്ധിക്കലാണ്ട് നാളെ മുതൽ സ്വിച്ചിട്ട പോലെ വാനപ്രസ്ഥനാവാൻ പറ്റുമോ? അത് സാധിക്കില്ല. പെട്ടെന്ന് നമ്മൾ സന്യസിക്കാൻ പറ്റുമോ? നാളെ അങ്ങോട്ട് രാവിലെ സന്യസിക്കാം, അങ്ങനെയൊന്നും സാധിക്കില്ല. അപ്പം ഗൃഹസ്ഥാശ്രമം നടക്കുമ്പം തന്നെ എന്ത് വേണം? കുറച്ചങ്ങോട്ട് കഴിയുമ്പം തൻ്റെ ഒരു കുട്ടിയായി, ആ കുട്ടിക്ക് 10-24 വയസ്സായെന്ന് കണ്ടാൽ മെല്ലെ 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 ലോക വിഷയങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് ആധ്യാത്മിക വിഷയങ്ങൾ തന്നെ ശ്രദ്ധിച്ച് വാനപ്രസ്ഥാശ്രമിയാവാനുള്ള ശ്രമം തുടങ്ങണം. അങ്ങനെ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ വാനപ്രസ്ഥനായി. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ നിന്നു, സന്യസിച്ചു. കാമ്യാനാം കർമ്മണാം ന്യാസം. കാമ്യകർമ്മങ്ങളൊക്കെ നമ്മളെ വിട്ടുപോവുക, അതിനെയാണ് സന്യാസം എന്ന് പറയുക. പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥ. ഇപ്പോൾ കുറേ ആഗ്രഹങ്ങളുണ്ട്. കുട്ടിയാവണം, കുട്ടിക്ക് കുട്ടിയാവണം, കുട്ടിയുടെ കുട്ടിക്ക് കുട്ടിയാവണം, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹം. ഇതൊന്നുമില്ല. പിന്നെ അയാൾ തിരക്കിടില്ല, ആയില്ലെങ്കിൽ തിരക്കിടില്ല, അങ്ങനെ ഒരവസ്ഥ. കാമ്യകർമ്മങ്ങളൊക്കെ നിർത്തി, ആഗ്രഹത്തോടു കൂടിയുള്ള കർമ്മങ്ങളൊന്നും പിന്നെ ഇല്ല. കർമ്മം ചെയ്യണില്ല പറയണില്ല. ചിലപ്പോൾ അവർ പ്രസംഗിച്ചൊന്നും വരാം, ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചൊന്നും വരാം. പക്ഷെ അവർ ഉദ്ദേശിക്കണമെന്നില്ല, പറ്റുന്നത് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ.
പ്രഭാഷണം ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്തില്ലെങ്കിലും ജി ബാലകൃഷ്ണൻ നായർ അവസാന കാലത്ത് പറയും, നിങ്ങൾ പറയണത് കൊണ്ട് ഞാൻ പ്രഭാഷണം ചെയ്യുന്നതേ ഉള്ളൂ, പ്രഭാഷണം ചെയ്തിട്ടില്ലെങ്കിലും എനിക്കൊരു വിഷമവുമില്ല. അതും വേണം, അത് ശ്രദ്ധിക്കണം എന്നാണ്. അതില്ലെങ്കിലും പ്രശ്നമില്ല, സപ്താഹം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും പ്രശ്നമില്ല, ഭാഗവതം കയ്യിലുണ്ടെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും ഇപ്പോഴേ ഒഴിവാക്കണ്ട. ഇപ്പോഴത്തെ കാര്യമല്ല പറയണത്, കുറച്ചൊക്കെ കണ്ട് അതാണ് സന്യാസം. ഒന്നും തന്നെ ബാധിക്കുന്നില്ല അങ്ങനെ ഒരു അവസ്ഥ. കാരണം വലിയ വൃക്ഷമായി കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യുക, ഇനി ആ പശുവിനെ അവിടെ കൊണ്ടുപോയി കേട്ടാ. ഇപ്പം നമ്മളെന്തായിട്ടില്ല, തയ്യായിട്ടുള്ളൂ കേട്ടോ, തയ്യ അങ്ങനെ കുറച്ചൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നർത്ഥം. പിന്നെ വന്നു പോകാനിടയുള്ള കുറേ ബുദ്ധിമുട്ടുകളെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തു. പല പ്രശ്നങ്ങളും ഇങ്ങനെ നമ്മൾ സഞ്ചരിക്കുമ്പം വന്നു പോവാം, അത് ശ്രദ്ധിക്കണം. അതാണ് പരധർമ്മം, ആഭാസം, ഉപമ, ഛല എന്നൊക്കെ പറഞ്ഞു. പരധർമ്മം വന്നു പോകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം വെറുതെ അങ്ങോട്ട് അനുകരിക്കുക. ഒരാളെ പലരും ബഹുമാനിക്കുന്നത് കാണുമ്പോൾ അതുപോലെ വേഷം കെട്ടിയാൽ എന്നെയും ബഹുമാനിക്കല്ലോ എന്ന് കരുതിയിട്ട് ആ ഗുണങ്ങളൊന്നും ആർജിക്കാതെ കേവലം അനുകരിക്കുക, അതിനെയാണ് പരധർമ്മം എന്ന് പറയുക. അവനവന് ചേർന്നതല്ല, പക്ഷേ അത് ബോധ്യമുണ്ട് എങ്കിലും അത് അനുകരിക്കുക. അങ്ങനെയുള്ള സ്വഭാവം വന്നു പോകരുത്. നമുക്കൊരാളെ ഇഷ്ടമാണെങ്കിൽ, അയാളെ നമുക്ക് ബഹുമാനം ഉണ്ടെങ്കിൽ അയാളെപ്പോലെ അനുകരിച്ചിട്ട് കാര്യമുണ്ടോ? അനുകരിച്ച് അത് മിമിക്രി ആവുകയുള്ളൂ. മോഹൻലാലിനെ പോലെ അനുകരിച്ച് നമ്മൾ അടുത്ത സിനിമയ്ക്ക് വിളിക്കുമോ? അത് മോഹൻലാലിനെ പോലെയാവുള്ളൂ, അതുകൊണ്ട് കാര്യമില്ല. അപ്പം ഞാനായിട്ടിരുന്നാൽ മതി, വേറൊരാളാവാൻ ശ്രമിക്കേണ്ട. അത് നന്നാക്കിയെടുക്കുക. അവരെ നമുക്ക് ആരാധിക്കാൻ തെറ്റൊന്നുമില്ല, അവരുടെ ഗുണങ്ങൾ കണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അവരെ വന്ദിക്കാം, ബഹുമാനിക്കാം. പക്ഷേ അതാവാൻ ശ്രമിക്കേണ്ട. അതാണ് പരധർമ്മം വരാതെ നോക്കണം. ആഭാസം എന്ന് പറഞ്ഞ അർത്ഥം തോന്നിയ പോലെ ജീവിക്കുക. തോന്നിയ പോലെ, പ്രത്യേകിച്ച് ചിട്ടകളൊന്നുമില്ല, ഒന്നും ശ്രദ്ധിക്കുന്നില്ല, ആര് പറഞ്ഞാലും വില വയ്ക്കുന്നില്ല, ഇങ്ങനെ സദാചാരമില്ലാതെ സഞ്ചരിക്കുക. അതും പ്രശ്നമാണ്. തന്നെക്കൊണ്ട് മറ്റുള്ളവർക്കും കൂടി ഉപദ്രവമുണ്ടാവും. അങ്ങനെയുള്ള കുഴപ്പം വരാതെ ശ്രദ്ധിക്കണം. ഉപമ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ വെച്ചാൽ വേദത്തെ ദുർവ്യാഖ്യാനം ചെയ്യുക. ഭാഗവതമൊക്കെ പറയുന്ന സമയത്ത് എന്ത് ചെയ്യുക, ആ ശ്ലോകം ചൊല്ലിയിട്ട് അതിനെ ആ വ്യാസൻ ഉദ്ദേശിച്ച അർത്ഥമല്ല ഇയാൾ പറയണത്. അപ്പോൾ കേൾക്കണവരൊക്കെ എന്താ വിചാരിക്കുക, ആ പറയണത് ശരിയെന്ന് വിചാരിക്കില്ലേ? ഇങ്ങനെ ലോകത്തെ മുഴുവൻ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ നല്ലൊരു ശാസ്ത്രം വെച്ചിട്ട് അത് ദുർവ്യാഖ്യാനം ചെയ്ത് വളച്ചൊടിച്ച് അവരെയൊക്കെ വേറെ വഴിക്ക് കൊണ്ടുപോവുക. അതും പറ്റാതെ നോക്കണം. ശാസ്ത്രീയമായിട്ട് വേണം പഠിക്കാൻ, തെറ്റിപ്പോകരുതെന്ന് അർത്ഥം. ദുർവ്യാഖ്യാനം ചെയ്യരുത്. സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് പറഞ്ഞിട്ടില്ലേ, സ്ത്രീകൾക്കൊന്നും ഇവിടെ സ്വാതന്ത്ര്യമില്ല എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതൊന്നുമല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ അങ്ങനെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരുണ്ട്. ഈ ധർമ്മത്തിൽ ഇങ്ങനെയുള്ള കുറേ അപകടങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അപകടങ്ങൾ ഇങ്ങനെ പറയുക. ചിലപ്പോൾ അപകടമൊന്നും ഉണ്ടാവില്ല, എങ്കിലും ചില ശ്ലോകങ്ങളൊക്കെ ചൊല്ലി അറിയാത്തവരെ പറ്റിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള ഉപമ വന്നു പോകരുത്. ഛല എന്ന് പറഞ്ഞ അർത്ഥം അന്യനെ കാണിക്കാൻ വേണ്ടി നടിക്കുക, അത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥത ഇല്ല എന്നർത്ഥം. നിങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഭഗവാനെ വല്ല ഏമായിട്ട് തൊഴണു, ആൾ കാണാനുണ്ടെങ്കിൽ ഭസ്മക്കുറി ഒന്നനെക്കുറിയൊക്കെ തൊട്ടു, ആരും കാണാൻ വരുന്നില്ലെങ്കിൽ ഒന്നുമില്ല, കുളിക്കണമെന്നില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ താൻ ഈ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അല്ലെങ്കിൽ നല്ല ചിട്ടകൾ നിഷ്ഠയൊക്കെ അത് തനിക്ക് വേണ്ടിയല്ല, ലോകര് കാണട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു കുഴപ്പം ഒരു സാധകന് വന്നുപെടാൻ ഇടയുണ്ട്. ഇതിലൊന്നും ഭ്രമിച്ചു പോകരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചു. ഈ ശരീരം അങ്ങനെ എളുപ്പം കിട്ടുന്നതല്ല. ആഹുശരീരം രഥമിന്ദ്രിയാണി ഹയാനഭീഷൂൻ മന ഇന്ദ്രിയേശം വർമാനി മാത്രാധിഷണാം ച സൂതം സത്വം ബൃഹദ്ബന്ധുരമീശ സൃഷ്ടം അക്ഷം ദശപ്രാണമധർമ്മധർമ്മൗ ചക്രേഭിമാനം രഥിനം ച ജീവം ധനുർഹി തസ്യ പ്രണവം പഠന്തി ശരം തു ജീവം പരമേവ ലക്ഷ്യം. ഈ ഒരു ശരീരം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ലക്ഷ്യം മറന്നു പോകണ്ട. പരമമായ ലക്ഷ്യം എന്താ ചോദിച്ചാൽ അത് പരമാത്മാവാണ്, പരബ്രഹ്മമാണ്. നമ്മളൊക്കെ അവിടെ ജനിച്ചത് അതിനു വേണ്ടിയിട്ടാണ്, ഈശ്വരനെ അറിയാനാണ്. ആ ലക്ഷ്യം മറന്നു പോകരുതേ. ലക്ഷ്യം പരബ്രഹ്മം. അവിടേക്ക് പോകാൻ നമുക്ക് എന്ത് വേണം? രഥം വേണം. എന്ത് വേണം? ഒരു വണ്ടി വേണ്ടേ? ആ രഥമാണെന്ത്? ഈ ശരീരം. ഇതൊരു വണ്ടി, വാഹനമായിട്ട് കണ്ടാൽ മതി. ഇതല്ല നമ്മുടെ ലക്ഷ്യം, ശരീരമല്ല. ഈ ശരീരത്തെ തേച്ച് കുളിപ്പിച്ച് കൊണ്ടു നടത്തിയതിനെ എല്ലാ കാലത്തും രക്ഷിക്കാനുള്ളതല്ല ഉദ്ദേശം. കാരണം രക്ഷിക്കാൻ പറ്റില്ല. എത്ര കണ്ട് ശ്രമിച്ചാലും കുറച്ച് കാലം കഴിഞ്ഞത് ക്ഷീണിച്ച് ഇല്ലേണ്ടിയാവും, ഉറപ്പാണ്. നമ്മുടെ ലക്ഷ്യം അതല്ല. നമ്മുടെ ലക്ഷ്യം ഈ ശരീരമല്ല, അത് പരബ്രഹ്മമാണ്, ഈശ്വരനാണെന്നുള്ളത് ഉറപ്പിക്കണം. അതാണ് പരമേവ ലക്ഷ്യം. അപ്പോൾ ഈ ശരീരം എന്താ? ആഹുഹു ശരീരം രഥം. ഈ ശരീരം രഥമാണ്. ഇന്ദ്രിയങ്ങളോ? കുതിരകൾ. കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്. എന്താ? രഥത്തിന് കുതിരകൾ ഉണ്ടാവില്ലേ? കുതിരകളാണ്. 5 കുതിരകളാണ്. കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്.
ഈ 5 കുതിരകളെ നമ്മൾ നേരാവണ്ണം നോക്കിയില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? 5 വഴിക്ക് പോയാൽ സഞ്ചരിക്കാൻ പറ്റുമോ? അതാണിപ്പോൾ നമ്മുടെ അവസ്ഥ. പ്രഭാഷണം കേൾക്കണം എന്നാണ് നമ്മൾ വിചാരിക്കണതെങ്കിലും കണ്ണിൻ്റെ വഴിക്ക് പോകണു, മൂക്കിൻ്റെ വഴിക്ക് പോകണു, ചെവിയുടെ വഴിക്ക് പോകണു. അപ്പോൾ ഇത് കേൾക്കാൻ പറ്റുമോ? എല്ലാം കൂടി നടക്കില്ല. മനസ്സിന് ഒരു സമയത്ത് ഒരു കാര്യം ചിന്തിക്കാൻ പറ്റുള്ളൂ. മനസ്സൊന്നേ ഉള്ളൂ. ഇന്ദ്രിയങ്ങളോ 5 ഉണ്ട്. 5 കല്യാണം കഴിച്ചാലുള്ള അവസ്ഥ എന്താ? 5 പേര് 5 കല്യാണം കഴിച്ചാൽ കുഴപ്പമില്ല. ഇത് ഒരാൾ 5 കല്യാണം കഴിച്ചാൽ അയാൾക്ക് എത്ര ശ്രദ്ധിക്കാൻ സാധിക്കും? ഇതാണ് നമ്മുടെ അവസ്ഥ. മനസ്സ് 5 ഇന്ദ്രിയങ്ങൾ. 5 ഇന്ദ്രിയങ്ങളും കൂടി എന്ത് ചെയ്യണോ? രമണ മഹർഷി പറയും 5 ഇന്ദ്രിയങ്ങളും കൂടി പുറമെ പോയി കുപ്പ പൊറുക്കിയിട്ടും മനസ്സിന് കൊണ്ടു കൊടുക്കുക. ഇത് വാങ്ങി വയ്ക്കാൻ മനസ്സെന്ന ബക്കറ്റേ ഉള്ളൂ, അതിലിങ്ങനെ കൊണ്ടിടുകയാണ്. കണ്ണ് കുപ്പ പൊറുക്കി കൊണ്ടു കൊടുത്തു, ചിത്ത കാഴ്ചകൾ, ചെവി അങ്ങനെ തന്നെ, ശബ്ദങ്ങൾ, ഇതെല്ലാം വാങ്ങാൻ അറിയുള്ളൂ, മനസ്സല്ലേ ഉള്ളൂ. അപ്പോൾ മനസ്സിൻ്റെ പ്രശ്നം എത്ര കണ്ടുണ്ട്. അതുകൊണ്ട് മനസ്സാണ് കടിഞ്ഞാൺ. ഈ 5 കുതിരകളെയും പിടിച്ച കടിഞ്ഞാണെന്ത്? മനസ്സ്. ആ മനസ്സിനെ നമ്മൾ ശ്രദ്ധയോടുകൂടി വീക്ഷിച്ചില്ലെങ്കിൽ അത് അപകടമായ ഒക്കെ അപകടമാവും. യാത്ര സുഖാവില്ല. കുറഞ്ഞ കാലം നമ്മളിവിടെ ജീവിക്കുന്നുള്ളൂ. അത് ഈ ഇന്ദ്രിയങ്ങളെ അഴിച്ചുവിട്ട എന്താ അവസ്ഥ? വളരെ കുറഞ്ഞ കാലം ഈ ലോകത്ത് ജീവിക്കുന്നുള്ളൂ. ആ കുറഞ്ഞ കാലം തന്നെ ഇന്ദ്രിയങ്ങളൊക്കെ തോന്നിയ പോലെ പോട്ടെ എന്ന് കരുതി ഇന്ദ്രിയങ്ങളെയും കടിഞ്ഞാണ് പിടിക്കാണ്ടിരുന്നാൽ, മനസ്സിനും പിടിക്കാണ്ടിരുന്നാൽ എന്താ അവസ്ഥ? അതുകൊണ്ട് നല്ലൊരു ഡ്രൈവർ ആവശ്യമാണ്. ഡ്രൈവറാണ് ആര്? ബുദ്ധിം തുസാരഥിം വിദ്ധി എന്നാണ്. മനഃ പ്രഗ്രഹമേവച. ഗീതയിൽ പറഞ്ഞ അതേ ശ്ലോകം അത് തന്നെയാണ് ഇവിടെ ഭാഗവത്തിൽ പറയുകയാണ്. അതുകൊണ്ട് നല്ലൊരു ഡ്രൈവർ ആവശ്യമുണ്ട്, ബുദ്ധി. ആ ബുദ്ധിയെ തേരാളിയാക്കി. എന്നിട്ടോ ഹയാനഭീഷുന്മന ഇന്ദ്രിയേശം വർത്തമാനി മാത്രാദിഷണാം ച സൂതം സത്വം ബൃഹത് ബന്ധുരമീശ സൃഷ്ടം. അതിലെ യാത്രക്കാരൻ, ആ യാത്രക്കാരനാണ് നമ്മൾ ജീവൻ. ജീവൻ്റെ കയ്യിലുള്ള അസ്ത്രമാണ് പ്രണവം. ഓം എന്നാണ് പ്രണവം. അതിൻ്റെ വ്യാഖ്യാനമാണ് ഭാഗവതം, അതുതന്നെയാണ് വേദം. അതാണ് നമ്മുടെ കയ്യിലുള്ള അസ്ത്രം. ഈ അസ്ത്രം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ അസ്ത്രം എങ്ങോട്ട് അയക്കാം? പരമമായ ലക്ഷ്യം, അത് പരബ്രഹ്മമാണ്, അതിലേക്ക് അയക്കാം. ഇങ്ങനെയാണ് ഒരു ജീവൻ സഞ്ചരിക്കേണ്ടത്. നമ്മുടെ ലക്ഷ്യം ഈ ശരീരമല്ല. ഇതിനെ അങ്ങനെ കാലാകാലം രക്ഷിക്കലോ സൂക്ഷിക്കലോ അല്ല. അതവിടെ ഇരിക്കട്ടെ, നമുക്ക് ആവശ്യമുണ്ട്. വണ്ടി ആവശ്യമല്ലേ? അത് നമ്മൾ ഇടയ്ക്കൊക്കെ തേച്ച് കഴുകാറൊക്കെ ഉണ്ട്. പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഒന്ന് വണ്ടിക്കൊന്ന് വൃത്തിയാക്കും. അത് നോക്കണം, ശ്രദ്ധിക്കൊക്കെ വേണം, വേണ്ടാന്നല്ല. സ്റ്റെപ്പിനിലും കാറ്റില്ലേ, അഥവാ വണ്ടി പഞ്ചറായാലുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ പെട്രോളില്ലേ നോക്കണം, എഞ്ചിൻ ഓയിലില്ലേ നോക്കണം, ഇതൊക്കെ നോക്കില്ലേ. ഇതുപോലെ ശരീരത്തിൽ നമ്മൾ ഇടയ്ക്കൊന്ന് ഹോൾ ബോഡി ചെക്കപ്പൊക്കെ ചെയ്യാം, തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മുടെ ലക്ഷ്യം എന്തല്ല? വണ്ടിയിലിരിക്കുക എന്നുള്ളതല്ല. വണ്ടി എന്തിനാണ്? അത് ഗുരുവായൂരപ്പനെ കാണാൻ, അങ്ങോട്ട് പോകാനാണ്. അവിടെ എത്തിയാൽ വണ്ടിയിലിരിക്കരുത്. ഗുരുവായൂർ എത്തിയിട്ടുണ്ടോ, നല്ല വണ്ടി, ഞാൻ പഠിക്കുക എന്ന് പറഞ്ഞ പ്രശ്നമാണ്. നമ്മുടെ ലക്ഷ്യം അത് ഭഗവാൻ എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇപ്പം നമുക്ക് പറ്റുന്ന അബദ്ധം, ലക്ഷ്യം തന്നെ എന്തായി പോയി? അത് ഈ വാഹനമായി പോയി. അതുകൊണ്ട് ലക്ഷ്യം പരമേവ, പരബ്രഹ്മമാണ് എന്നുള്ള കാര്യം മറന്നു പോണ്ട, അത് ഓർക്കണം എന്ന് പറയണം. അങ്ങനെയാണ് ആ സപ്തമസ്കന്ധം അവിടെ സമർപ്പിക്കുന്നത്. പിന്നീട് അഷ്ടമസ്കന്ധം ഈ ലക്ഷ്യം മറന്നുപോയാൽ പറ്റുന്ന അബദ്ധത്തെ സൂചിപ്പിക്കാനാണ് ഒന്നാമത്തെ കഥ. അതാണ് ഗജേന്ദ്രമോക്ഷം. ആ ആന മറന്നുപോയി, തൻ്റെ ലക്ഷ്യം പരബ്രഹ്മമാണെന്നുള്ള കാര്യം ഗജേന്ദ്രൻ മറന്നുപോയി. എന്നിട്ട് എന്തേണ്ടായി? ആ താമരത്തണ്ടുകൾ പൊട്ടിച്ചങ്ങനെ കഴിഞ്ഞു. കുറേ വെള്ളം കുടിച്ചു. വിശപ്പും ദാഹവും മാറിയാൽ കരയ്ക്ക് കയറണമായിരുന്നു, പക്ഷെ കയറിയില്ല. പിടിയാനകളും കുട്ടിയാനകളെയും കൂടെ അങ്ങനെ ആ താമരത്തണ്ടുകൾ പൊട്ടിച്ച് കഴിച്ചു, വെള്ളം കുടിച്ചു. വിശപ്പും ദാഹവും മാറിയിട്ടും കരയ്ക്ക് കയറാതെ ആ ജലാശയം കലക്കിക്കഴിഞ്ഞു എന്ന് പറഞ്ഞ അർത്ഥം, കുടുംബജീവിതം നയിച്ചത് അത് ഈശ്വരനിലേക്ക് തിരിയാനാണ്. കുറച്ച് കഴിയുമ്പം ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട്, ഇത്രയൊക്കെ ഉള്ളൂ ഇപ്പം നിൻ്റെ കഥ എന്ന് മനസ്സിലാക്കി ഭാഗവത്തിലേക്ക് തിരിയണം. 10-60 വയസ്സ് കഴിഞ്ഞാലെങ്കിലും തിരിയണം. ഇതിപ്പം 10ഉം 60ഉം 70ഉം ആയിട്ടും അമ്പലത്തേക്കും പോകണില്ല, ഭാഗവതവും കേൾക്കണില്ല. ഇപ്പോഴും മറ്റുള്ള 10-24 വയസ്സിൽ എന്തൊക്കെയായിരുന്നു താല്പര്യം, അതുതന്നെയാണ് ഇപ്പോഴും എങ്കിൽ. അതാണിപ്പോൾ ഗജേന്ദ്രൻ്റെ കഥ. കാര്യങ്ങളൊക്കെ നിശ്ചയുണ്ട്, എത്രയോ അവസരങ്ങളുണ്ട്, എന്നാൽ പോലും അതിലേക്ക് ശ്രദ്ധയില്ല. മതി, ഇതന്നെ മതി, ഇങ്ങനെ കുടുംബം കൂട്ടുകളൊക്കെ ആയിട്ട് രസിച്ച് കഴിയൽ തന്നെയാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് തെറ്റിദ്ധരിച്ചാൽ ഉണ്ടാവുന്ന അപകടം. മുതല കടിക്കും. എല്ലാവരും കടിച്ചിട്ടുണ്ട്. ചിലർ ജീവിതത്തിൻ്റെ സായാഹ്നത്തിലാവും തിരിച്ചറിയുക, ചിലർ കുറച്ച് നേരത്തെ തിരിച്ചറിയും. ഗജേന്ദ്രനും കടിച്ചൊരു മുതല. എന്തോന്ന് കാലിൽ കടിച്ചു, തൻ്റെ കാലിൽ കടിച്ച കാര്യം എന്തെന്ന് മനസ്സിലായിട്ടില്ല. തൻ്റെ കൂടെയുള്ളവരോടൊക്കെ ഒന്ന് പറഞ്ഞു, ഭാര്യമാരോടും കുട്ടികളോടും, എന്തോന്ന് എൻ്റെ കാലിൽ കടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവരൊക്കെ കരയ്ക്ക് കയറി. എന്നാലും ഇയാളെ കാര്യം നേരെയായി, നമ്മളെ കടിക്കണ്ട എന്നവർ കണക്കാക്കി. തന്നെയാണ് നമ്മളുടെയും കഥ. ആപത്തും പ്രശ്നങ്ങളും വിഷമങ്ങളും വരുമ്പോൾ ഒന്ന് പറഞ്ഞു നോക്കിയാൽ അവരൊക്കെ സഹായിക്കുമെന്ന് വിചാരിച്ചെങ്കിൽ തെറ്റി. സഹായിക്കണം എന്ന് അവർ വിചാരിച്ചിട്ടും കാര്യമില്ല, പറ്റണ്ടേ?
നമുക്കിപ്പോൾ എത്ര പേരെ സഹായിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പറ്റുന്നുണ്ടോ? ആ കൂടുതൽ ഇടപെടാനൊന്നും പറ്റില്ല. നമുക്കൊക്കെ വിട്ട് നിന്ന് ഇങ്ങനെ ചില നിർദ്ദേശമൊക്കെ കൊടുക്കാന്നല്ലാതെ അതിലങ്ങോട്ട് ഇടപെടാനൊന്നും നമുക്കാർക്കും സാധിക്കില്ല. ഭാര്യയായാലും ഭർത്താവായാലും അങ്ങനെ തന്നെയാണ്. അയൽവാസിയായാലും ബന്ധുക്കളാണെങ്കിലും ഒന്നും കൂടുതൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അവരൊക്കെ കരയ്ക്ക് കയറി രക്ഷിച്ചില്ല പറയാൻ വയ്യ. അവർ ശ്രമിച്ചു നോക്കി, കാട്ടിലെ വള്ളികളൊക്കെ എടുത്ത് കൊണ്ടുപോയി ഇട്ട് നോക്കി, പിടിച്ച് കയറാൻ ഒരു പറ്റും, ഒന്ന് ശ്രമിച്ചു നോക്കൂ എന്നൊക്കെ പറഞ്ഞു. നമ്മളും പറയുന്നത് പോലെ എന്നിട്ട് ദിക്കിലൊരു ഡോക്ടറുണ്ട്, നല്ല ഡോക്ടറാണ്. എൻ്റെ വല്യമ്മയെ കാണിച്ചപ്പോൾ പെട്ടെന്ന് മാറിയിട്ട് ഒന്ന് കാണിച്ചു നോക്കൂ. എന്നിട്ടോ അവിടെ പോയി മാറണമൊന്നുമില്ല. അപ്പോൾ വേറൊരു ഡോക്ടറെ ഇങ്ങനെ പലരും നിർദ്ദേശിക്കും, പലതും നോക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മാറ്റവും ഒന്നുമില്ല, പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഇങ്ങനെ കുറേയൊക്കെ നോക്കി കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പം ബന്ധുക്കളൊക്കെ ഇയാളെ കാര്യം മറന്നു. നമ്മളും കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ ഇനി അപ്പം മാറും തോന്നുന്നൊന്നുമില്ല. അയാളവിടെ ഉള്ള കാര്യം തന്നെ മറക്കും. ഇങ്ങനൊരു അവസ്ഥ, ഒരു മനുഷ്യൻ്റെ അവസ്ഥ പറയുകയാണ്. നമ്മളുടെ അവസ്ഥയാണ് ഇപ്പോൾ വർണ്ണിക്കുന്നത്. എന്തിനാ കുറച്ച് ഭീകരമായിട്ട് പറയണത് ചോദിച്ചാൽ, ഇതിൽ കുറച്ചുകൂടി ഭീകരമായിട്ട് നമ്മൾ കുറച്ചേ പറയണുള്ളൂ, വിഷമിപ്പിക്കേണ്ട വെച്ചിട്ട് കുറച്ചുകൂടി ഭീകരമായിട്ടാണ് വർണ്ണിക്കുന്നത്. കാരണം നമ്മളായിട്ട് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഒരു ചിത്രം കാണിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ളൊരവസ്ഥ ഭാവിയിൽ വന്നേക്കാം. അതുകൊണ്ട് കരുതണേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കണം. ആദ്യം നമ്മൾ മനസ്സിലെത്തിയ എളുപ്പമല്ലേ? ആദ്യം അറിഞ്ഞാൽ എളുപ്പമുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ നാളെ വരാൻ പോകുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരുങ്ങിക്കൂടെ? ഇല്ലെങ്കിൽ മഴ പെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കൂടെ വരാം. എളുപ്പമുണ്ട്, വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് സഞ്ചരിക്കാം. ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ വരാനുണ്ട്, അതുകൊണ്ട് കരുതണം എന്ന് പറയുകയാണ്. ഗജേന്ദ്രന് അബദ്ധം മനസ്സിലായി. താൻ ഈ കലക്കി കഴിഞ്ഞതാണ് പ്രശ്നത്തിന് കാരണം. ബുദ്ധിമുട്ടായി. കൂടുള്ള കുട്ടികളും പിടിയാനകളൊക്കെ പോയി. പിന്നെ ഇടയ്ക്കൊക്കെ ചില പിടിയാന വരാറുണ്ട്. അത് ചിലപ്പോൾ വലിയ സ്നേഹിതന്മാരൊക്കെ പിന്നെയും അങ്ങനെയായിട്ട് ഒഴിവാക്കില്ല. അങ്ങനെ അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റുമോ ചോദിച്ചിടയ്ക്കൊക്കെ ആശുപത്രിയിൽ കാണാൻ വരും. ഇടയ്ക്ക് വിളിച്ച് ചോദിക്കും. കുറച്ച് കഴിഞ്ഞ് താൻ ഒറ്റയ്ക്കായി. അങ്ങനെ ഒറ്റയ്ക്ക് ആ തടാകത്തിൽ മുതല പിടിച്ച് വലിക്കുന്ന സമയത്ത് അവിടെ വെച്ച് ഗജേന്ദ്രൻ ആലോചിച്ചു, തന്നെ രക്ഷിക്കാൻ ഇനി ആർക്കാ സാധിക്കുക? ഈ പിടിയാനകൾക്കും കുട്ടികൾക്കും പറ്റില്ല. കാരണം അവരെ രക്ഷിക്കാൻ താനേ ഉള്ളൂ. താൻ തന്നെ ഇതിൽ പെട്ട് കഴിഞ്ഞാൽ അവർക്ക് തന്നെ രക്ഷിക്കാൻ പറ്റുമോ? അവർ തന്നെ ആശ്രയിക്കുന്ന ആളാണ്. തന്നെ ആശ്രയിക്കുന്നവർക്ക് തന്നെ രക്ഷിക്കാൻ പറ്റില്ല. ആർക്ക് സാധിക്കും? യക്കശ്ചനേശോ ബലിനോന്തകോരകാത് പ്രചണ്ഡവേഗാതപിധാവതോ ഭൃശം ഭീതം പ്രപന്നം പരിപാതിയദ്ഭയാത് മൃത്യുഹു പ്രധാവത്യരണം തമീമഹി. അവസാനം ആ ഗജേന്ദ്രൻ കണ്ടെത്തി, സാധിക്കും, ഈ മഹാശക്തിക്ക് സാധിക്കും. അതെന്താ അങ്ങനെ തോന്നാൻ കാരണം? നമുക്കത് തോന്നണില്ലെങ്കിൽ നമുക്ക് അഭ്യാസമില്ലാത്തതുകൊണ്ടാണ്. ഗജേന്ദ്രന് ഈശ്വരൻ രക്ഷിക്കും എന്നൊരു തോന്നൽ കുറച്ച് വൈകിയാണെങ്കിലും ഉണ്ടായില്ലേ? എന്താ കാരണം? പൂർവ്വജന്മത്തിൽ ഇദ്ദേഹം ഇന്ദ്രദ്യുമ്നൻ വരായിട്ടൊരു രാജാവായിരുന്നു. ആ സമയത്ത് ഭഗവാനെ കുറേ ആരാധിച്ചിട്ടുണ്ട്. നമ്മളിപ്പം ഭാഗവതം കുറച്ച് കേട്ടത് കൊണ്ട് പേടിക്കാനില്ല. ഭാവിയിൽ കുറച്ച് വയ്യാണ്ട കിടക്കുമ്പോൾ നമുക്ക് എന്ത് ഓർമ്മ വരും? മുതല കടിച്ചാലും പേടിക്കണ്ട, കാരണം നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി ഓർമ്മ വരും. കാരണം ഇപ്പം ഇരുന്ന് കേട്ടല്ലോ. ഇത് കേൾക്കാത്തവരുടെ കഥ എന്തായിരിക്കും? നല്ലതൊന്നും കേട്ടിട്ടില്ല. എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേക്കും തളർന്നു. അവർക്ക് ഒറ്റ വഴിയുള്ളൂ, ആത്മഹത്യ. അല്ലാണ്ട് വേറൊന്നും ചിന്തിക്കാനില്ല. നമുക്ക് പിന്നെ ഇല്ലെങ്കിൽ 2 അധ്യായം വായിച്ചു നോക്കാം, എന്തെങ്കിലും പ്രഭാഷണം കേട്ട് നോക്കാം, അങ്ങനെയുള്ള ചിന്തയുണ്ട്. അവർക്കതുണ്ടാവില്ല. കാരണം ആ സംസ്കാരം ഇല്ല, അത് വന്നിട്ടില്ല, അതിലുള്ള ശ്രദ്ധ വന്നിട്ടില്ല. ഇനി പാശ്ചാത്യരെ നോക്കി നോക്കൂ. അവരൊക്കെ ധാരാളം സമ്പാദിച്ച എത്രയോ പേരുണ്ട്. എല്ലാം നേടിക്കഴിഞ്ഞാൽ അവരെന്താ ചെയ്യാറിയോ? ഇനി ഒന്നും നേടാനില്ല, അവരുടെ എന്ത് ചെയ്യും? ആത്മഹത്യ ചെയ്യും. എന്താണ്? ഒന്ന് കാത്തിരുന്നൂടെ? എന്തായാലും മരിക്കും, കുറച്ചുകൂടി അതില്ല. ഇനിയൊന്നും നേടാനില്ല പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യണം. കാരണം വാർദ്ധക്യത്തെ ഭയമുണ്ട്. അതില്ലാത്തത് ഭാരതീയർക്കാണ്. കാരണം കുറച്ചെന്തുണ്ട്? ആധ്യാത്മിക വിദ്യ ഉള്ളിലുള്ളത് കൊണ്ട് അവർക്കെന്തില്ല? അവർക്ക് വാർദ്ധക്യമാണെങ്കിൽ സന്തോഷമേ ഉള്ളൂ. ഇപ്പോൾ ഒന്നുകൂടി സൗകര്യമുണ്ട്, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും. എവിടെയും ചെന്ന് കഴിഞ്ഞാൽ കസേരയിട്ട് തരും, സൗകര്യമല്ലേ? ബസ്സിലൊക്കെ ഓടിപ്പോണ സമയത്ത് അവർ നിർത്തിത്തരും. പണ്ടങ്ങനെയല്ല. പണ്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചാടിക്കയറണം. പക്ഷെ പ്രായമായി കഴിഞ്ഞാലോ, ആ കാരണവർ വരുന്നുണ്ട് നിർത്തും എന്ന് പറഞ്ഞ് ക്ലീനർ വണ്ടിയൊക്കെ നിർത്തിത്തരും, കൈ പിടിച്ച് കയറ്റും. സൗകര്യമല്ലേ? ചെറുപ്പക്കാരനാച്ച അങ്ങനെ പറ്റുമോ? ഇത്ര സൗകര്യമുണ്ടോ? കയ്യിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ വാർദ്ധക്യമാണെങ്കിൽ എന്ത് ചെയ്യും? നല്ലോണം നോക്കില്ലേ? ഉടനെടുക്കുമോ? കയ്യിൽ നിന്ന് പെന്ന് വീണു, നല്ലോണം നോക്കുമോ? ആവശ്യമുള്ള പെന്നാണോ? ആണെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ പോട്ടെ. കാരണം കുരിഞ്ഞാൽ പിന്നെ തന്നെ എടുക്കാൻ വേറെ ആൾ വരണം. പണ്ട് ഇത്രയൊന്നും ആലോചന ഇല്ല. വാർദ്ധക്യമാകുമ്പോൾ കുറച്ച് ആലോചന ഉണ്ടാവും. ഒന്ന് കരുതിയാണ് ഓരോ സ്റ്റെപ്പും വയ്ക്കുക. അതുകൊണ്ട് വാർദ്ധക്യത്തിലും സൗന്ദര്യമുണ്ട് എന്നാണ് കണക്കാക്കുക. ഇവിടെ ഈ ഗജേന്ദ്രൻ മനസ്സിലാക്കി തനിക്കുള്ള ബുദ്ധിമുട്ട് എന്താ ചോദിച്ചാൽ ഈശ്വരനെ വേണ്ടതുപോലെ ശ്രദ്ധിച്ചില്ല. ഉള്ളിലുണ്ടായിരുന്നു, പക്ഷേ ഈ പിടിയാനകളെയും കുട്ടിയാനകളെയും ശ്രദ്ധിക്കുന്ന കൂട്ടത്തിൽ ഭഗവാനെ താൻ മറന്നുപോയി. തന്നെ രക്ഷിക്കാൻ ആർക്കേ പറ്റുള്ളൂ? ആ ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ.
കാരണം ആ ഭഗവാന്റെ സങ്കല്പം കൊണ്ടാണ് താൻ ഈ തടാകത്തിൽ വന്ന് പെട്ടത്, തന്നെ ഈ മുതല കടിച്ചത്. എത്ര പിടിയാനുകൾ ഇറങ്ങി, എന്തേ അവരൊന്നും കടിക്കാനോ? തൻ്റെ കാലിൽ തന്നെ കൃത്യമായിട്ട് കടിച്ചുവെങ്കിൽ എന്ന് പറഞ്ഞാൽ പ്രാരബ്ധമുണ്ട് ഈ മുതല. സാധാരണ ഒരു മുതലയുടെ കാര്യമല്ല പറയണത്. സാധാരണ ഒരു മുതല കടിച്ചാൽ ആനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ തോന്നുന്നുണ്ടോ? 4 കാലുണ്ട്, ഒരു കാലിൽ മുതല കടിച്ചാൽ ബാക്കി 3 കാല് ഫ്രീ അല്ലേ? ഒരു ചവിട്ട് കൊടുത്താൽ മുതലയുടെ കഥ കഴിയും. ഇത് ഏത് മുതലയാണ് കടിച്ചത്? കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധര ഭവാരണവാത്. കർമ്മമാകുന്ന മുതല കടിച്ചാൽ അതിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കൊലകൊമ്പനാണെങ്കിലും സാധിക്കില്ല. എത്രയോ കൊലകൊമ്പന്മാർ വീണ് പോവാറില്ലേ പ്രശ്നങ്ങൾ വരുമ്പം? എന്താ ചെയ്തിട്ട് എനിക്കിങ്ങനെ വരുന്നത് ഞാൻ വിചാരിച്ചില്ല. നല്ല രീതിയിൽ അങ്ങനെ പോവുമായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ആ കുട്ടി പറഞ്ഞാൽ കേൾക്കണില്ല. എന്ത് ചെയ്തിട്ട് എന്തൊക്കെ കൗൺസിലിങ്ങിന് കൊണ്ടുപോയി, എന്തൊക്കെ പറഞ്ഞു കൊടുത്തു, പക്ഷേ പിടിയാലെ നിൽക്കണം. എന്ത് ചെയ്യും ഇല്ലേ? യശ്ചനേശോ ബലിനോന്തകോരകാത്. മനപ്രയാസം അതാണ് ഈ പ്രാരബ്ധം എന്ന് പറഞ്ഞ താല്പര്യം. അതാണ് മുതല. ഗജേന്ദ്രന് പിന്നെ ഭാഗ്യം ഒരു മുതലേ കടിച്ചിട്ടുള്ളൂ. നമ്മളെയോ എന്നും മുതല ഓരോരോ മുതലായിട്ട് കടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രശ്നം ഒഴിഞ്ഞ സമയമില്ല. അതുതന്നെയാണ് ഈ മുതലകൾ എന്ന് പറഞ്ഞത്. ഗജേന്ദ്രൻ തടാകത്തിലാണെന്ന് വിചാരിക്കുക. തടാകത്തിൽ എന്താ വെച്ചാൽ വലിയ ആഴമില്ല. നമ്മൾ സമുദ്രത്തിലാണ്. ആഴം എത്രയെന്ന് കണക്കാക്കാൻ പറ്റില്ല. നമ്മൾ സംസാരസാഗരേ മഗ്നം, സംസാരമാകുന്ന സമുദ്രത്തിലാണ് മുങ്ങിയത്. തടാകത്തിൽ എന്തായാലും പേടിക്കാനില്ല. തിരമാലയൊന്നും ഉണ്ടാവില്ലല്ലോ. സമുദ്രത്തിലോ വലിയ വലിയ തിരമാലകളുണ്ട്. തടാകത്തിന് കരണ്ട്, സമുദ്രത്തിൻ്റെ കര കാണാൻ പറ്റുമോ? തടാകത്തിൽ പിന്നെ വലിയ ദുഷ്ടജീവികളൊന്നും ഉണ്ടാവില്ല. സമുദ്രത്തിലോ ശരിക്കും പറഞ്ഞാൽ ഗജേന്ദ്രൻ സ്തുതിക്കാണ്ടിരിക്കുക ചെയ്യട്ടെ, സ്തുതിക്കേണ്ടത് നമ്മളാണ്. ആ സ്തുതിയെന്നും നമ്മളാണ് സ്തുതിക്കേണ്ടത്. ഇത് വിചാരം ചെയ്യേണ്ടത് നമ്മളാണ്. ഈ സംസാരത്തിൽ മുങ്ങിപ്പോവാണ്ടിരിക്കാൻ, മുതലയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ സ്തുതി വിചാരം ചെയ്യൂ എന്ന് പറയുകയാണ് ഭാഗവതം. നമ്മുടെ കഥയാണ് ഈ പറയുന്നത്. ഗജേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഒരു ഗൃഹനാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥ. താനാണ് തൻ്റെ ഭാര്യയും കുട്ടികളെയും നോക്കുന്നത്. ഈ വീട് എൻ്റെ തലയിലാണ്, ഞാനാണ് നോക്കുന്നത് എന്നുള്ളൊരു വിചാരത്തോടു കൂടി കഴിയുന്ന ഒരു ഗൃഹസ്ഥന് സംഭവിക്കുന്ന അപകടം സൂചിപ്പിക്കുകയാണ്. ഒരു തെറ്റുമില്ല. ഭഗവാനെ മറക്കരുതെന്നേ പറയണുള്ളൂ. പക്ഷെ മറന്നുപോയി. ഭാഗവതം കേൾക്കണമെന്നേ പറയണുള്ളൂ. കൂട്ടത്തിൽ ഒക്കെ ചെയ്യേണ്ടതൊക്കെ ചെയ്തോളൂ. ഗൃഹഭരണമൊക്കെ നല്ലോണം ചെയ്യുക. കൂട്ടത്തിൽ എന്ത് ചെയ്യുക? ലേശം ഭാഗവതവും കേൾക്കുക. അത് വിട്ടുപോയാൽ മനസ്സതപ്പതിക്കും. എടുക്കേണ്ട തീരുമാനമൊക്കെ അപകടമാവും, ചിന്ത മോശമാവും, പിന്നീട് ദുഃഖമായിരിക്കും ഫലം. അതുകൊണ്ട് കൂട്ടത്തിൽ ഭഗവാനെയും ചേർത്ത് പിടിച്ചോളൂ. എന്നാൽ ബുദ്ധിമുട്ടില്ലാണ്ട് സഞ്ചരിക്കാം എന്നാണ് ഈ കഥ കാണിച്ചിരുന്നത്. അതുകൊണ്ട് ഞാനിനി ആരെയും ആശ്രയിക്കാൻ പോകണില്ല, ആ ഭഗവാനെ മാത്രമേ ആശ്രയിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് ആ ഗജേന്ദ്രൻ പണ്ട് താൻ പഠിച്ച ആ ഒരു മന്ത്രം എന്തോ ഭാഗ്യം കൊണ്ട് ഓർമ്മ വന്നു. അതിനാണ് നമ്മളിപ്പോഴൊക്കെ പഠിക്കുന്നത്. ഇപ്പോഴൊക്കെ പഠിച്ചാൽ നാളെ ഓർമ്മ ഉണ്ടാവില്ല. നമ്മളെ കഥ ഇപ്പം ഉച്ചയുടെ മുന്നേ പറഞ്ഞ് ഉച്ച കഴിഞ്ഞാൽ ഓർമ്മയില്ല. അത്രയേ ഉള്ളൂ നമ്മളെ കഥ. അപ്പോൾ പേടിക്കണ്ട. അതെപ്പോൾ ഓർമ്മ വരും? മുതല കടിക്കുമ്പോൾ ഓർമ്മ വരും. മതിയല്ലോ. എപ്പോഴും ഇങ്ങനെ ഓർത്ത് നടക്കണമെന്നുണ്ടോ? ഉണ്ടോ? നമുക്കിപ്പം പറയണതൊന്നും ഇപ്പോൾ ഓർമ്മയെന്ന് പറയണതല്ല. അങ്ങനെ ഇവിടെ വന്ന് മൈക്ക് ഓണാക്കുമ്പോൾ അങ്ങനെ ഇത്രയേ ഉള്ളൂ. അതുപോലെ ചിലർക്ക് എപ്പോഴും ഓർമ്മ ഉണ്ടാവും, മൈക്ക് ഓണാക്കിയ ഓർമ്മയില്ല. എന്താ കാര്യം? നമുക്ക് സമയമാകുമ്പോൾ ഓർത്താൽ പോരെ? പരീക്ഷ വരുമ്പോൾ എഴുതിയാൽ പോരെ? പോരാ. എപ്പോഴും ഇങ്ങനെ ഉത്തരം ഓർത്ത് നടക്കുക. പരീക്ഷ പേപ്പർ, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, അതൊക്കെ മറന്നുപോയി. ബെല്ലടിച്ചു, പേപ്പർ അങ്ങോട്ട് കൊടുത്തപ്പോൾ ഒക്കെ ഓർമ്മ വരുന്നുണ്ട്. എന്ത് കാര്യം? അത് ആ സമയത്ത് ഓർമ്മ വരിക. ഇപ്പോൾ ഉള്ളതൊക്കെ പഠിക്കണതും ഈ ഭാഗവതം കേൾക്കണമെന്നും ഇപ്പോഴത്തേക്കല്ല. 10-80 വയസ്സ് കഴിഞ്ഞിട്ടൊരവസ്ഥ ഉണ്ടല്ലോ. ആ വാർദ്ധക്യത്തിൽ അഭ്യസിക്കാൻ, വിചാരം ചെയ്യാൻ, അതിനാണ് ഇപ്പം കേൾക്കുന്നത്. യുവാവായിട്ടിരിക്കുമ്പം, ചെറുപ്പമായിട്ടിരിക്കുമ്പം, കയ്യിൽ കാശുണ്ടാകുമ്പം, സ്വന്തക്കാർ കൂടെ ഉണ്ടാകുമ്പം, നല്ല ബലം ഉണ്ടാകുമ്പോഴൊന്നും ഇപ്പം ഭാഗവത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നിട്ടും പഠിക്കണമെന്തിനാ? ഇതൊക്കെ പോണൊരു കാലം വരും എന്നറിയണത് കൊണ്ടാണ്. അതുകൊണ്ട് ഇപ്പോഴും ഒന്ന് പഠിച്ചു വെച്ചോളൂ, ഒന്ന് നോക്കി വെച്ചോളൂ. ആ സമയത്ത് വിചാരം ചെയ്യാം. ഇപ്പം കൂടെയുള്ളവരൊക്കെ നാളെ കാണാതെയാവും. എത്ര കേമന്മാരാണെങ്കിലും കുറച്ച് കഴിയുമ്പം വീഴും, ഉറപ്പാണ്. വീണതിൻ്റെ മുന്നേ ഭഗവാനെ പിടിച്ചാൽ വീഴാണ്ട് നോക്കാം എന്നുള്ളതാണ് ഈ ഒരു സ്കന്ധം തന്നെ കാണിക്കുന്നത്. ഹരിസ്മൃതി സർവവിപത് വിമോക്ഷണം. ഇതാണ് അഷ്ടമസ്കന്ധത്തിൻ്റെ സാരം. ഹരിസ്മൃതി, ഭഗവാനെ സ്മരിക്കുകയാണ് സകല ദുഃഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി. സർവവിപത്ത് വിമോക്ഷണം, എല്ലാ വിപത്തുകളും ആപത്തുകളും ഇല്ലാണ്ടിയാവും ഭഗവാനെ സ്മരിച്ചാൽ. ഇവിടെ ഗജേന്ദ്രന് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് തൻ്റെ പൂർവ്വജന്മത്തിൽ അഭ്യസിച്ചതിൻ്റെ ഫലമായിട്ട് താൻ പണ്ട് ചൊല്ലിയ ആ സ്തോത്രം ഓർമ്മ വന്നു. തന്നെ ഗുരുനാഥൻ പഠിപ്പിച്ച ആ മന്ത്രം ലേശം ലേശമായിട്ട് ഓർമ്മ വരാൻ തുടങ്ങി. ആ മന്ത്രം ജപിച്ച് ഭഗവാനെ നമിക്കുകയാണ്, നമസ്കരിക്കുകയാണ്. ഓം നമോ ഭഗവതേ തസ്മൈ യത ഏതച്ചിദാത്മകം
പുരുഷായ ആദിബീജായ പരേശായാഭിധീമഹി യസ്മിന്നിദം യദശ്ചേദം യേനേദം യൈദം സ്വയം യോസ്മാത് പരസ്മാച പരഃ തം പ്രപദ്യേ സ്വയംഭുവം യോ അസ്മാത് പരസ്മാച്ച പരഃ. ഈ ജീവൻ്റെയും ഈ ശരീരത്തിൻ്റെയും അപ്പുറത്തിരിക്കുന്ന അല്ലയോ ബോധമേ. വലിയ തത്വങ്ങളൊക്കെ പറയണത്. ഈ ജീവനും ശരീരവും എവിടെയാണ്? എന്നിലാണ്. നമ്മളിപ്പോൾ വിചാരിക്കണം ഞാൻ ജീവനാ, ഈ ശരീരം എൻ്റെ എന്നാണ് അറിവുള്ളവർ പോലും വിചാരിക്കുന്നത്. എന്നിട്ട് അതും കടന്നിട്ട് ചിന്തിക്കുകയാണ്, ശരീരമല്ല ഞാൻ, ജീവനുമല്ല, ഈ ജീവനും ശരീരവും എന്നിലാണ്. മാറി നിന്ന് ജീവനെയും ശരീരത്തെയും കാണുകയാണ്. യോ അസ്മാത് പരസ്മാച പരഃ തം പ്രപദ്യേ. ആ പരമമായ ശക്തിയെ, ആ ബോധത്തെ ഞാൻ നമസ്കരിക്കുന്നു, ആശ്രയിക്കുന്നു. ഈ തത്വവിചാരമല്ലാതെ ഈ സംസാരമാകുന്ന സാഗരത്തിൽ മുങ്ങണ സമയത്ത് സമാധാനമായിട്ടിരിക്കാൻ വേറെ വഴിയില്ല. കാശ് കിട്ടിയോണ്ടോ ചെറുപ്പമായോണ്ടോ കാര്യമൊന്നുമില്ല. പ്രായമായി കുറേ കാശ് കിട്ടിയോണ്ട് കാര്യമുണ്ടോ? ആ സമയത്ത് സ്നേഹം വേണമെന്നേ ഉണ്ടാവുള്ളൂ, കാശ് വേണമെന്നൊന്നും ഉണ്ടാവില്ല. അപ്പം എല്ലാവരും ഉണ്ടാവും, കാശുണ്ടാവും, ജനങ്ങളുണ്ടാവും, പക്ഷേ ആർക്കും സ്നേഹമില്ല എന്നറിയുമ്പോഴൊരു വിഷമമുണ്ടല്ലോ. ഇപ്പം പിന്നെ സ്നേഹം വേണമെന്നൊന്നുമില്ല, കുറേ കാശ് വേണമെന്നേ ഉണ്ടാവുള്ളൂ. കുറച്ച് കഴിഞ്ഞ് സ്നേഹം മാത്രം ആഗ്രഹിക്കുന്ന സമയത്ത് കാശൊക്കെ കൊടുത്താലും സാരമില്ല, എവിടെയെങ്കിലും സ്നേഹം കിട്ടുമോ എന്ന് നോക്കുമ്പം ഒന്നും ഉണ്ടാവില്ല. യസ്വാത്മനീതം നിജമായയാർപ്പിതം ക്വചിത് വിഭാതം ക്വചിതത്തിരോഹിതം അവിദ്ദൃക്സാക്ഷ്യുഭയം തദീക്ഷതേ സാത്മമൂലോവതു മാം പരാത്പരഃ. ആരാണോ ഒരു കളിയായിട്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിക്കുന്നത്, ഇതൊക്കെ കണ്ട് നോക്കി നിൽക്കുക. അങ്ങനെയുള്ള സാക്ഷിയായിട്ടുള്ള പരബ്രഹ്മമേ അങ്ങേക്ക് നമസ്കാരം. എന്തിനു ചോദിച്ചാൽ ഉത്തരമൊന്നുമില്ല. എന്തിനാ ഭഗവാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു ചോദിച്ചാൽ, കുട്ടികൾ എന്തിനാ കളിക്കണമെന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? അവർ ചിലപ്പോൾ മണ്ണുകൊണ്ട് ചിരട്ട കൊണ്ട് അപ്പൊക്കെ ഉണ്ടാക്കും. നമ്മൾ ഊണഴിക്കാൻ വിളിച്ചാൽ അത് തട്ടി പൊളിച്ച് വരും ചെയ്യും. എന്തിനിപ്പം ഇങ്ങനെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി? ചിലർ ഷീറ്റ് കൊണ്ട് കൊട്ടാരമൊക്കെ ഉണ്ടാക്കും കുട്ടികൾ. വളരെ ഏകാഗ്രമായിട്ട് അങ്ങനെ വളരെ ശ്രദ്ധിച്ച് കൊട്ടാരമൊക്കെ ഉണ്ടാക്കി. എന്നാൽ വല്ല മിഠായിയും കാണിച്ച് വിളിച്ചാലോ ഒരൊറ്റ തട്ടാണ്. 2-2.5 മണിക്കൂർ നേരം ഇരുന്നുണ്ടാക്കിയ ആ കൊട്ടാരം തട്ടിടാൻ അവർക്ക് പ്രശ്നമില്ല. അവർക്കൊക്കെ കളി ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ഭഗവാനോട് എന്തിനാ ഈ ഏടാകൂടം ഉണ്ടാക്കിയത് ചോദിച്ചാൽ, യസ്വാത്മനീതം നിജമായയാ, അത് കളിക്കാൻ ഒരു തമാശയ്ക്ക് അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരു വല്ലാത്തൊരു കളിയിൽ പോയി നമ്മളെ വെച്ചിട്ട് ഭഗവാൻ ഇങ്ങനെ കളിക്കുകയല്ലേ എന്നാൽ പറയട്ടെ. വാസ്തവത്തിൽ ഭഗവാൻ സൃഷ്ടിച്ചിട്ടില്ല, അത് നമ്മുടെ ഒരു തോന്നലാണ്. നമുക്കാണ് സൃഷ്ടി. വാസ്തവത്തിൽ ജ്ഞാനികളെ സംബന്ധിച്ച് എന്തില്ല? സൃഷ്ടിയില്ല. യസ്വാത്മനീതം നിജമായയാർപ്പിതം ക്വചിത് വിഭാതം ക്വചതത്തിരോഹിതം അവിദ്ദൃക് സാക്ഷി ഉഭയം തദീക്ഷതേ. ഒന്ന് നമ്മളും ഇതേപോലെ സാക്ഷിയായിട്ടിരിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ദുഃഖം പോവും. നമുക്ക് താതാത്മ്യം ഉണ്ടാകുമ്പോഴല്ലേ കുഴപ്പം. മറ്റുള്ളവരുടെ ദുഃഖം നമ്മളെ വല്ലാതെ ബാധിക്കാറുണ്ടോ? കുറച്ചൊക്കെയല്ലേ ബാധിക്കാറുള്ളൂ, വല്ലാണ്ട് ബാധിക്കാറുണ്ടോ? തൻ്റെ ദുഃഖം പോലെ തോന്നാറുണ്ടോ മറ്റുള്ളവരുടെ ദുഃഖം? ഉണ്ടോ? എനിക്കിപ്പോൾ ഒരു വയ്യായ വന്നു, നിങ്ങൾക്ക് വല്ലാണ്ട് ദുഃഖം ഉണ്ടാവുമോ? ഇന്ന് വന്നാൽ ഉണ്ടാവും, നാളത്തെ പരിപാടി ഉണ്ടാവില്ലല്ലോ ഉള്ള ദുഃഖം. നാളെയും കൂടി കഴിഞ്ഞു വെച്ചാൽ എന്തായാലും ഞായറാഴ്ച കഴിഞ്ഞിട്ടല്ലേ. ദുഃഖം ഉണ്ടാവില്ല പറയണില്ല, അത്ര ഉണ്ടാവില്ല, വല്ലാതെ ഉണ്ടാവില്ല. കാരണം അത് ഞാൻ അല്ല, നിങ്ങളല്ല ഞാൻ. അതുകൊണ്ടാണ്. അവനവൻ്റെ കുട്ടിക്ക് വന്നാലോ ഉണ്ടാവും. എന്നാൽ ദുഃഖം ഉണ്ടാവാൻ കാരണം എന്താ? ആ കുട്ടിയിൽ ഞാൻ എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ്, എൻ്റെ കുട്ടിയാണെന്നുള്ളതുകൊണ്ടാണ്. താതാത്മ്യം, ശരീരത്തിനോടുള്ള താതാത്മ്യം, ശരീരത്തിനോട് മാത്രമല്ല കുട്ടിയോടുള്ള താതാത്മ്യം. കല്യാണം കഴിച്ചാൽ ഭാര്യയോടുള്ള താതാത്മ്യം. ഭാര്യയ്ക്ക് വയ്യാതെ വന്ന വലിയ വേദന ഉണ്ട്, മനസ്സിന് വല്ലാത്ത വേദന, പ്രയാസമുണ്ട്. കാരണം തൻ്റെ ഭാര്യ ആയതുകൊണ്ടല്ലേ. കല്യാണം കഴിക്കുന്നതിൻ്റെ മുമ്പാണ് ഭാര്യയ്ക്ക് വയ്യാച്ച വേദന ഉണ്ടോ? ഉണ്ടോ? ഡൈവേഴ്സിന് ശേഷമാണെങ്കിലോ സന്തോഷം ഉണ്ടായിരുന്നു, നന്നായി. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ എവിടെയാണ് ദുഃഖം ഉണ്ടാവുന്നത്? വസ്തുവിൽ നിന്നല്ല, താതാത്മ്യം. അതിൽ ഞാൻ വയ്ക്കുമ്പം ഇതെൻ്റെ പ്രദേശം, ഇതെൻ്റെ നാട്, എൻ്റെ സ്ഥലം, എൻ്റെ ശരീരം, എൻ്റെ എന്നുള്ള വിചാരം ഉണ്ടാകുമ്പം അതിലൊക്കെ ഞാൻ വിചാരിക്കുകയാണ് അതെൻ്റെ കുഴപ്പമാണ്, അതിൻ്റെ കുഴപ്പമല്ല. ഞാൻ വിചാരിക്കുകയാണ് അത് എൻ്റെ നാടാണ്, എൻ്റെ ആളുകളാണ്, ഇതൊക്കെ എൻ്റെ എന്ന് വിചാരിക്കുമ്പോഴാണ് ഈ ബുദ്ധിമുട്ട്. സിനിമ കണ്ട് ദുഃഖിക്കാറില്ലേ? നായകൻ മരിച്ചു വെച്ചാൽ നമ്മളും കരയാറില്ലേ? അത് അയാളുടെ കാര്യമാണ്, നമ്മളുടെ അല്ല. അയാൾ അഭിനയിക്കുകയാണ്, അതൊന്നും ഇഷ്ടണ്ടേ?
ഇതൊക്കെ അറിയാണ്ട് പോകുന്നല്ല, അതൊക്കെ നിശ്ചയുണ്ട്. അത് ഉള്ളതൊന്നുമല്ല. അത് കാശ് കിട്ടാൻ വേണ്ടി അഭിനയിക്കാന്നൊക്കെ നിശ്ചയുണ്ടായിട്ട് പോലും അദ്ദേഹത്തിന് വിഷമമുണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ വിഷമമായിട്ട് തോന്നാറില്ലേ? എന്താ കാരണം? താതാത്മ്യം. അത് ഞാൻ അങ്ങോട്ട് വിചാരിച്ചാൽ ദുഃഖം ഉണ്ടാവും, നേരെ മറിച്ച് അത് ഞാനല്ല എന്നറിഞ്ഞാൽ ദുഃഖം ഉണ്ടാവില്ല. സാക്ഷിയായിട്ടിരുന്നാൽ പ്രയാസമില്ല. നമ്മൾ ഒരു ഭാഗത്ത് സാക്ഷിയായിട്ടിരിക്കണമുണ്ടെന്ന ഒരു ഭാഗത്ത് താതാത്മ്യം ഉണ്ട്, അതുകൊണ്ടാണ് ദുഃഖം ഉണ്ടാവുന്നത്. നമുക്കറിയാം, തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുമ്പോൾ തന്നെ ബാധിക്കുന്നില്ല എന്ന് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അവിടെ വെള്ളപ്പൊക്കം വരുമ്പോൾ നമ്മൾ എണീറ്റ് പോകാത്തത്. അതവിടെ മാത്രമാണ് നമ്മളെ ബാധിക്കുന്നില്ല. പക്ഷേ ആ വെള്ളപ്പൊക്കത്തിൽപ്പെട്ട് പലരും കരയണത് കാണുമ്പോൾ നമുക്കും സങ്കടം വരുന്നുണ്ട്. സിനിമ കാണുമ്പം സിനിമയിൽ തീ പിടിച്ചാൽ നമ്മൾ എണീറ്റ് ഓടുക. നമുക്കറിയാം സിനിമയിലാണ്, തിയേറ്ററിലല്ല. അത് സിനിമയിലാണ് തീ പിടിച്ചത് നമുക്കറിയാം. ഒരു ഭാഗത്ത് അറിയുമ്പോഴും ആ തീ പൊള്ളലേറ്റ് പലരും കരയുമ്പോൾ നമ്മളും തീരുന്നുണ്ട്, നമുക്കും പൊള്ളലേറ്റതുപോലെ നമ്മൾ കരയുന്നുണ്ട്. ഒരു ഭാഗത്ത് ഉറപ്പുണ്ട് അത് എന്നെ ബാധിക്കില്ല എന്ന്, ഒരു ഭാഗത്തോ അറിയാതെ അതിനോടൊരു താതാത്മ്യം. ഇത് ഉറപ്പില്ല എന്നർത്ഥം, പൂർണ്ണമാവണില്ല. ഇതുപോലെ തന്നെയാണ് ജീവിതത്തിലും. നേരെ മറിച്ച് സാക്ഷിയായിട്ടിരിക്കുമ്പം അത് ബാധിക്കില്ല. തനിക്ക് വരുന്ന ദുഃഖവും താൻ മാറിയെന്നൊന്ന് കണ്ടു നോക്കൂ. തനിക്ക് ദുഃഖം വരുമ്പോഴും വേറൊരാൾക്ക് വന്നാൽ നമ്മൾ എങ്ങനെ കാണുമോ അതുപോലെ മാറി ഒന്ന് കാണാൻ ശ്രമിച്ചാൽ അവർക്ക് പിന്നെന്തില്ല, അവർക്ക് ദുഃഖം എന്ന് പറഞ്ഞതില്ല. അതാണ് അവിദ്ധതർക്ക് സാക്ഷിയായിട്ടിരിക്കുക. അതാണ് മുഖ്യം. അത് ശീലിക്കുക. ഇവിടെ ഗജേന്ദ്രൻ അത് ശീലിക്കുകയാണ്. താൻ സാക്ഷിയായിട്ടിരിക്കുക. ആരാണ് ഞാൻ? ഈ ശരീരമാണോ? ഈ ആന എന്ന ശരീരമാണോ? ഈ കടിച്ച മുതലയിലും ഞാനില്ലേ? എന്താണ്? കടിച്ച മുതലയിൽ ഈശ്വരല്ലേ? എന്നിലും ഈശ്വരല്ലേ? വാസ്തവത്തിൽ എൻ്റെ അടിസ്ഥാനം ഈശ്വരനല്ലേ? ആ മുതലയുടെ അടിസ്ഥാനം ഈശ്വരനല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ടും ഒന്നല്ലേ? ഇങ്ങനെയൊക്കെ വിശാലമായിട്ട് അങ്ങോട്ട് ചിന്തിക്കാൻ തുടങ്ങിയതോടുകൂടി ദുഃഖം ആർക്കില്ലേണ്ടിയാവണം? ഗജേന്ദ്രന് ദുഃഖമില്ലേണ്ടിയാവും. ഗജേന്ദ്രൻ പറയുകയാണ്, ഇപ്പം എനിക്കൊരു ദുഃഖമില്ല ഭഗവാനെ. ഏകാന്തിനോ യസ്യന കഞ്ചനാർത്ഥം വാഞ്ചന്തി യേ വൈ ഭഗവത് പ്രപന്നാഹ അത്യദ്ഭുതം തച്ചരിതം സുമംഗളം. സത്യം പറഞ്ഞാൽ കുറച്ച് മുമ്പ് എനിക്ക് പ്രയാസം ഉണ്ടായിരുന്നു ഈ തടാകത്തിൽ നിന്ന് അങ്ങനെ മുങ്ങിപ്പോണ സമയത്ത്. പക്ഷേ ഇപ്പം എനിക്ക് ഈ തടാകത്തെ അങ്ങനെ ബുദ്ധിമുട്ടായി തോന്നുന്നില്ല. കാരണം അങ്ങയുടെ കഥകൾ ഓർത്ത സമയത്ത്, അങ്ങയെപ്പറ്റി വിചാരം ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഈ തടാകം ആനന്ദസമുദ്രമഗ്നാഹ, ഇത് സംസാര സമുദ്രമല്ല, ആനന്ദസമുദ്രമായിട്ട് തോന്നുന്നു. ഒരേ ജീവിതം, ഒരേ ലോകം, ഒരേ സ്ഥലം, ഒരേ വീട്. ഭാഗവതം വായിക്കുന്നതിൻ്റെ മുമ്പ് നരകമായിരുന്നു. ഭാഗവതം വായിച്ചു തുടങ്ങിയപ്പോൾ എന്തായി? വൈകുണ്ഠം. എന്താണ്? വീടിനൊരു മാറ്റം. പണ്ടത്തെ വീട് തന്നെയാണ്, മാറിയിട്ടൊന്നുമില്ല. പക്ഷേ വായിച്ചു തുടങ്ങിയപ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് മാറുകയാണ്. ഇവിടെ ഇപ്പം ഗജേന്ദ്രന് മുതലെന്നൊരു വിഷയം തോന്നുന്നില്ല. ഈ ഭവസാഗരം ബുദ്ധിമുട്ടായി തോന്നണില്ല. അദ്ദേഹം പറയണത് എന്താ? ഞാനിപ്പം ആനന്ദസമുദ്രമഗ്നാഹ. നമുക്കുള്ള പാഠമാണ്. ഈ കുടുംബജീവിതം ബുദ്ധിമുട്ടില്ലാണ്ടിരിക്കണമെങ്കിൽ തത്വവിചാരം ചെയ്യൂ. കുറച്ചെങ്കിലും അരമണിക്കൂറെങ്കിലും ഭാഗവതം പഠിക്കാൻ ശ്രമിക്കൂ, അല്ലെങ്കിൽ ഗീത, ആധ്യാത്മികമായിട്ടുള്ള വിഷയങ്ങൾ. നമ്മൾ അധിക നേരവും കാണുന്നതും കേൾക്കണതും ഒക്കെ വേണ്ടാത്തതാണ്. വേണ്ടാത്തതെന്ന് പറഞ്ഞാൽ മനസ്സിനെ താഴ്ത്തുന്നതാണ്. അതാണ് വേണ്ടാത്തതാണോ ചോദിച്ചാൽ എനിക്ക് ഓരോരുത്തർക്കും വേണ്ടത് മനസ്സിനെ അധപ്പതിപ്പിക്കണമെന്നാണെന്ന് അർത്ഥം. ആത്മവിശ്വാസം ഇല്ലാണ്ടിയാക്കണതാണ്, ഒരു തെളിച്ചം ഇല്ലാണ്ടിയാക്കണതാണ്. അതുകൊണ്ട് കുറഞ്ഞ സമയമെങ്കിലും ഒന്ന് ചാർജ് ചെയ്യാൻ ശ്രമിക്കൂ ഈ മനസ്സിനെ. ഇല്ലെങ്കിൽ ഭാവിയിൽ വലിയ നിരാശ ഉണ്ടാവും. എന്താണ്? ഇന്നിപ്പോൾ പലർക്കും അതാണ് അവസ്ഥ. ഡിപ്രഷൻ, ആങ്സൈറ്റി, സ്ട്രെസ്ഡ്, എനിക്കാണ് ഓരോ ഭാഷ. ഇപ്പം കുട്ടികൾ LKG കുട്ടി പറയുന്നുണ്ട് എന്ത് ഡിപ്രഷനാണ്. എന്താണ്? LKG കുട്ടി എങ്ങനെ നമ്മളെ കൂടെ അല്ലേ കഴിയുന്നത്? അങ്ങനെ ഇല്ലാണ്ടിരിക്കുക. ഇപ്പം ജന്തുക്കൾ, നായയ്ക്ക് വരണ്ട് എന്ത് കൗൺസിലിങ്. നമ്മളെ കൂടെ കഴിഞ്ഞ് ജന്തുക്കൾക്ക് വരെ അവർക്കും ഭ്രാന്താവണുണ്ട്. അവരെ ചികിത്സിക്കാൻ ഡോക്ടർമാരുണ്ട്. അതാണ് കഥ. അതുകൊണ്ട് കരുതണം എന്നർത്ഥം. ഏതായാലും ഇവിടെ ഗജേന്ദ്രന് തത്വവിചാരം ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം കുറച്ചൊക്കെ മാറ്റം വന്നു. ഭഗവാനെ സ്തുതിക്കുകയാണ്. അങ്ങ് സവൈന ദേവാസുരമർത്യതിദ്യങ് നസ്ത്രീന ഷണ്ഡഹാന പുമാന്ന ജന്തുഹു. ഇതൊക്കെ ഉപനിഷത്താണ്. അങ്ങ് പുരുഷനല്ല, സ്ത്രീയല്ല, ഷണ്ഡനല്ല, ജന്തുവല്ല, സസ്യമല്ല, മൃഗമല്ല, പക്ഷിയല്ല. പക്ഷേ ഇതിലൊക്കെ ഉള്ളത് അങ്ങനെയാണ്. അങ്ങില്ലെങ്കിൽ ഇതൊന്നുമില്ല. എല്ലാം ഇവിടെ ഉണ്ട്. ഫാനുണ്ട്, ഫ്രിഡ്ജുണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, AC ഉണ്ട്, ഗൃഹപ്രവേശത്തിന് ഒക്കെ ഉണ്ട്. പക്ഷേ കറണ്ട് കണക്ഷൻ കിട്ടിയില്ല. എന്താണ്? എന്തിനപ്പോൾ ഇത് ഒക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക? അതൊക്കെ ഉണ്ട്. എന്തിനത്? കറണ്ട് ഇല്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളും? അപ്പോൾ അതാണ് മുഖ്യം. ഇതുപോലെ നമ്മളൊക്കെ പലരായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെയൊക്കെ ഉള്ളിലൊരു കറണ്ട് ഉണ്ട്. അതാരാ? അതൊന്നേ ഉള്ളൂ, അത് ഭഗവാനാണ്. ആ ഭഗവാൻ ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ഓഫാവാണ്ട് ഇരിക്കുന്നത്. നമ്മുടെ കേമത്വം കൊണ്ടല്ല എന്നർത്ഥം. അത് ഓഫാകുമ്പോൾ നമ്മളോട് ചോദിക്കാറുമില്ല. ഉണ്ടോ?
നോട്ടീസ് തരാറുണ്ടോ? 2037 ഞാൻ, അല്ലെങ്കിൽ കുറച്ചങ്ങോട്ടെ നല്ലോണം ആയിക്കോട്ടല്ലേ, ഇങ്ങനെ പോവും, അല്ലെങ്കിൽ ഇന്ന ദിവസം ഞാനൊന്ന് പണി മുടക്കിട്ടോ എന്നൊക്കെ എപ്പോഴെങ്കിലും ശരീരം സൂചന തരാറുണ്ടോ? ഒന്നുമില്ല, അതൊന്നും തരില്ല. ഇതിലൊക്കെ ഉള്ളത് ഈശ്വരനാണ് താനും. എന്നാലേ ഈശ്വരൻ സ്ത്രീയാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്നാൽ സ്ത്രീ ഭഗവാനല്ലേ? അതെ, സ്ത്രീയുടെ സ്ത്രീത്വം ഭഗവാനാണ്, പുരുഷൻ്റെ പുരുഷത്വം ഭഗവാനാണ്. എന്നാൽ പുരുഷനാണ് ഭഗവാൻ എന്ന് പറയാൻ പറ്റുമോ? അത് പറ്റില്ലല്ലോ. എന്താ കാരണം? പുരുഷനാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ സ്ത്രീ അല്ല എന്ന് വരില്ലേ? അതാണ് കുഴപ്പമേ. ഇപ്പം ഭാഷയ്ക്ക് പരിമിതി ഉണ്ട്. ലൗകിക വിഷയങ്ങൾ വർണ്ണിക്കുന്നത് പോലെ വർണ്ണിക്കാൻ സാധിക്കില്ല. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും തൃക്ക് പോരുള്ളം ആണ്. ഇന്നതെന്ന് പറയാൻ പറ്റില്ല. ഇന്നതല്ല പറയാം. അതാണ് നേതി. ഉപനിഷത്ത് അങ്ങനെയാണ് പറയാം. ഇതുമല്ല, സ്ത്രീ അല്ല എന്നല്ല, സ്ത്രീയുമല്ല, പുരുഷനല്ല എന്നല്ല, പുരുഷനുമല്ല. പുരുഷൻ്റെ പുരുഷത്വം ഭഗവാനാണ്, സ്ത്രീയുടെ സ്ത്രീത്വം ഭഗവാനാണ്, ഷണ്ടൻ്റെ ഷണ്ടത്വം ഭഗവാനാണ്. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടോ, ആ ഉണ്ടെന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ പറയണത് എന്താണെന്നറിയോ? ഈശ്വരനുണ്ട്. എന്താണ്? പക്ഷെ നമ്മളത് അറിയണില്ല. ഞാനുണ്ട്, നീയുണ്ട് പറയുമ്പോൾ പറയണത് എന്താ? ഉണ്മ ആരുടെയാണ്? അത് ഭഗവാന്റെ സ്വരൂപം. അപ്പം നമ്മൾ പറയണത് ഈശ്വരനുണ്ട്, ബ്രഹ്മമുണ്ട്, ബോധമുണ്ട് എന്നാണ് നമ്മൾ അറിയാണ്ട് പറയണത്. അതൊന്ന് അറിഞ്ഞാൽ സമാധാനമായിട്ടിരിക്കാം, അറിഞ്ഞില്ലെങ്കിൽ ദുഃഖിക്കാം. ഇവിടെ അറിയാൻ ശ്രമിച്ചു, അതോടുകൂടി ഗജേന്ദ്രനുണ്ടാവുന്ന മാറ്റം ലോകാവരണസ്യ മോക്ഷം. ഭഗവാനെ, അങ്ങനെ ഈ മുതലയുടെ പിടിന്ന് രക്ഷപ്പെടുത്തണം എന്ന് ഗജേന്ദ്രൻ ഒരു ശ്ലോകത്തിൽ പോലും പറഞ്ഞില്ല. അനവധി ശ്ലോകം ചൊല്ലി, പക്ഷേ ഒരു ശ്ലോകത്തിലും ഇല്ല. പറഞ്ഞത് ലോകാവരണസ്യ മോക്ഷം. ഈ ലോക ആവരണത്തിൽ നിന്ന് രക്ഷിക്കണേ. ആവരണം എന്ന് പറഞ്ഞാൽ മായയുടെ ഒരു ശക്തിയാണ്. ആവരണം, വിക്ഷേപം, രണ്ട് ശക്തികളാണ്. ആവരണം എന്ന് പറഞ്ഞാൽ മറച്ചു വയ്ക്കുക, വിക്ഷേപം എന്ന് പറഞ്ഞാൽ വേറൊന്നായിട്ട് തോന്നിപ്പിക്കുക. ഇവിടെ ഈശ്വരനെ മറച്ചു വെച്ചു, എന്നിട്ടോ പ്രപഞ്ചമായിട്ട് തോന്നിപ്പിച്ചു. നമ്മളാരും ഈശ്വരനെ കാണുന്നുണ്ടോ? ഉണ്ടോ? നമ്മൾ പ്രപഞ്ചമല്ലേ കാണുന്നത്. നമ്മളിവിടെ കസേരല്ലേ കാണുന്നത്, പ്ലാസ്റ്റിക് കാണുന്നുണ്ടോ? പറഞ്ഞപ്പോഴേ കണ്ടുള്ളൂ. നമ്മൾ കസേര എന്നുള്ള നാമം മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. അതിൻ്റെ അടിസ്ഥാനം പ്ലാസ്റ്റിക് എന്നുള്ള കാര്യം മറന്നുപോയില്ലേ? ഇതുപോലെ നമ്മൾ മനുഷ്യനും മൃഗം അതിൽ തന്നെ പല വ്യത്യാസമൊക്കെ കാണുന്നുണ്ടെങ്കിലും ഇതിൻ്റെ അടിസ്ഥാനം ബ്രഹ്മമാണെന്നുള്ള കാര്യം മറന്നു പോണു. ആവരണം എന്ന് പറഞ്ഞാൽ മറച്ചു വയ്ക്കുക. ഇവിടെ ആ പ്ലാസ്റ്റിക്കിനെ മറച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ എന്താക്കി കാണിച്ചു? അത് കസേര എന്നുള്ള രീതിയിൽ കാണിച്ചു. കയറിനെ മറച്ചു വെച്ചു, ഒരു കുഴപ്പമില്ല. പക്ഷേ പാമ്പായിട്ട് കാണിച്ചു, പേടിയുണ്ടാവില്ലേ? വാസ്തവത്തിൽ അവിടെ കയറാനുള്ളത്. ആ കയറിനെ പാമ്പായിട്ട് കാണിക്കുക, ഇതാണ് ബുദ്ധിമുട്ട്. വാസ്തവം അറിയാതെ ദുഃഖിക്കുക. നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയെങ്കിൽ നമ്മൾ ദുഃഖിക്കില്ല. വാസ്തവം അറിയാത്തതുകൊണ്ടാണ് നമ്മളൊക്കെ ഒരു വ്യക്തത ഇല്ല. അതാണ് ഇങ്ങനെ എപ്പോഴും നിരാശ, ദുഃഖം ഒക്കെ വ്യക്തമായിട്ട് അങ്ങോട്ട് മനസ്സിലാക്കി പിന്നെ പ്രയാസമുണ്ടോ, പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒന്ന് വ്യക്തമാക്കി തരണേ. ഈ തത്വമൊക്കെ ഞാൻ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്, പറയുന്നുണ്ട്, എങ്കിലും എനിക്കൊരു തെളിച്ചില്ല, പൂർണ്ണമാവണില്ല. അങ്ങനെയുള്ള അനുഭൂതി അങ്ങ് തരണേ. അങ്ങൻ്റെ ഗുരുനാഥനല്ലേ. അങ്ങനെ ഭഗവാനെ ആശ്രയിച്ച സമയത്ത് ഭഗവാൻ തന്നെ രൂപം ധരിച്ചു വരികയാണ്. നമ്മൾ ശാസ്ത്രം പഠിക്കാനുള്ള അർഹത നേടിക്കഴിഞ്ഞാൽ ഭഗവാൻ തന്നെ ഗുരുനാഥൻ്റെ രൂപത്തിൽ വരും. എങ്ങനെയാണോ അയാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുക, ആ മട്ടിൽ പറയാൻ ഭഗവാൻ തയ്യാറാവും. പക്ഷേ നമുക്ക് ആഗ്രഹം വേണം. ഇവിടെ ഗജേന്ദ്രൻ അതിനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. ഏവം ഗജേന്ദ്രമുപവർണിത നിർവിശേഷം ബ്രഹ്മാദയോ വിവിധ ലിംഗപിതാഭിമാന നൈതേയതോപസൃപുഃ നിഖിലാത്മകത്വാ തത്ര അഖിലാമരമയോ ഹരിഹി ആവിരാസീത്. ഹരിഹി എന്ന് പറഞ്ഞാൽ അജ്ഞാനമില്ലാണ്ടാക്കുന്നവൻ. ഹരിർ ഹരതി പാപാനി. ഹരി എന്ന് പറഞ്ഞാൽ അപഹരിക്കുന്നവൻ, മോഷ്ടിക്കുന്നവൻ. എന്താ മോഷ്ടിക്കുക? പാപം. പാപം എന്ന് പറഞ്ഞാൽ എന്താ? അജ്ഞാനം. ഏറ്റവും വലിയ പാപം എന്താ? ഭാഗവം വായിക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ കേൾക്കാണ്ടിരിക്കുക. അതുതന്നെയാണ് അജ്ഞാനിയായിട്ടിരിക്കുക. എനിക്ക് ജ്ഞാനം വേണ്ട, എനിക്ക് അറിയണമെന്ന് മോഹൻ, എനിക്കിത് മതി, ഇങ്ങനെ ഈ പൊട്ടക്കിണറ്റിൽ കഴിഞ്ഞാൽ മതി. തവള പാറ്റയും പിടിച്ച് കഴിയുന്നത് പോലെ സമുദ്രത്തെ പറ്റി എനിക്ക് അറിയണമെന്നില്ല. ഒന്ന് അറിഞ്ഞു നോക്കൂ, സുഖാണേ. അറിയണമെന്നില്ല. പക്ഷേ അറിയണമെന്ന് ആഗ്രഹിക്കും, അപ്പോഴേക്കും വൈകി പോകും. എന്താണ്? ഇപ്പോഴുള്ള പലതും സുഖിപ്പിക്കണത് സുഖം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഇത് ദുഃഖിപ്പിക്കുമ്പോഴാണ് വേറൊന്ന് അന്വേഷിക്കുക, അപ്പോഴും കിട്ടാൻ വേണ്ടിയാവും. ആ ഒരു പ്രശ്നം. ഇന്ന് അനുഭവിക്കുന്നത് പലതും സുഖമല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കില്ല. വരദൂഷണം പറയുമ്പോൾ സുഖമില്ല പറഞ്ഞാൽ സമ്മതിക്കുമോ? ഭാഗവതം വായിക്കുന്നതിനേക്കാൾ സുഖം ഇല്ലേ? ഇല്ല, ഉണ്ട്. സുഖമില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. കുറ്റം പറയുമ്പോഴൊക്കെ സുഖമൊക്കെ ഉണ്ട്, പക്ഷേ അത് പിന്നീട് ദുഃഖിപ്പിക്കും, ഉറപ്പാണ്. കുറച്ച് കഴിഞ്ഞാൽ കഷ്ടമായി പോയി, അങ്ങനെയൊന്നും പറയണ്ടില്ലായിരുന്നു എന്ന് നാളെ തോന്നും.
കണ്ടു ഉയനേന കരയോരിവ ദുഃഖം. ഇപ്പം കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും പലതും ചെയ്യുമ്പോഴുള്ള ഈ ഒരു സുഖം നാളെ ദുഃഖിപ്പിക്കും. പ്രഹ്ലാദൻ പറയുന്നുണ്ട്, അത് ചൊറിയണത് പോലെ. ചൊറിയുമ്പോൾ നല്ല സുഖമാണ്. ഉച്ചക്കൊക്കെ ഇരുന്ന് ഇങ്ങനെ ചൊറിയുമ്പോൾ നല്ല സുഖമാണ്. വൈകുന്നേരം കുളിക്കുമ്പോൾ തോന്നും ചൊറിയേണ്ടില്ലായിരുന്നു, വെറുതെ ഉച്ചയ്ക്ക് കുറേ ചൊറിഞ്ഞു, വേണ്ടില്ലായിരുന്നു എന്ന് വൈകുന്നേരം തോന്നും. ഇതുപോലെ ജീവിതത്തിൻ്റെ വൈകുന്നേരം സായാഹ്നം പ്രായമാകുമ്പോൾ എന്നർത്ഥം. ഇന്ദ്രിയങ്ങൾ ക്ഷീണിക്കുമ്പോൾ കഷ്ടമായി, വേണ്ടില്ലായിരുന്നു, വെറുതെ നേരം കളഞ്ഞു ഞാൻ. ആ സമയത്ത് കുറച്ചൊക്കെ തത്വവിചാരം ചെയ്താൽ മതിയായിരുന്നു, ചെയ്തില്ല. ലോകവിഷയങ്ങളുടെ പിന്നാലെ ഓടി, ഒരാവശ്യമില്ലാത്ത വിഷയങ്ങളുടെ പിന്നാലെ, അത് കേമെന്ന് വിചാരിച്ച് ഓടി. പണത്തിൻ്റെ പിന്നാലെ, പ്രശസ്തിയുടെ പിന്നാലെ. എന്ത് കാര്യം? ഇതൊന്നും അവസാന കാലത്ത് രക്ഷിക്കാൻ വരുന്നില്ലല്ലോ എന്നുള്ള ദുഃഖം. ഹരിർ ഹരതി പാപാനി, ആ അജ്ഞാനത്തെ ഇല്ലാണ്ടിയാക്കാൻ വേണ്ടി ഭഗവാൻ ആ ഗജേന്ദ്രൻ്റെ മുന്നിൽ അവതരിച്ചു. ഛന്തോമയേന ഗരുഡേന. എങ്ങനെയാണ് വന്നത്? ഛന്തസ്സാകുന്ന ഗരുഡൻ്റെ പുറത്ത്, ഛന്തസ് പറഞ്ഞ അറിവ്, വേദം എന്നർത്ഥം. വേദമാകുന്ന ഗരുഡൻ്റെ പുറത്ത് ഗുരുനാഥനായും കൊണ്ട് ഭഗവാൻ വന്നു. ആ ഭഗവാൻ എന്താ സമർപ്പിക്കേണ്ടത്? തൻ്റെ ഗുരുനാഥൻ തന്നെ അനുഗ്രഹിക്കാനായിട്ട് വരുമ്പം ഗജേന്ദ്രൻ കുറേ അന്വേഷിച്ചു, വല്ലതും ഉണ്ടോ ഭഗവാന് കൊടുക്കാൻ. കുറേ ഉണ്ടായിരുന്നു താമരകൾ, അതൊക്കെ ആർക്ക് കൊടുത്തു? ആ താമര മുഴുവൻ പിടിയാനകൾക്ക് കൊടുത്തു, കുട്ടിയാനകൾക്ക് കൊടുത്തു. കുറേ ഉണ്ടായിരുന്നു സമയമാണ് താമരയായിട്ട് പറഞ്ഞത്. മനസ്സ് എന്നർത്ഥം. മനസ്സ് സമയം ഒന്ന് തന്നെ. നമ്മൾ ഈ മനസ്സും സമയവും കൂടുതലും കൊടുക്കുന്നത് ആർക്കാ? റീൽസ് കാണാൻ. കണ്ടത് ഇത് തീരലായിട്ടുണ്ടാവില്ല. കഴിഞ്ഞ അടുത്തത് വരെ. അതാണ് ലോകത്തിന് കൊടുത്തു, പലതിനും വേണ്ടി കൊടുത്തു, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു മെച്ചവും ജീവിതത്തിൽ ഉണ്ടാവണില്ല. ഇങ്ങനെ ലോകവിഷയങ്ങൾക്ക് വേണ്ടി സമയം കൊടുത്തു. ഇപ്പോൾ തന്നെ രക്ഷിക്കാൻ വന്നത് ആരാ? ഗുരുനാഥനാണ്, അല്ലെങ്കിൽ ഭഗവാനാണ്. ആ ഭഗവാന് കൊടുക്കാൻ എന്തില്ല? താമര ഇല്ല, മനസ്സില്ല. കഷ്ടമായിപ്പോയി. അവസാനം ഈ പരിഭ്രമം കണ്ട സമയത്ത് ഭഗവാൻ തൻ്റെ കയ്യിലുള്ള താമര തന്നെ ഒഴുക്കി കൊടുത്തു. അത്രേ. താൻ എന്തെങ്കിലും തരണം എന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ പിന്നെ താമര സമർപ്പിച്ചോളൂ. ഗജേന്ദ്രൻ അറിഞ്ഞില്ല, കണ്ണൊക്കെ വെള്ളത്തിലാണ്, തുമ്പിക്കൈ മാത്രമേ മുകളിലുള്ളൂ. അങ്ങനെ പരത്തിയ സമയത്ത് താമര കണ്ടു. അത് തൻ്റെ താമരയാണെന്ന് തെറ്റിദ്ധരിച്ചു. ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പം നമ്മുടെ കാശ് ചിട്ടല്ലേ ഭണ്ണാരത്തിലിടുന്നത്, കാശാരുടെ. ഭഗവാൻ നമ്മളങ്ങനെ നോക്കും, താനെന്ത് പരിപാടിയാണ് ചെയ്യണത്. എൻ്റെ കാശ് താൻ കുറച്ച് ദിവസം പോക്കറ്റിലിട്ടു, ഇപ്പോൾ എനിക്ക് തന്നെ തോന്നുന്നു, ഇത്രയല്ലേ ഉള്ളൂ. ഭഗവാൻ തന്നെയാണത്, എല്ലാം ഭഗവാന്റെയാണ്. നമ്മളടക്കി വ്യവഹരിക്കുന്നു, കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. എന്നാലും തൻ്റേതായിട്ട് കൊടുക്കാൻ മോഹം ഉണ്ടെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് കരുതി ആ താമര അത് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. ഇത് കേവലം ഒരു താമരയല്ല, എൻ്റെ മനസ്സാണ്. ഞാൻ ഇനിയുള്ള സമയം അങ്ങേക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. നാരായണ, നാരത്തിൽ അയനം ചെയ്യുന്നവൻ, ജ്ഞാനി എന്നർത്ഥം. നാരായണൻ എന്ന് പറഞ്ഞാൽ, നാരെന്ന് പറഞ്ഞാൽ പരബ്രഹ്മം എന്നർത്ഥം. നാരം പരമാത്മക വിഷയം. അഖില ഗുരോ, എല്ലാവർക്കും ഗുരുനാഥനായിട്ടിരിക്കുന്ന ഭഗവാനെ അഖില ഗുരോ. എന്താ വിളിച്ചത്? ഒരു ശിഷ്യം വിളിക്കുകയാണ്. അതാണ് ഈ, അല്ലെങ്കിൽ വേറെ എന്തൊക്കെ പേര് വിളിക്കായിരുന്നു. ഇപ്പം ഗജേന്ദ്രൻ എന്തൊക്കെ വിളിക്കുക? ഗുരുവായൂരപ്പ വിളിച്ചാൽ പോരെ, കൃഷ്ണ വിളിച്ചാൽ പോരെ. എന്താ വിളിച്ചത്? അഖില ഗുരോ ഭഗവൻ നമസ്തേ. അല്ലയോ ഗുരുനാഥ, അങ്ങേക്ക് നമസ്കാരം എന്ന് പറഞ്ഞ് തൻ്റെ കയ്യിലുള്ള താമര ഭഗവാന്റെ നേരെ നീട്ടി. ഭഗവാൻ ആ ഗജേന്ദ്രനെ കണ്ട് രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ മുതലായിട്ട് വരുന്നത് രക്ഷിച്ചാൽ മാത്രം മതിയായിരുന്നു പോരെ. അപ്പോൾ ഗജേന്ദ്രൻ ആരാവും? പഴയതുപോലെ തന്നെ ശാപമോക്ഷം കിട്ടി അങ്ങനെ അദ്ദേഹം ഇന്ദ്രദ്യുമ്നൻ രാജാവാവും, പിന്നെ രാജ്യം ഭരിക്കും. ഇനി വേണ്ട ഗജേന്ദ്ര, താൻ ഇനി ദുഃഖിക്കാനേ പാടില്ല. താൻ അങ്ങനെ ഇന്ദ്രദ്യുമ്നായിട്ട് കഴിയുമ്പോൾ തന്നെ ഈ ഇതല്ലെങ്കിൽ വേറൊരു മുതല പിന്നെയും ഒന്ന് കടിക്കും. നമ്മൾ എത്ര മുതലകൾ കടിച്ചു? കുട്ടിക്കാലത്ത് കടിച്ച മുതലല്ല ഇപ്പം കടിക്കുന്നത്. മുതലാന്ന് പറഞ്ഞാൽ ആഗ്രഹം. കുട്ടിക്കാലത്തുള്ള ആഗ്രഹമാണോ ഇപ്പോൾ ഉള്ളത്? കുട്ടിക്കാലത്ത് ബലൂൺ മതിയായിരുന്നു, ബിസ്ക്കറ്റ് മതിയായിരുന്നു, വേറൊന്നും വേണ്ട. ബിസ്ക്കറ്റ് വേണം. ഇപ്പോൾ സ്വർണ്ണ ബിസ്ക്കറ്റ് വേണം. വ്യത്യാസമുണ്ട്. അല്ല, ബിസ്ക്കറ്റ് തന്നെയാണെങ്കിലും ഓരോ കാലത്ത് ഓരോന്നാണ് ആഗ്രഹം. ഓരോ കാലത്ത് ഓരോരോ പ്രലോഭനങ്ങൾ മുന്നിലുണ്ടാവും. കുട്ടിക്കാലത്ത് മിഠായി ആയിരിക്കും, കളിപ്പാട്ടായിരിക്കും, കുറച്ചുകൂടി കഴിഞ്ഞു വിദ്യാഭ്യാസമായിരിക്കും, കുറച്ച് കഴിഞ്ഞാൽ ജോലി, വേറെ ഒന്നും വേണ്ട. പിന്നെയോ നല്ല ശമ്പളം, അത്ര പോരാ, ഒരു മാസം ഒരു 10 ലക്ഷം കിട്ടാൻ പാകത്തിലുണ്ടായി. അത് കിട്ടിയാൽ സന്തോഷമൊന്നും ആവില്ല. പിന്നെ കല്യാണം, കുട്ടി, എന്നാലും മുഖം നോക്കിയ ഒരു സന്തോഷം ഉണ്ടാവില്ല. നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അങ്ങനെ കിട്ടിയ സന്തോഷമാവുമെന്ന് വിചാരിക്കുകയാണ്. അത് കിട്ടുമ്പോഴാണ് മനസ്സിലാവുക ഇതിലല്ല ഇരിക്കണത് കേട്ടോ, സന്തോഷം വെടിന്നല്ല ഇരിക്കണത് ഭഗവാനിലാണെന്ന് അപ്പോഴും ബോധ്യമാവുന്നില്ല. അത് ഗജേന്ദ്രനെ ബോധ്യമായി. ഭഗവാൻ ബോധ്യപ്പെടുത്തി കൊടുത്തു. ഗജേന്ദ്രനെ ഇന്ദ്രദ്യുമ്നനാവാൻ സംഭവിച്ചില്ല, താനാക്കി മാറ്റി. ഇപ്പം ഗജേന്ദ്രനെയും ഭഗവാനെയും കണ്ടാൽ ഒരുപോലെ ആണ്. ഭഗവാൻ താനാക്കി മാറ്റി. അത് പറ്റൊരു കഴിവാണ്. അത് ഗുരുനാഥനെ പറ്റുള്ളൂ. എന്ത്?
തന്നെ പോലെ ആക്കുക. തൻ്റെ സമീപിക്കുന്ന ശിഷ്യനെ ആരാക്കി മാറ്റും? പ്രയച്ഛതി ഗുരുപ്രീത വൈകുണ്ഠം യോഗി ദുർലഭം ചിന്താമണി ലോകസുഖം സുരദ്രുഹു സ്വർഗസമ്പദം. ചിന്താമണി എന്ന് പറഞ്ഞൊരു രത്നമുണ്ട്. ആ രത്നം തന്നെ തൊടുന്ന ലോഹങ്ങളെയൊക്കെ സ്വർണ്ണാക്കി മാറ്റും. എന്താണ്? അങ്ങനെ രത്നം കിട്ടിയത്ര നന്നായില്ലേ? ചിന്താമണി എന്ന രത്നം തന്നെ തൊടുന്ന ലോഹങ്ങളെ മുഴുവൻ എന്താക്കി മാറ്റും? സ്വർണ്ണാക്കി മാറ്റും. സ്വർണ്ണാക്കി മാറ്റല്ലേ ഉള്ളൂ, ചിന്താമണിയാക്കി മാറ്റുമോ? അതില്ല, അത് ചെയ്യില്ല. അത് സ്വർണ്ണാക്കി മാറ്റും. ഇതുപോലെയാണ് ലോകത്തുള്ള പലരും അത്യാവശ്യം നേരെയാവാനുള്ളതൊക്കെ കൊടുക്കും, പക്ഷെ തന്നെക്കാൾ ഉയരാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ തൻ്റെ അത്രയാക്കാൻ സമ്മതിക്കില്ല. പക്ഷേ ഗുരുനാഥൻ്റെ പ്രത്യേകത ഗുരുപ്രീത വൈകുണ്ഠം, തന്നെ തന്നെയാക്കി മാറ്റും. തന്നെ പോലെ ആനന്ദം അനുഭവിക്കും തന്നെ ആശ്രയിച്ചവരും. ആ പാകത്തിനാക്കി മാറ്റും. അതാണ് ഗുരുനാഥൻ്റെ മഹത്വം. അതാണ് ഇവിടെ ഭാഗവതത്തിൽ ഗജേന്ദ്രമോക്ഷം എന്ന കഥ. കുറച്ചൊന്ന് ഗുരുഭക്തി കുറഞ്ഞു ഗജേന്ദ്രന്, ഇന്ദ്രദ്യുമ്നന്. അങ്ങനെയാണ് ഗജേന്ദ്രനായത്. അദ്ദേഹത്തിന് ശാസ്ത്രമൊക്കെ പഠിപ്പിച്ചു കൊടുത്ത ഗുരുനാഥൻ ഒരിക്കൽ തന്നെ കാണാനായിട്ട് വന്നു അഗസ്ത്യ മഹർഷി. ആ സമയത്ത് മൗനവ്രതമായിട്ട് വന്നു. എനിക്ക് ഭഗവാനാണ് പ്രധാനം. ആരാണ്? രാവിലെ ചൊല്ലണത് എന്താ? ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വര എന്നൊക്കെ ചൊല്ലും. ആ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയില്ല. ഗുരുനാഥനാണ് ബ്രഹ്മാവ്, ഗുരുനാഥനാണ് വിഷ്ണു, ഗുരുനാഥനാണ് മഹേശ്വരൻ, ഗുരുനാഥനാണ് പരബ്രഹ്മം എന്നാണ് പറയണത്. പക്ഷേ ഞാനിപ്പോൾ മൗനവ്രതമായിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഇപ്പം മിണ്ടാൻ പറ്റില്ല എന്നുള്ള മട്ടിൽ ഗുരുനാഥൻ വന്ന സമയത്ത് മിണ്ടാണ്ടിരുന്നു. ആര്? ഈ ഇന്ദ്രദ്യുമ്നന്. ചെയ്ത് തെറ്റാണോ? ഭഗവാനെ ആരാധിക്കുകയല്ലേ, തെറ്റൊന്നുമല്ല. പക്ഷേ ഗുരുനാഥൻ നല്ലോണം നോക്കിയപ്പോൾ മനസ്സിലായി. ഇപ്പം ഇങ്ങനെ തോന്നാൻ കാരണം എന്താ വെച്ചാൽ ഉള്ളിൽ ലേശം അഹന്തണ്ട്. അതുകൊണ്ടാണ് വകതിരിവില്ലാണ്ട് പോയത്. ഗുരുനാഥനെ കണ്ടാൽ പിന്നെ വ്രതങ്ങളൊക്കെ നിർത്തണം. താനിപ്പോൾ ഇരുന്ന് നാമം ജപിക്കുകയാണെങ്കിൽ തൻ്റെ ഗുരുനാഥൻ വീട്ടിലേക്ക് വരുന്നുണ്ട്, എന്ത് ചെയ്യണം? നാമം ജപിക്കുക. ഞാൻ എണീക്കില്ലേ പറയരുത്, എണീക്കണം. കാരണം താൻ നാമം ജപിച്ചതിൻ്റെ ഫലമാണ് അദ്ദേഹം തൻ്റെ ഗൃഹത്തിലേക്ക് വരുന്നത്. ഫലത്തെ ധിക്കരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? നമ്മളിപ്പം വിശറി കൊണ്ട് വീശാം, ചൂടെടുക്കുമ്പോഴേ വിശറി കൊണ്ട് വീശാം. എത്ര നേരം? കാറ്റടിക്കും വരെ. കാറ്റടിച്ചാൽ എന്ത് ചെയ്യണം? പിന്നെ വീശണം. ഇതുപോലെയാണ് ഈ സാധനകളൊക്കെ. എത്ര വരെയാണ് നമ്മൾ നാമം ജപിക്കുന്നതും വിളക്ക് കത്തിക്കുന്നതും പൂജ കഴിക്കുന്നതൊക്കെ? സജ്ജനങ്ങൾ വരുന്നത് വരെ. സജ്ജനങ്ങൾ വീട്ടിലേക്ക് വന്നാൽ പിന്നെ എന്ത് ചെയ്യണം? അതൊക്കെ നിർത്തി അവരെ പൂജിക്കുക വേണ്ടത്. പക്ഷെ അങ്ങനെ തോന്നിയില്ല. അതിൻ്റെ പ്രശ്നമാണ് ഇപ്പം അനുഭവിച്ചത്. ഗുരുനാഥൻ നല്ലോണം നോക്കി. ലേശം മതം അകത്തുണ്ട്. എന്താണ്? കുറച്ചൊരു അഹങ്കാരം. മതമുള്ളത് ആനയ്ക്കല്ലേ, പിന്നെ അങ്ങനെ ആവട്ടെ, ആ ഉള്ളിലുള്ള മതം കണ്ട് പോട്ടെ. ആനയായി കുറച്ച് അനുഭവിച്ച ദുഃഖങ്ങളൊക്കെ. അങ്ങനെ ആ മതം പോയി. താൻ പഠിപ്പിച്ച ആ ശാസ്ത്രം, ഉപനിഷത്ത്, അത് തെളിഞ്ഞു. സംസാര സാഗരത്തിൽ മുങ്ങിപ്പോയപ്പോഴും ഗുരുനാഥൻ്റെ കാരുണ്യം കുറഞ്ഞു പറയാൻ വയ്യ. കാരണം എന്താ? പഠിപ്പിച്ച ശാസ്ത്രം മറന്നുപോയോ? അങ്ങനെ ശപിച്ചു പറയാം. ആനയാവട്ടെ ശപിച്ചു, പക്ഷേ പഠിപ്പിച്ചതൊന്നും ഉള്ളെന്ന് പോയിട്ടില്ല. അതുകൊണ്ടാണ് ആനയായിട്ട് പോലും താൻ പൂർവ്വജന്മത്തിൽ അഭ്യസിച്ച പാഠമൊക്കെ ഓർമ്മ വന്നു. അങ്ങനെ സ്തുതിച്ച് രക്ഷപ്പെട്ടു. അതാണ് ഗജേന്ദ്രൻ്റെ കഥ. ആരാണ് മുതല? ഹൂഹൂന്ന് പേരായിട്ടുള്ള ഗന്ധർവന. തൻ്റെ കൂടെയുള്ള കുറച്ച് സ്ത്രീകളെ അവരെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് മഹാത്മാവായ ദേവല മഹർഷിയെ ഉപദ്രവിച്ചു. അദ്ദേഹം തർപ്പണത്തിന് വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പം ഇയാൾ ഊടിട്ട് പോയിട്ട് കാല് പിടിച്ച് വലിക്കുക. അത് കണ്ട് ചിരിക്കാൻ കുറേ സ്ത്രീകൾ. അവർ ചിരിക്കുമ്പോൾ ഇയാൾക്ക് ഒന്നുകൂടി ഉത്സാഹം. വീണ്ടും പോയിട്ട് അദ്ദേഹത്തെ പിടിച്ച് വലിക്കുക. മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടി മഹാത്മാക്കളെ ദ്രോഹിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിരിപ്പിക്കാൻ വേറെന്തൊക്കെ മാർഗ്ഗമുണ്ട്? ഒരാളെ ദ്രോഹിച്ചും കൊണ്ട് വേണോ? ഒരാളെ ഉപദ്രവിച്ചും കൊണ്ടും കളിയാക്കിയും കൊണ്ടും പരിഹസിച്ചും കൊണ്ടുള്ള ചിരി ആവശ്യമില്ല. അതല്ലാത്ത ചിരി ഉണ്ടെങ്കിൽ മതി. മഹർഷി 2-3 പ്രാവശ്യമൊക്കെ ക്ഷമിച്ചു. വീണ്ടും പുറപ്പെട്ട സമയത്ത് അദ്ദേഹം ശപിച്ചു. തനിക്ക് ഈ കാല് പിടിച്ച് വലിക്കാൻ ഇഷ്ടമെങ്കിലേ താൻ മുതലയാവല്ലേ നല്ലത്, മുതലയാവട്ടെ. ഗന്ധർവൻ എന്ന് പറഞ്ഞാൽ നല്ല സുന്ദരനാണ്. മുതലയാവട്ടെ പറഞ്ഞപ്പോൾ അയാൾക്ക് സങ്കടമായി. ഉടനെ അദ്ദേഹം ശാപമോക്ഷം ചോദിച്ചു. ദേവല മഹർഷി പറഞ്ഞു, നീ ഇപ്പം ദുർബുദ്ധിയോടുകൂടിയാണ് എൻ്റെ കാല് പിടിച്ചത്. ഇനി നീ ഭക്തന്മാരെ കാല് പിടിക്കുക. എങ്ങനെ? സദ്ബുദ്ധിയോടുകൂടി. കാല് വാരാൻ വേണ്ടി പിടിക്കല്ല, ആത്മാർത്ഥമായിട്ട് ആശ്രയിക്കുക. അതും ഗുരുഭക്തിയെ സൂചിപ്പിക്കുന്നത്. അത് കാണിക്കാനാണ് ഇപ്പോൾ ഈ ഒരു കഥ തന്നെ. ആത്മാർത്ഥമായിട്ട് പുറമേക്ക് കാണിക്കാനോ അതിന് വേണ്ടിയിട്ടല്ല. ചേട്ടൻ അങ്ങനെ പുറമേക്കൊക്കെ കാണിക്കുക, അതൊരു എക്സസൈസ് ആവുകയുള്ളൂ. വേഗം തൊഴുത് നമസ്കരിക്കുകയോ ചെയ്യും. എന്നാൽ തിരിഞ്ഞ് നിന്നാൽ കുറ്റം പറയും. എന്നിട്ടെന്താ കാര്യം? അതുകൊണ്ട് കാര്യമില്ല, ഉള്ളിലുണ്ടെങ്കിൽ മതി. അതാണ് മുഖ്യം. അങ്ങനെ ആത്മാർത്ഥതയോടുകൂടി സജ്ജനങ്ങളെ ആശ്രയിക്കൂ, മഹാത്മാക്കളെ ആശ്രയിക്കൂ, നിനക്ക് ശാപമോക്ഷം കിട്ടും. അങ്ങനെ അനുഗ്രഹിച്ചു.
ആത്മാർത്ഥമായിട്ട് അദ്ദേഹം ആ ഗജേന്ദ്രൻ്റെ പാദം പിടിച്ചു. ആരുടെ പാദം? ഗജേന്ദ്രൻ ഭക്തനാണ്, മഹാത്മാവെന്ന് മനസ്സിലായി മുതലയ്ക്ക്. അതിന് പിടിക്കാൻ കഴിയില്ല, അതുകൊണ്ട് പല്ലുകൊണ്ട് മുറുക്കി പിടിച്ചു. അതുകൊണ്ട് ആ മുതലയ്ക്കും മോക്ഷം ലഭിച്ചു. അതാണ് ഗജേന്ദ്ര മോക്ഷം എന്ന കഥ. ഒരു ഗൃഹസ്ഥന് വന്നു പോകുന്ന അബദ്ധമാണ് ഇപ്പോൾ സൂചിപ്പിച്ചത്. അബദ്ധത്തിന് രക്ഷപ്പെടണമെങ്കിൽ ഭഗവാനെ ആശ്രയിക്കുമെന്ന് കാണിക്കുകയാണ്. ഇനി ഗൃഹസ്ഥ ജീവിതം മുന്നോട്ട് പോകുമ്പം വന്ന് പെടാനുള്ള ഐശ്വര്യങ്ങൾ കണ്ട് ഭ്രമിക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു മനുഷ്യ ശരീരം അത് കരുതി ഉപയോഗിച്ചില്ലെങ്കിൽ അപകടം പറ്റും. പാലാഴി, ഈ പാലാഴി മഥനം എന്നുള്ള കഥയാണ്. പാലാഴി എന്ന് പറഞ്ഞ ശരീരം തന്നെ കേട്ടോ. പാല് പോലെയാണ് ഈ ശരീരവും. പാല് വളരെ നല്ല സാധനമാണ്, നന്നായാൽ. അത് കെട്ടുപോയാൽ ഇത്രയും ചീത്ത സാധനം വേറെ ഇല്ല. അതുപോലെ തന്നെയാണ് ഈ മനുഷ്യജന്മം. നന്നായി വെച്ചാൽ തെറ്റക്കടൊന്നുമില്ല. ഈശ്വര എന്നുള്ള വിചാരമൊക്കെ ഉണ്ടെങ്കിൽ നല്ല കുടുംബജീവിതം വളരെ ധന്യതയോടുകൂടി കഴിയും. എല്ലാവർക്കും അവരുടെ ആരാധന ഉണ്ടാവും, ബഹുമാനം ഉണ്ടാവും, അങ്ങനെയായ തിരക്കടില്ലെന്നൊക്കെ തോന്നും. പക്ഷേ ഒന്ന് കെട്ടുപോയാൽ ഇത്രയ്ക്ക് അപകടമുള്ളൊരു ജന്മം മനുഷ്യജന്മത്തെ പോലെ വേറെ ഇല്ല. അതുകൊണ്ട് വളരെ കരുതണം എന്ന് കാണിക്കാൻ പാലാഴി മഥനം കഥ. ദേവന്മാർക്ക് ശാപം കിട്ടി, അവരുടെ ഐശ്വര്യമൊക്കെ നഷ്ടപ്പെട്ടു. ദുർവാസാവ് മഹർഷി ശപിച്ചതാണ്. ഐശ്വര്യമൊക്കെ നഷ്ടപ്പെട്ടു, അവർ ഭഗവാനെ ആശ്രയിച്ചു. ഐശ്വര്യമൊക്കെ പാലാഴിയുടെ മുങ്ങട്ടെന്നാണ് ശാപം. ഭഗവാൻ പറഞ്ഞു, പാലാഴി കടഞ്ഞ ഐശ്വര്യങ്ങൾ കിട്ടില്ലേ, നിങ്ങൾ പോയിട്ട് പാലാഴി കടയും. അവർ പറഞ്ഞു, പാലാഴി കടയെ പോയിട്ട് ഞങ്ങൾക്ക് ഇപ്പം 10 ലിറ്റർ തൈര് കടയാനുള്ള ശേഷിപ്പില്ല, അത്രയ്ക്ക് വയ്യേണ്ടിയുണ്ട്. നിങ്ങൾക്ക് ശേഷിയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരായിട്ട് സന്ധി ചെയ്യുക. ആരാ സഹോദരന്മാർ? അസുരന്മാർ. അസുരന്മാരും ഞങ്ങളും എങ്ങനെയാണെന്ന് അങ്ങേക്ക് അറിയില്ലേ? കുറച്ച് കഴിഞ്ഞ് ആലോചിക്കൊക്കെ പോകണം. അവനവൻ്റെ കാര്യം നേരെയാവാനല്ലേ. അതുകൊണ്ട് അവരായിട്ട് കൂട്ടുകൂടൂ. അങ്ങനെ പാലാഴി കടയൂ, അമൃത് ലഭിക്കും. പലതും പൊന്തി വരും, അതിൻ്റെ പിന്നാലൊന്നും പോകണ്ട. ലക്ഷ്യം അമൃത എന്നുള്ള കാര്യം മറക്കണ്ട. കടയാനായിട്ട് കടകോല് വേണ്ടേ? കടകോലായിട്ട് മന്ത്രപർവ്വതം എടുക്കാം. കെട്ടാൻ കയറ് വേണ്ടേ? കയറ് നമുക്ക് വാസുകിപ്പാമ്പിനെ പരമശിവനോട് പറഞ്ഞാൽ തരാണ്ടിരിക്കില്ല. ശരി, അങ്ങനെ അവർ സന്ധി ചെയ്തു അസുരന്മാരായിട്ട്. അസുരന്മാർ നല്ല ബുദ്ധിയോട് കൂടിയൊന്നുമല്ല, അമൃത് കിട്ടിയാൽ കൊടുക്കാണ്ട കഴിക്കാം, തട്ടിയെടുക്കാം എന്നുള്ള ചിന്തയാണ്. അങ്ങനെ അവരും ചേർന്നു പർവ്വതം എടുക്കാനായിട്ട് പുറപ്പെട്ടു. പക്ഷേ എടുക്കാൻ സാധിച്ചില്ല. ദേവന്മാർ ഭഗവാനെ ആശ്രയിച്ചു. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അവർക്ക് ആ പർവ്വതം ലഭിച്ചു. ഭഗവാൻ ലീലയാ ഒരു കളി പോലെ ആ പർവ്വതം കൊണ്ടുപോയി ഇട്ട് കൊടുത്തു. കെട്ടാനായിട്ട് വാസുകി പാമ്പ് വേണം. ആ പാമ്പിനെ കൊണ്ടുവരാനായിട്ട് ഗരുഡൻ പോയി. പാമ്പിനോട് പറഞ്ഞു അങ്ങോട്ട് വരണമെന്ന്. പാമ്പ് പറഞ്ഞു, ഞാൻ ഇഴഞ്ഞഴിഞ്ഞ് വരുമ്പോഴേക്കും സമയം കുറേ ആവും, എന്നാൽ ഞാൻ കൊത്തി കൊണ്ടുപോവാം, നിനക്ക് പറ്റുമോ കൊത്താൻ? ഓ സാധിക്കും എന്ന് പറഞ്ഞ ഗരുഡൻ കൊത്തി പൊന്തിയ സമയത്ത് മുക്കാലും താഴെ തന്നെ ഉണ്ട്. ഒരു മടക്കാക്കി ഒന്നും കൂടി കൊത്തി, പിന്നെയും പൊന്തി. അപ്പോഴും ബാക്കിൻ്റെ എത്ര കൊത്തിയിട്ടും ഈ പാമ്പിനെ മുഴുവനായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അവസാനം ഭഗവാൻ വന്നു തൻ്റെ ചെറുവിരലങ്ങോട്ട് കാണിച്ചപ്പോഴേക്കും ചെറുവിരലിൽ മോതിരം പോലെ ആ വാസുകി പാമ്പ് കൊണ്ടുപോയി ഇട്ടുകൊടുത്തു. ഒക്കെ കാണിക്കുന്നത് താൻ പണ്ഡിതനാണ്, കേമനാന്നുള്ള അഹങ്കാരം ഉണ്ടെങ്കിൽ ഒരിക്കലും ഒന്നിനും കിട്ടില്ല, കയ്യിലൊതുങ്ങില്ല. അതൊക്കെയാണ് കാണിക്കുന്നത്. അഹന്ത ഉണ്ടെങ്കിൽ നമുക്ക് വിജയം ഉണ്ടാവില്ല. അതുകൊണ്ട് വിനയം എപ്പോഴും വേണം. ഇപ്പം പാലാഴിയിൽ പർവ്വതമെത്തി, വാസുകി പാമ്പെത്തി, ഒന്ന് ചുറ്റി. ഇനി ഏത് ഭാഗം പിടിക്കേണ്ടതെന്ന് സംശയം ആർക്ക്? ദേവന്മാർക്ക്. കാരണം അവർക്ക് വയ്യ, ക്ഷീണമാണ്. പാമ്പിൻ്റെ ആ തലഭാഗം പിടിച്ചാൽ ആ പാമ്പിൻ്റെ മുഖത്തുനിന്ന് വരുന്ന വിഷവും കൂടി ഏറ്റപ്പനെ കഴിഞ്ഞു കഥ. അതുകൊണ്ട് അവർ വാൽഭാഗം പിടിക്കാൻ പുറപ്പെട്ടപ്പം ഭഗവാൻ പറഞ്ഞു, പിടിക്കണ്ട, തലഭാഗം പിടിച്ചാൽ മതി. അവർ ചോദിച്ചു, വേണോ? പിടിക്കാൻ പോകേണ്ടി വരുള്ളൂ, പിടിക്കേണ്ടി വരില്ല. കാരണം അസുരന്മാർ സമ്മതിക്കില്ല. അസുരന്മാരുടെ സ്വഭാവം ഭഗവാന് കൃത്യമായിട്ട് അറിയാം. അവർക്ക് എന്താ വെച്ചാൽ ഇന്നത് പിടിക്കണമെന്നൊന്നുമില്ല. ദേവന്മാരെന്ത് പിടിക്കണോ പിടിക്കണം, അത്രയേ ഉള്ളൂ. അത് കേമായിരിക്കും, ഇങ്ങനെ ചിന്തയാണ്. ചിലർ അങ്ങനെയുണ്ട് വാശിക്കാർ. വ്യക്തതയൊന്നുമില്ല, കാര്യങ്ങളൊന്നും നിശ്ചയില്ല. പക്ഷേ അയാൾ ചോദിച്ചത് കേമായിരിക്കും, അത് വേണം. അയാൾക്ക് എന്താ കൊടുത്തുവെച്ചാൽ അത് വേണം. ഈ ഒരു വിചാരം. ദേവന്മാർ തലഭാഗം പിടിക്കാൻ അങ്ങോട്ട് പുറപ്പെട്ടപ്പോഴേക്ക് അസുരന്മാർ പറഞ്ഞു, ഞങ്ങൾ ഇനിയിപ്പം വാൽഭാഗം പോയി പിടിക്കണമല്ലേ, ഞങ്ങളല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് മോശക്കാരായിട്ട് കണക്കാക്കാറുണ്ട്. ഞങ്ങളും കശ്യപൻ്റെ മക്കൾ തന്നെയാണ്, ശാസ്ത്രം പഠിച്ചവരാണ്, പിടിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഉത്തമാങ്കേ പിടിക്കുള്ളൂ, തലഭാഗേ പിടിക്കുള്ളൂ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭഗവാൻ പറഞ്ഞാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. അവർ പോയി തലഭാഗം പിടിച്ചു. ദേവന്മാർ ഭഗവാനോട് താങ്ക്സ് പറഞ്ഞു, നന്നായതായാലും ഞങ്ങൾക്ക് വാൽഭാഗമായിരുന്നു വേണ്ടത്, അങ്ങനെ കണ്ടറിഞ്ഞ് തന്നുവല്ലോ. ഭഗവാനൊന്ന് പുഞ്ചിരിച്ചു. അസുരന്മാരും ഭഗവാനോട് താങ്ക്സ് പറഞ്ഞു, ഞങ്ങൾക്ക് സമരം ചെയ്തപ്പോഴേക്ക് അങ്ങത് വേഗം സാധിപ്പിച്ചു തന്നുവല്ലോ. ഭഗവാനൊന്ന് പുഞ്ചിരിച്ചു. ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും ആഗ്രഹമല്ല, അത് എൻ്റെ ആഗ്രഹം. എന്ത്? ആര് തലഭാഗം പിടിക്കണം, വാൽഭാഗം പിടിക്കണം എന്ന് ഭഗവാൻ നിശ്ചയിച്ച പോലെ നടന്നു, അത്രയേ ഉള്ളൂ. അവർ വിചാരിച്ച് അവർ നിശ്ചയിച്ച പോലെ നടന്നു എന്ന്. നമ്മൾ വിചാരിക്കും നമ്മൾ നിശ്ചയിച്ച പോലെ നടക്കുകയെന്ന്. അല്ല,
ഭഗവാൻ നിശ്ചയിക്കണ പോലെ നടക്കുകയാണ്. നമ്മൾ നിശ്ചയിച്ച പോലെയാണെങ്കിൽ എല്ലാം നടക്കണം വേണ്ടേ? നമ്മൾ എന്തൊക്കെ നിശ്ചയിക്കുന്നുണ്ടോ ഒക്കെ നടക്കാറുണ്ടോ? അധികം നടക്കാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പം നടക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ നിശ്ചയം. കടകാനായിട്ട് ഒരുങ്ങി, പക്ഷെ അവർക്ക് സാധിക്കുന്നില്ല. അവസാനം ഭഗവാൻ തന്നെ അജിതനായിട്ട് വന്ന് കടയണം. പർവ്വതം ആണ്ടുപോയ സമയത്ത് ഭഗവാൻ തന്നെ കൂർമ്മമായിട്ട് വന്ന് ഉയർത്തി, ആമയായിട്ട് വന്നു. ആമയ്ക്ക് വലിയ പ്രത്യേകത ഉണ്ട്. ആമ എന്തിൻ്റെ പ്രതീക ചോദിച്ചാൽ ഗീതയിൽ ഭഗവാൻ പറയും, ആമ എന്ന് പറഞ്ഞാൽ സ്ഥിതപ്രജ്ഞൻ. ഒരു യോഗി എങ്ങനെയാവണമെന്ന് ആമയെ കണ്ടു പഠിക്കണം. നമ്മളൊക്കെ ആമയിൽ നിന്ന് കുറേ പാഠം പഠിക്കാനുണ്ട്. ആമയ്ക്ക് ഇത്രയൊക്കെ ആയുസ് ഉണ്ടാവാൻ കാരണം എന്താ? അത് ഇന്ദ്രിയങ്ങളെ അടക്കിയവനാ. എന്താണ്? കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്കൊക്കെ അതിൻ്റെ കീഴിലാണ്. തനിക്ക് അപകടം ഉണ്ടാകുന്ന കാര്യം മുൻകൂട്ടി അറിഞ്ഞ് ആ വഴിക്ക് പോകാണ്ടിരിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? ആമയ്ക്കുണ്ട്. മനുഷ്യനുണ്ടോ? ഉണ്ടോ? നമ്മൾ കുഴി ചാടിയാൽ തന്നെ അറിയണില്ല കുഴിയാന്ന്. അതാണ് നമ്മുടെ കഥ. പെട്ടാൽ തന്നെ മനസ്സിലാവണില്ല. ഇന്ദ്രിയങ്ങളെ അടക്കാനുള്ള കഴിവ് മനുഷ്യനില്ല, പക്ഷേ യോഗിക്കുണ്ട്. അവരെന്ത് ചെയ്യുന്നു? പ്രശ്നങ്ങൾ തന്നെ അപകടമാക്കുന്നുള്ള വിഷയം മുൻകൂട്ടി അറിഞ്ഞാൽ അവിടേക്ക് ഇന്ദ്രിയങ്ങളെ കൊണ്ടുപോവാതെ അടക്കും. ഈ കാഴ്ച കണ്ട പ്രശ്നമാവട്ടെ, അതെന്നെ ബാധിക്കും, എൻ്റെ മനസ്സ് തളർന്നു പോകും. ഈ ശബ്ദം ഞാൻ കേട്ടതിൻ്റെ പിന്നാലെ ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക എന്ന് മുൻകൂട്ടി അറിയാനുള്ള ശേഷി ഇന്ന് പലർക്കുമില്ല. പെട്ടാൽ തന്നെ തിരിച്ചു വരാൻ പറ്റണില്ല. അങ്ങനത്തെ അവസ്ഥയാണ്. ഇതെൻ്റെ മനസ്സിനെ അധപ്പതിപ്പിക്കും. എൻ്റെ മനസ്സ് എൻ്റെ കൈ വിട്ടുപോകും. എനിക്ക് പിന്നെ തിരിച്ച് കിട്ടില്ല. എനിക്ക് പഴയതുപോലെ ആവാൻ പറ്റില്ല. എൻ്റെ ആത്മവിശ്വാസം ഇല്ലാണ്ടാക്കും. എൻ്റെ സമാധാനം നഷ്ടപ്പെടും. ഇത് തിരിച്ചറിയാൻ മനുഷ്യർക്ക് പറ്റണില്ല. ആമയ്ക്കത് പറ്റും. അതുകൊണ്ടാണ് ആമയുടെ അടുത്തേക്ക് ജന്തുക്കൾ വല്ലതും വന്ന ആമ എന്ത് ചെയ്യും? ഒന്നും അറിയാത്ത പോലെ അവിടെ ഇരിക്കും. കയ്യും കാലൊക്കെ ഉള്ളിലേക്ക് വലിച്ച് മിണ്ടാണ്ട് അവിടെ ഇരിക്കും. ആ പ്രശ്നം അവിടുന്ന് പോയാൽ അത് കയ്യും കാലൊക്കെ പുറത്തേക്കിടും. ആധ്യാത്മിക വിഷയങ്ങൾ വരുമ്പം ഉണർന്നിരുന്ന് കേൾക്കുക. ലോക വിഷയങ്ങൾ പറയുമ്പോൾ എന്ത് ചെയ്യുക? ഉറങ്ങുക. നമുക്കത് പറ്റുമോ? നമ്മൾ ഭാഗവതം പറയുമ്പോൾ ഇങ്ങനെ ഉറങ്ങും. പരദോഷം തുടങ്ങിയാൽ എന്തൊരു ശ്രദ്ധ! നമ്മൾ ആമയുടെ എതിരാണ് നമ്മൾ. ലോക വിഷയങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കാണ്ടിരിക്കുക. പരാപവാദേയോ മൂകഃ പരസ്ത്രീഷു നപുംസകഃ. സിദ്ധന്മാർ, ജ്ഞാനികൾ എങ്ങനെയാണ്? അവർ മറ്റുള്ളവരുടെ കുറ്റം പറയുമ്പോൾ ഇവർ ഊമയായിട്ട് നിൽക്കും. നമ്മളൊരിക്കലും ഇയാൾ മിണ്ടില്ല, നാവില്ലേ, ആ മിണ്ടാത്ത ആളാട്ടോ, മിണ്ടാൻ പറ്റാത്ത ആളാ, അപ്പം ഇത് വിചാരിക്കും. മിണ്ടാൻ വേണ്ടിയിട്ടല്ല, അവർ ഇവരുടെ മുന്നിൽ ഇങ്ങനെ അഭിനയിക്കുകയാണ്. കാരണം എന്തെങ്കിലും പറഞ്ഞാൽ കുറ്റം പറയേണ്ടി വരുമല്ലോ എന്ന് കരുതി മിണ്ടാണ്ടിരിക്കുകയാണ്. പരസ്ത്രീഷു നപുംസകഃ. മറ്റുള്ളവരുടെ സ്ത്രീകളെ കണ്ടാൽ നപുംസകമായിട്ട് നിൽക്കുക. ഒരു ചലനവുമില്ല. അവർ കാല് വയ്ക്കുന്ന സ്ഥലം ഗംഗ. ഈ ഗംഗയ്ക്ക് വേറെ പോണ്ട. ഇങ്ങനെയുള്ള മഹാത്മാക്കൾ എവിടെയാണോ കാല് വയ്ക്കുന്നത് അവിടെ നമസ്കരിച്ചാൽ മതി. നമ്മൾ ഗംഗയിൽ പോയി മുങ്ങിയ ഫലം ലഭിച്ചു എന്നാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഉയർച്ച ഉണ്ടാവുള്ളൂ എന്ന് കാണിക്കാനാണ് ആമയിട്ട് വന്ന് ഭഗവാൻ ഈ പർവ്വതത്തെ ഉയർത്തി. ഇന്ദ്രിയങ്ങളെ അടക്കണം. ഒരു മനുഷ്യൻ തൻ്റെ ഈ ജീവിതത്തെ കടയണ സമയത്ത് ആദ്യം വേണ്ടത് ഇന്ദ്രിയങ്ങളെ അടക്കലാണ്. അതിനാണ് ഗൃഹസ്ഥാശ്രമം. ഒതുക്കുകയാണ്. ഒരു ഭാഗത്തേക്ക് മാത്രം, ഒരു ഭാര്യ മതി, അതിലവിടെ ഒതുക്കുക. ഇങ്ങനെ ലോക വിഷയങ്ങളുടെ പിന്നാലെ പോവാതെ അതിൽ തന്നെ ശ്രദ്ധിച്ച് ഒതുങ്ങി നിൽക്കുക. കുറച്ച് അങ്ങനെ കഴിയുമ്പം അത് ഗൃഹസ്ഥാശ്രമം വേണ്ടതുപോലെയാണെങ്കിൽ വിരക്തി വരും. സൽസന്താനങ്ങളൊക്കെ ഉണ്ടായി അവരൊക്കെ വളർത്തി അങ്ങനെയാണ് കഴിയുക. അതാണിപ്പോൾ പറഞ്ഞത്. ഒരേ കഥയാണ് പല മട്ടിൽ പറയണം. വീണ്ടും കടയാനായിട്ട് പുറപ്പെട്ടു. അജിതനായിട്ട് വന്ന ഭഗവാൻ തൻ്റെ ആയിരക്കണക്കിന് കൈകളെ കൊണ്ട് ദേവന്മാരുടെ ഭാഗത്തും അസുരന്മാരുടെ ഭാഗത്തും കൊണ്ട് പിടിച്ചു. തൻ്റെ ആ പൊഞ്ചിലം പണിഞ്ഞ പാദം രണ്ട് ഭാഗത്തേക്ക് അങ്ങോട്ട് വെച്ച് കടയാൻ ഒരുങ്ങി. കടന സമയത്ത് വിഷം പൊന്തി വന്നു. ജീവിതത്തിലുണ്ടാകുന്ന ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ. നല്ലൊരു ഗുരുനാഥനില്ലെങ്കിൽ കുടുങ്ങും. ശാസ്ത്രം പഠിക്കാത്തവനാണെങ്കിൽ ദുഃഖിക്കും. കുടുംബജീവിതത്തിൽ എപ്പോഴും ഒരുപോലെ പോവില്ല. നല്ല ശാന്തമായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു അത് സംഭവിച്ചത്. അത് സംഭവിക്കും. അപ്പോഴൊരാൾ ആശ്രയം വേണ്ടേ? ഒരു ഗുരുനാഥന് ആവശ്യമാണ്. വിഷം പൊന്തി വന്നു. വിഷ്ണു ഭഗവാന്റെ അടുത്തേക്ക് പോയി ഭഗവാൻ പറഞ്ഞു, അത് നമ്മളുടെ ഒക്കെ ഗുരുനാഥനായ പരമേശ്വരനെ ആശ്രയിച്ചോളൂ. വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പം ഗുരുനാഥനെ ആശ്രയിക്കുക. അങ്ങനെ അവർ നേരെ പരമശിവന്റെ അടുത്തേക്ക് പോയി. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. അദ്ദേഹമാണ് നല്ലൊരു കൗൺസിലറാണ്. നമ്മുടെ പ്രശ്നം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അത് പരിഹരിക്കാനുള്ള കഴിവ് ആ ദക്ഷിണാമൂർത്തിക്കുണ്ട്, ഗുരുനാഥനുണ്ട്. വിഷം എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള വിഷമം, അതിനെയാണ് വിഷം. വാസന, ദുർവാസന, അഹന്ത, അതുകൊണ്ടാണ് ദുഃഖം അനുഭവിക്കുന്നത്. മനസ്സിൻ്റെ തളർച്ച, അതൊക്കെ ഇല്ലാണ്ടിയാക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? അത് ദക്ഷിണാമൂർത്തിക്കുണ്ട്, ഗുരുനാഥനുണ്ടെന്ന് കാണിക്കുകയാണ്. ആ ഗുരുനാഥനെ ആശ്രയിച്ചു. അദ്ദേഹം നമ്മുടെ പാപം അദ്ദേഹം എടുത്തോളും.
ഇവരുടെ വിഷം ആരെടുത്തു? ഇവർ ദുഃഖിക്കേണ്ട കരുതി പരമശിവൻ എടുത്തു. തതക്കരതലീകൃത്യ വ്യാപിഹാലാഹലം വിഷം. അതെടുത്ത് ആര് കുടിച്ചു? ഗുരുനാഥനത് ദഹിപ്പിക്കാനുള്ള കഴിവുണ്ട്. നമുക്കടിച്ചാലും ദഹിക്കില്ല, ഉള്ളിൽ കിടക്കും. അതാണല്ലോ ദുഃഖം. ഗുരുനാഥനെ സമർപ്പിച്ചപ്പോഴോ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അദ്ദേഹം എടുത്തു. അതങ്ങോട്ട് കഴിച്ചു. അത് വയറ്റിലെത്തിയില്ല, തൊണ്ടയിൽ തന്നെ കുടുങ്ങിപ്പോയി. അവിടെ നിന്ന് അങ്ങോട്ട് ഉരുണ്ടുകൂടി തൻ്റെ കഴുത്തിനൊരു നിറം മാറ്റം, നീല നിറമായി മാറി. നീലകണ്ഠൻ ഒരു പേര് അന്ന് ശിവന് കിട്ടി. ത്യാഗരാജൻ എന്നൊരു പേരും കിട്ടി. കാരണം ഇത്രയും വലിയ ത്യാഗം ആര് ചെയ്യും? ഈ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വേണ്ട കരുതിയിട്ട് ആ വിഷമെടുത്ത് കുടിച്ചില്ലേ? തൻ്റെ പ്രാണം നോക്കാതെ, താൻ മരിക്കുമോ ഇല്ലയെന്ന് ചിന്തിക്കാതെ ആ വിഷം എടുത്ത് കുടിച്ചില്ലേ? ഇത്രയും വലിയ ത്യാഗം ആര് ചെയ്യും? അന്നത്തെ രാത്രി അവിടെ ഉള്ളവരൊക്കെ ശിവശിവ എന്ന് ജപിച്ച് ഉറക്കൊഴിഞ്ഞു. ആ രാത്രിയാണ് മംഗളകരമായ രാത്രി. അതാണ് ശിവരാത്രി. ഈശ്വരനെ ധ്യാനിച്ചും കൊണ്ട് നമ്മൾ കഴിയുകയാണെങ്കിൽ അതെന്തായി? അത് ശിവരാത്രി ആണ്. ശിവത്തെ ധ്യാനിച്ചും കൊണ്ട് കഴിയുക ശിവരാത്രി. അധികം നമ്മുടെ ലോകത്ത് ശവത്തെ ധ്യാനിച്ചും കൊണ്ടാണ്, ജഡമായ ശരീരത്തെ ധ്യാനിച്ച് ലോകവിഷയങ്ങളെ ധ്യാനിച്ച് കഴിയുകയാണ്. ശിവരാത്രിക്ക് പോലും പല അമ്പലങ്ങളിലും പോയാൽ രാത്രി എന്താ ഉണ്ടാവുക? സിനിമാറ്റിക് ഡാൻസ്. അമ്പലങ്ങളിൽ ഓർമ്മയുള്ള കാര്യമില്ല, അമ്പലത്തെ കാര്യമാണ് പറയുന്നത്. അവിടെ തന്നെ ഇങ്ങനെയുള്ള കുറേ ആ പാട്ടിൻ്റെ വരിയൊക്കെ നോക്കിയാൽ പേടിയാവും ചെയ്യും. അങ്ങനെയുള്ള വരികളുള്ള പാട്ടുകളും പാടി നൃത്തം വെച്ച്, ഇതൊന്നും മോശമെന്നല്ല. അതിനൊക്കെ വേറെ കുറേ വേദികളുണ്ടല്ലോ. അമ്പലം കൂടി ഇപ്പോൾ അതിന് വേണോ? അതാണ് ചോദ്യം. അന്നത്തെ ദിവസം തന്നെ തിരഞ്ഞെടുക്കണോ? വേറെ എത്ര ദിവസമുണ്ട്? അതിന് മുമ്പൊക്കെ ആവാം. അത് അന്ന് തന്നെ. അതൊക്കെ ഒരു മഹത് നിന്ദയാണെന്നർത്ഥം. സജ്ജനങ്ങളെ അധിക്ഷേപിക്കുന്നത് തുല്യമാണ്. ഗുരുനിന്ദയായിട്ടാണ് കണക്കാക്കുക പുണ്യസ്ഥലങ്ങളിൽ വെച്ചിട്ട് ഈ വക കാര്യങ്ങൾ ചെയ്യുമ്പോൾ. ശിവനെ ധ്യാനിക്കേണ്ട സമയം അങ്ങനെയുള്ളതാവട്ടോ. ശിവനെ ധ്യാനിച്ചും കൊണ്ടുള്ള കീർത്തനങ്ങൾ ചൊല്ലിയിട്ട് നൃത്തം വെച്ചോളൂ. ആവാം. കഥകളിയോ ചാക്യാർകൂത്തോ ഒക്കെ ആവാം. ഇങ്ങനെയുള്ള നാടകങ്ങളാവാം. ഭക്തന്മാരെക്കുറിച്ചും ഭഗവാനെക്കുറിച്ചുള്ള അതൊക്കെ ഒഴിവാക്കി ഇങ്ങനെയുള്ള ഓരോന്നാവുമ്പം അത് ശിവരാത്രി അല്ലാന്നർത്ഥം. ഏതായാലും വീണ്ടും കടന്ന സമയത്ത് 8 വിശിഷ്ട വസ്തുക്കളുണ്ടായി. ജീവിതത്തിൽ പലതും ഉണ്ടാവും. പണ്ട് ദാരിദ്ര്യമായിരുന്നു, ഇപ്പം കുറേ സമ്പത്ത് കണ്ടില്ലേ? എൻ്റെ അധ്വാനത്തിൻ്റെ ഫലം കേട്ടോ, കഷ്ടപ്പെട്ടതിൻ്റെ ഫലം കണ്ടില്ലേ? എനിക്ക് നല്ലൊരു പത്നിയെ കിട്ടി, പറഞ്ഞാൽ കേൾക്കുന്ന ഒരു മകനെ കിട്ടി. ഇതാണ് പല വസ്തുക്കളും പൊന്തി വന്നു പറഞ്ഞത്. പാരിജാത മരം പൊന്തി വന്നു. ഇപ്പം ആരെയും ആശ്രയിക്കേണ്ട. പണ്ടൊക്കെ ആണെച്ചാൽ പലരും മുന്നിൽ കൈ നീട്ടണമായിരുന്നു. ഇപ്പം ദാ പാരിജാത മരമുണ്ട്, നമ്മൾ നല്ലൊരു ജോലി ഉണ്ടെന്ന് അർത്ഥം. കൃത്യ ശമ്പളം അങ്ങനെ എത്തിക്കോളും. ഉച്ചൈശ്രവസം എന്നുള്ള കുതിര, ഒരു BMW ബെൻസ്. ഇപ്പം കണ്ടില്ലേ എത്ര കാറാ നിശ്ചയം. എൻ്റെ വാശിയിരുന്നത് എന്ത്? അന്ന് ഏതൊരു കാറിന് കൈ നീട്ടിപ്പോൾ അയാൾ എന്നെ കയറ്റിയില്ല. അതുകൊണ്ട് ഞാനങ്ങോട്ട് ഉറപ്പിച്ചു, എന്നാൽ അങ്ങനത്തെ 100 കാറ്. അതൊക്കെ തന്നെയാണ് ഈ വർണ്ണിച്ചത്. ഉച്ചൈശ്രവസം എന്നുള്ള കുതിര പൊന്തി വന്നു, പാരിജാത മരം പൊന്തി വന്നു, പെർമനൻ്റ് ജോലി, നല്ല ശമ്പളം. അപ്സര സ്ത്രീകൾ പൊന്തി വന്നു, കൗസ്തുഭരത്നം പൊന്തി വന്നു. ഇങ്ങനെ പല വസ്തുക്കളും പൊന്തി വന്നു. അതിൻ്റെ പിന്നാലെ ഓടി ലക്ഷ്മി ദേവി പൊന്തി വന്നു. പിന്നെ ഓടാണ്ടിരിക്കുക. അതാണ് ലക്ഷ്യം എന്ന് വിചാരിച്ചു. ലക്ഷ്യം അതല്ലായിരുന്നു. ലക്ഷ്യം എന്താ? അമൃതാണ്. പക്ഷേ ലക്ഷ്മി ദേവിയെ കിട്ടിയപ്പം എല്ലാവരും വിചാരിച്ചു എന്നാൽ പിന്നെ ഇത് മതി. നമ്മളെ പോലെ തന്നെ മനുഷ്യ ജീവിതം ഈശ്വരനെ കിട്ടാനാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് പൊന്തി വരുന്ന തുച്ഛങ്ങളായിട്ടുള്ള വിഷയങ്ങൾ കാണുമ്പോൾ നമുക്ക് അത് കേമാൻ തോന്നുകയാണ്. ഇതന്നെയാ കേമം കേട്ടോ, കാശന്നെയാ കേമം. ലോകത്ത് കാശുണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട. ലക്ഷ്മി തന്നെയാണ് കേമം. മോക്ഷമല്ല, അമൃതമല്ല എന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും കടയിൽ നിർത്തി എന്ന് പറഞ്ഞാൽ ധ്യാനം നിർത്തി, അധ്വാനം നിർത്തി, അഭ്യാസം നിർത്തി, സാധന നിർത്തി. സാധന ഭഗവാനെ കിട്ടാനാ. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് പൊന്തി വരുന്ന ചില നേട്ടങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും അത് നിർത്തി നേരെ ലക്ഷ്മിയുടെ പിന്നാലെ ഓടി. ദേവന്മാരും അസുരന്മാരും ഓടി. ഭഗവാൻ അങ്ങനെ താടിക്ക് കൈവച്ച് നിൽക്കുകയാണ്. കഷ്ടം തന്നെ. ഇവർ പ്രത്യേകം പറഞ്ഞതാ ഞാൻ. പലതും ബുദ്ധി വരും, ഭ്രമിക്കരുത്, ലക്ഷ്യം അമൃതാണ് എന്ന് പറഞ്ഞിട്ടും തീരെ വയ്യ, ക്ഷീണമാണ്. ഇതൊക്കെ മാറും അമൃത കിട്ടിയാൽ. പക്ഷെ അറിയണില്ല. അവർക്ക് അത് മാറിയില്ലൊരു സാരമില്ല, ലക്ഷ്മി മതി എന്ന് പറഞ്ഞ് ഓടുകയാണ്. ഇവിടെയുള്ള കാശ് കിട്ടിയാലും പദവി കിട്ടിയാലും എന്താ നമുക്ക് സുഖം ഉണ്ടാവുക? അതിൻ്റെയൊക്കെ ഒരു 1000 ഇരട്ടി, കോടി ഇരട്ടി പറയാൻ പറ്റില്ല. അത്രയ്ക്ക് സുഖമാണ് ഈശ്വരനെ കിട്ടിയാൽ. പക്ഷെ തോന്നണില്ല. അത് വേണ്ട, ചെറിയ ലഹരി മതി എന്ന് പറഞ്ഞിരിക്കുകയാണ്. വലിയ ലഹരി കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ലക്ഷ്മിയുടെ പിന്നാലെ ഓടി. പക്ഷേ ആ ലക്ഷ്മി മാല വാങ്ങി വിഷ്ണുവിൻ്റെ പിന്നാലെ ഓടി. ആ ലക്ഷ്മി ആരെ ആശ്രയിക്കുന്നത്? വിഷ്ണു ഭഗവാനെയാണ്. അവർക്ക് വകതിരിവുണ്ട്, തിരിച്ചറിവുണ്ട്. ഇവരൊക്കെ എന്നെ ആശ്രയിക്കുന്നുണ്ട്. എന്നെ ആശ്രയിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എന്നെ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ നോക്കിയപ്പം ഒരാൾ മാത്രം തിരിഞ്ഞു നിൽക്കുന്നുണ്ട്.
എനിക്കിപ്പോൾ അങ്ങനെ ആരെയും ആശ്രയിക്കണം എന്നില്ല, ഞാൻ എന്നെ തന്നെയാണ് ആശ്രയിക്കുന്നത്. അതാണ് വിഷ്ണു ഭഗവാൻ. ആ ഭഗവാനെ ആശ്രയിച്ച് തനിക്ക് ദുഃഖമില്ലാണ്ടിരിക്കാം എന്ന് മനസ്സിലാക്കിയ ലക്ഷ്മി ദേവി നേരെ ചെന്ന് തിരിഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ കഴുത്തിൽ മാലിട്ടു. ഭഗവാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ലക്ഷ്മി ദേവിയാണ്. ഇത്രയും പേരെ ഒഴിവാക്കിയിട്ട് ഇവളെന്നെ സ്വീകരിച്ചില്ലേ, അവൾക്ക് നല്ലൊരു സ്ഥാനം കൊടുക്കണ്ടേ? തൻ്റെ ഹൃദയത്തിൽ ആ ലക്ഷ്മി ദേവിയെ ഇരുത്തി. ഇതിലും നല്ല സ്ഥാനം വേറുണ്ടോ? എല്ലാം വിട്ട് തന്നെ ആശ്രയിക്കുന്നവരെ താൻ ഹൃദയത്തിൽ കൊണ്ട് നടക്കും. അവർക്കൊരു ദുഃഖം ഉണ്ടാവില്ല. നമ്മളെല്ലാം വിട്ട് ഭഗവാനെ ആശ്രയിക്കുകയാണോ? നമ്മൾ ഭഗവാനെ വിട്ട് എല്ലാം തരാക്കാൻ നോക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത കഥ അതാണ്, മഹാബലിയുടെ ചരിത്രം. എല്ലാം ഉപേക്ഷിച്ചിട്ടും ഭഗവാനെ നേടണം. തൻ്റെ സ്വത്ത് മുഴുവൻ കൊടുത്തിട്ടാണെങ്കിലും കുഴപ്പമില്ല, ഭഗവാനെ നേടുക വേണ്ടത്. തൻ്റെ എല്ലാം ആര് കൊടുത്തു? ബലി കൊടുത്തു. വാമനമൂർത്തിയെ നേടിയില്ലേ? വാമനമൂർത്തി ഇപ്പം ബലിയുടെ കാവൽക്കാരനായിട്ട് നിൽക്കുകയാണ്. ഈ കഥയാണ് ഇപ്പോൾ ഒരേ കഥ പല തരത്തിൽ പറഞ്ഞ് ഏത് പറയുമ്പോഴാണ് നമ്മൾ ഉണർന്നിരിക്കാൻ അറിയില്ലല്ലോ. ഏതെങ്കിലും ഒരു കഥ പറയുമ്പോൾ ഉടനെ ഇരിക്കും എന്ന് കരുതിയിട്ട് അങ്ങനെ ഒരേ കഥ പല തരത്തിൽ ഒരേ ആശയം പറയാണ്. ഏതാ നമുക്ക് പിടിക്കാതെ ഇഷ്ടമില്ല, നമുക്ക് ഏതാ രസമായിട്ട് തോന്നുന്നത് അറിയില്ല എന്ന് കരുതിയിട്ടേ ഋഷിമാർ ഒരേ കാര്യം പറയാണ്. രമാമുകുന്ദം നിരപേക്ഷം ഈപ്സിതം. ആശയൊന്നുമില്ലാത്ത വിഷ്ണു ഭഗവാനെ ലക്ഷ്മിദേവി ആശിച്ചു. അതാണ് വേണ്ടത്. നമുക്കുള്ള പാഠമാണ്. ഇവിടെയുള്ള ഭൗതിക നേട്ടങ്ങളല്ല ആഗ്രഹിക്കേണ്ടത്. ആ നേട്ടങ്ങൾ പോലും ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിലേ അനുഭവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ നേട്ടങ്ങൾക്കും അടിസ്ഥാനമായിട്ടിരിക്കുന്നത് ഭഗവാനായതുകൊണ്ട് ഭഗവാനെ ആശ്രയിക്കൂ. ഭഗവാനെ ആശ്രയിച്ച നേട്ടങ്ങൾ കിട്ടിക്കോളും. നമ്മളതിന് വലിയ വില വയ്ക്കാൻ പോകണ്ട. പണത്തിനും പ്രശസ്തിക്കും വലിയൊരു പ്രാധാന്യം കൊടുക്കേണ്ട, നാളെ നഷ്ടപ്പെടും, വലിയ ദുഃഖം ഉണ്ടാവും. വലിയ പ്രാധാന്യം കൊടുത്താൽ വലിയ ദുഃഖം ഉണ്ടാവും. വലിയ പ്രാധാന്യം കൊടുത്തില്ല നാളെ നഷ്ടപ്പെട്ടാലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, അത്രയേ ഉള്ളൂ. ഞാൻ വന്ന് നഗ്നനായിട്ടാണ്, അവസാനം പോവുക നഗ്നനായിട്ട് തന്നെയാണ് പോവുക. ഇതൊക്കെ ഇടയ്ക്ക് വരണു, ഉപയോഗിക്കുന്നു, കഴിഞ്ഞാൽ പോവും എന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. നേരെ മറിച്ച് അതിലൊക്കെ അഭിമാനിച്ചാലോ ദുഃഖം ഉണ്ടാവും. അതാണ് ഈ കഥ കാണിച്ചു തരുന്നത്. ഏതായാലും ലക്ഷ്മി ദേവി പോയി, വീണ്ടും അവർ കടഞ്ഞ സമയത്ത് വാരുണി ദേവി പൊന്തി വന്നു. അസുരന്മാരെ സ്വീകരിച്ചു. മദ്യം മനസ്സിനെ തളർത്തുന്നതാണ് മദ്യം. ആകെ മനുഷ്യനുള്ള പ്രത്യേകത കുറച്ചൊരു ബുദ്ധിയുണ്ട് എന്നുള്ളതാണ്. അതില്ലാണ്ടിയാക്കണതാണെന്ത്? അതില്ലാണ്ടിയാക്കണതാണ് മദ്യം. മതിപ്പിക്കണതെന്നാണ് അർത്ഥം. അതങ്ങോട്ട് അകത്തെത്തിക്കഴിഞ്ഞാൽ പിന്നെ കാലം, ദേശം, സ്വബോധം നഷ്ടപ്പെടും. ഈ പല വൃത്തികേടുകളും കാണിക്കണതിൻ്റെ പിന്നിലൊന്ന് അന്വേഷിച്ച് നോക്കൂ. ലഹരിക്ക് വലിയൊരു സ്ഥാനമുണ്ട്. പലതും അകത്തെത്തുമ്പോഴാണ് അപകടങ്ങൾ പലതും കാണിക്കുന്നത്. അസുരന്മാരത് സ്വീകരിച്ചു, അവരെപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ട്. വീണ്ടും കടന്ന സമയത്ത് പൊന്തി വന്നു ധന്വന്തരി മൂർത്തി അമൃത കലശവുമായിട്ട്. ഇതാണ് ലക്ഷ്യം. പക്ഷെ ആ ലക്ഷ്യം പൊന്തി വന്ന സമയത്ത് ദേവന്മാരൊക്കെ കണ്ണടച്ചു. അവർക്ക് ക്ഷീണം, ഉറങ്ങി. വേണ്ടത്ര വില കൊടുത്തില്ല എന്നർത്ഥം. എന്താണ്? ഏതിന് വില വെക്കണം എന്നറിയാണ്ട് പോയി. ലക്ഷ്മി ദേവി വന്നപ്പോൾ അവരാരും കണ്ണടച്ചില്ല. എല്ലാവരും നല്ല ഉണർവിൽ ഇരിക്കുകയായിരുന്നു. പക്ഷേ അമൃത കലശം പൊന്തി വന്നപ്പോൾ ഉറക്കം. നമ്മളും ആധ്യാത്മിക വിഷയം പറയുമ്പോൾ ചിലപ്പോൾ ഉറങ്ങിയിരിക്കും. നേരെ മറിച്ച് അത് നിർത്തിയിട്ട് എങ്ങനെ എളുപ്പത്തിൽ കാശുണ്ടാക്കാം. ഇപ്പം തന്നെ എല്ലാവരും ഉണർന്നു. അത്രേ വേണ്ടു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് എങ്ങനെ ധനികനാവാം എന്ന വിഷയത്തെ പറ്റിയാണ് സെമിനാറെങ്കിൽ ഉറങ്ങുക. നമ്മൾ നോട്ടും പെന്നൊക്കെ എടുത്തിരിക്കുക. എങ്ങനെയാണ് നോക്കട്ടെ, ഒന്നും മിസ്സാവാൻ പാടില്ല. അത്രയും. ഇതാണ് ലക്ഷ്മിയും അമൃതം തമ്മിലുള്ള വ്യത്യാസം. അതിലാണ് ശ്രദ്ധാനർത്ഥം. വേണ്ടത് അമൃതമാണ്, ശാന്തിയാണ്. അമൃതം എന്ന് പറഞ്ഞാൽ ശാന്തി. എന്താണ്? സമാധാനം. നമുക്കും കാശും സമാധാനം വെച്ചാൽ ഏതെടുക്കുക? ഒന്നെടുക്കാൻ പറ്റുള്ളൂ. ഏതെടുക്കുക? അതാ പറയണത്. ആലോചിക്കണം. ഒരു ഭാഗത്ത് കാശ്, സമാധാനം. ഏതാ വേണ്ടു ചോദിച്ചാൽ എന്താ പറയുക? രണ്ട് വരം. കാശ് വേണോ, സമാധാനം വേണോ? രണ്ടും കൂടി കിട്ടില്ല. അപ്പോൾ ഒന്നേ ചോദിക്കാമോ? സമാധാനം എന്ന് പറയാൻ നമുക്ക് വയ്യ. അവിടെയാണ് പ്രശ്നം. അന്ന് ലോകത്ത് കാശുള്ളവരൊക്കെ ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെ കാര്യമല്ല. കാശിന് വലിയ പ്രാധാന്യം കൊടുക്കാത്തവർ കാശുണ്ടെങ്കിൽ ദുഃഖിക്കൊന്നുമില്ല. അതവിടെ ഉണ്ട്, പോകുന്നുള്ള വിചാരമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അവർ പ്രാധാന്യം ഭഗവാന് കൊടുക്കാൻ വെച്ചാൽ പ്രശ്നമില്ല. ശാന്തിയാണ് മുഖ്യം. അത് മറന്നു പോകരുത്. പക്ഷെ അത് വിട്ടുപോവുക. ശാന്തി കൊടുത്തിട്ടും സമാധാനം നമ്മൾ ഒഴിവാക്കിയിട്ടും ലക്ഷ്മിയുടെ പിന്നാലെ ഓടുകയാണ്. അതാണ് ദുഃഖത്തിന് കാരണം. ദേവന്മാരുടെ അശ്രദ്ധ. അസുരന്മാർ തട്ടിയെടുത്തു ആ അമൃത കലശം, കൊണ്ടുപോയി. ദേവന്മാർക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അബദ്ധം മനസ്സിലായത്. നമുക്കും വേണ്ടത്ര താൻ ആധ്യാത്മിക ശാസ്ത്രങ്ങൾ പഠിക്കാത്തത് പ്രശ്നമായും തോന്നുന്ന കുറേ കഴിയുമ്പോഴാണ്. എത്ര പേര് പരാതി പറയാറുണ്ടെന്നറിയോ? തിരുമേനി കുറച്ച് മുന്നേ വേണമായിരുന്നു. ഇപ്പം എന്താ വെച്ചാൽ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ഷുഗറുള്ളതുകൊണ്ട് കണ്ണടച്ചു പോവുക. കുട്ടിക്കാലത്തെ വേണമായിരുന്നു. എന്നാൽ ഒരു മക്കളെ പഠിപ്പിക്കുക, അതുമില്ല.
എന്തായാലും നമ്മളെ കാര്യം ഇങ്ങനെ അവൻ്റെ കുട്ടികളെ ഇപ്പോഴേ നേരത്തെ പഠിപ്പിക്കാൻ വിചാരിക്കുമോ? അതുമില്ല, കുറച്ച് മുന്നേ വേണം. സംസ്കൃതം പഠിക്കാനായിട്ടാവും അല്ലേ? ഒന്നുമല്ല, സംസ്കൃതം പഠിച്ചോളം നിർബന്ധമൊന്നുമില്ല. ആധ്യാത്മിക ശാസ്ത്രം പഠിക്കണമെങ്കിൽ പഠിച്ചാൽ സൗകര്യം ഉണ്ടെന്നല്ലാതെ പഠിച്ചില്ല എന്ന് കരുതിയിട്ട് ബുദ്ധിമുട്ട്. സംസ്കൃതം പഠിച്ചവരൊക്കെ അപ്പം ആധ്യാത്മിക ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? അങ്ങനെയൊന്നും അർത്ഥമില്ല. അങ്ങനെ ഭാഷ അറിയാത്തവരില്ലേ? എത്രയോ പേര് യോഗ്യന്മാർ സിദ്ധന്മാരായിട്ടില്ലേ? അതൊന്നല്ല പ്രധാനം, താല്പര്യം ഉണ്ടോ എന്നുള്ളതാണ് മുഖ്യം. അതുകൊണ്ട് ആ ഒരു താല്പര്യം ഉണ്ടാവണം, ശാന്തി വേണം, സമാധാനമായിട്ടിരിക്കണം എന്ന് ആദ്യം ചിന്തിക്കണം. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ എന്തില്ല? സമാധാനം വേണമെന്നില്ല. അതിന് തന്നെയാണ്. അതുണ്ടെങ്കിൽ നമ്മൾ അധ്വാനിക്കില്ലേ? അതാണ് ചോദ്യം. അതാണ് ദേവന്മാരുടെ പ്രശ്നം. അസുരന്മാർ തട്ടിക്കൊണ്ടുപോയി അമൃത്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അബദ്ധം മനസ്സിലായത്. ജീവിതത്തിൻ്റെ സായാഹ്നത്തിലാണ് പ്രശ്നം മനസ്സിലായത്. താൻ കുറച്ചധികം സമയം ശാസ്ത്രം പഠിക്കാൻ വേണ്ടി ചിലവഴിക്കണമായിരുന്നു എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ്. പിന്നെ ഭഗവാനെ ആശ്രയിച്ചു, തിരക്കിടില്ല. ഭഗവാനെ ആശ്രയിച്ച പിന്നെ വഴി ഉണ്ടാക്കാണ്ടിരിക്കില്ലല്ലോ. അസുരന്മാരെ പെടുത്താനുള്ള വഴി ഭഗവാൻ അറിയാം. അവരുടെ കയ്യിൽ ഈ വേദം, ഈ ശാസ്ത്രം കിട്ടിയാലും അവർക്ക് ഗുണം ചെയ്യില്ല. അവർ അത് വളച്ചൊടിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ യോഷിദ്രൂപമനിർദ്ദേശ്യം ദധാര പരമാത്ഭുതം. തൻ്റെ ശരിക്കുള്ള വേഷം അങ്ങോട്ട് മറച്ചു, ഒരു സ്ത്രീ വേഷം കെട്ടി. കെട്ടിയൊന്നും പറയാനില്ല, പരബ്രഹ്മം പ്രപഞ്ചമായിരിക്കും പോലെ. എന്താണ് പരബ്രഹ്മത്തെ നമ്മൾ കാണില്ല, നമ്മൾ ഈ മോഹിനിയല്ലേ കാണുന്നത്. എന്ത് ഈ പ്രപഞ്ചം? ഇവിടെ മോഹിപ്പിക്കുന്ന പലതും വാസ്തവത്തിൽ ആരാ? നല്ലോണം കണ്ട് നോക്കിയാൽ ഭഗവാൻ തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ മോഹിനിയെ കണ്ട് ഭ്രമിക്കുകയാണ് അസുരന്മാരെ പോലെ. ഭഗവാൻ തൻ്റെ 2 തോളുള്ള വേഷ്ടി ഒരു തോളിലേക്ക് ആക്കി, ധാവണി പോലെ അങ്ങോട്ട് എടുത്തു, ആ ഗോപിക്കുറി വട്ടത്തിലാക്കി, മുടി മുന്നിലേക്കിട്ടു, പാദസരങ്കിലേക്ക് അങ്ങോട്ട് നടന്നു. അതോടുകൂടി അസുരന്മാരൊക്കെ കയ്യിൽ കിട്ടിയ അമൃത അവിടെ വെച്ച് ഈ മോഹിനിയുടെ രൂപം കണ്ട് ഭ്രമിച്ച് അടുത്തേക്ക് പോയി. നീ ആരാ? നേരത്തെ വന്ന ലക്ഷ്മിയുടെ കൂട്ടുകാരിയാണോ? ഭർത്താവാ? ആ ലക്ഷ്മിയുടെ സഹോദരിയാണോ എന്നൊക്കെ അവർ ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു, എന്നെ സജ്ജനങ്ങൾ വിശ്വസിക്കാറില്ല, വിദ്വാൻമാരെന്നെ വിശ്വസിക്കാറില്ല. ഞാൻ കുറച്ച് മോശക്കാരിയാണ്, കുലടയാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾ ഞാനായിട്ട് കൂട്ടുവേണ്ട. അവർക്ക് വലിയ വിശ്വാസമായി. ഏതെങ്കിലും കള്ളന്മാരങ്ങനെ പറയുമോ? എന്താ ജോലി? പോക്കറ്റടിയാ എന്നൊക്കെ ആരെങ്കിലും പറയുമോ? എന്തായാലും നിന്നെ കണ്ടത് നന്നായി, നീ ഞങ്ങൾക്കിത് കൃത്യമായിട്ടൊന്ന് വീതിച്ചു തരുമോ? ഭഗവാൻ പറഞ്ഞു, ഞാൻ അത്ര നല്ല സ്ത്രീയല്ല എന്ന് പറഞ്ഞല്ലോ നിങ്ങളോട്, ഒരു കുഴപ്പമില്ല, നീ ഇത് വാങ്ങുമല്ലേ? അവസാനം ഇവർ അടിച്ചേൽപ്പിച്ചു. തൻ്റെ കയ്യിലുള്ള അമൃത ആർക്ക് കൊടുത്തു? ലക്ഷ്മി ഈ മോഹിനിക്ക് കൊടുത്തു. അപ്പം ഭഗവാൻ പറഞ്ഞു, ഞാനത് ദേവന്മാർക്ക് കൊടുക്കൂട്ടോ, ഒരു കുഴപ്പമില്ല. അവരുടെ പ്രശ്നമൊക്കെ പോയി. അവരാകെ മയങ്ങി ഈ മോഹിനിയെ കണ്ട്. പിന്നെ അവർക്ക് എന്തുണ്ടായാലും കുഴപ്പമില്ല, കണ്ടിരുന്നാൽ മതി മോഹിനിയെ, വേറൊന്നും വേണ്ട. കയ്യിലുള്ള ആ അമൃത് ഭഗവാന് കൊടുത്തു. ഭഗവാൻ ദേവന്മാരെ വിളിച്ചു, അവർക്ക് അമൃത് കൊടുത്തു. ദേവന്മാരെ ഇരുത്തി, പക്ഷെ അമൃത് കൊടുത്തില്ല. കാരണം അർഹത ആർക്കാ? ദേവന്മാർക്കാണ്. എന്താണ് അർഹത? ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് കാര്യമില്ലല്ലോ. ഉണ്ടോ? നമ്മളിപ്പോൾ എല്ലാവരും ഇങ്ങനെ മഞ്ഞ കസരയിൽ ഇരിക്കുന്നുണ്ട്. എത്ര പേർക്ക് അമൃത് കിട്ടും? അർഹതപ്പെട്ടവർക്കേ ഇത് കേൾക്കാനും അനുഭവിക്കാനും സാധിക്കുള്ളൂ. അതാണ് അർഹത എന്ന് പറഞ്ഞാൽ. അർഹത, അധികാരം എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം ഇപ്പം ഭാഗവതമൊക്കെ പറയുമ്പോൾ പലതിക്കലും പറയും ഇത് വളരെ രഹസ്യമാണ്, ഇത് ഗുഹ്യമാണ്, ഗുഹ്യതരമാണ്. നമുക്ക് തോന്നും ഈ രഹസ്യം അങ്ങനെ എഴുതി വെക്കേണ്ട കാര്യമുണ്ടോ? നമ്മളൊക്കെ ഇപ്പോൾ കേട്ടില്ലേ? കേട്ടാലും വിശ്വസിക്കില്ല. എന്താണ്? അതാണ് രഹസ്യം എന്ന് പറയുന്നത്. കേട്ടാലും അതിൽ താല്പര്യം ഉണ്ടാവില്ല, അതിൽ ശ്രദ്ധ ഉണ്ടാവില്ല. അധികാരി മാത്ര ജ്ഞേയം എന്നാണ് രഹസ്യം എന്ന് പറഞ്ഞ അർത്ഥം. അധികാരികൾക്ക് മാത്രമേ ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. അല്ലാത്തവരുടെ മുന്നിൽ അങ്ങനെ പൊന്തി മറിഞ്ഞു പോവും, ഉള്ളിൽ കിട്ടില്ല എന്നർത്ഥം. അതിന് ശ്രദ്ധ വേണം. ദേവന്മാർക്ക് ആ ശ്രദ്ധ ഉണ്ടായിരുന്നു, അവർ ആത്മാർത്ഥത ഉണ്ടായിരുന്നു. അവർ കാപട്യം കാണിച്ചിട്ടില്ല, തട്ടിയെടുക്കണം എന്നുള്ള വിചാരം ദേവന്മാർക്ക് ഉണ്ടായിട്ടില്ല. അസുരന്മാർക്കോ തരം കിട്ടിയപ്പോഴൊക്കെ അവർ അന്യായം കാണിച്ചിട്ടുണ്ട്. അവർ ഭഗവാനെ ആശ്രയിച്ചിട്ടില്ല. ദേവന്മാരോ എന്തൊക്കെ വന്നാലും അവർക്ക് വിനയം ഉണ്ടായിരുന്നു. അവരിലല്ല വിശ്വസിച്ചത്. ആര്യ? ഭഗവാനെ വിശ്വസിച്ചു, ഭഗവാനെ ആശ്രയിച്ചു, അഹന്തല്യാണ്ട് പെരുമാറി. ഒരേ കാലത്ത് ഒരേ ദേശത്ത് ഒരുപോലെ മെനക്കെട്ടിട്ടും ദേവന്മാർക്ക് മാത്രം ഫലം കിട്ടാനുണ്ടായ കാരണം മനസ്സിലായോ? ഒരുപോലെ മെനക്കെട്ടൊരു കാര്യമില്ല. അർഹത വേണം, ഉള്ളിൽ വിനയം വേണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ശാസ്ത്രം ബോധിക്കുള്ളൂ, അവർക്ക് മാത്രമേ ഇവിടെ മുക്തരാവാൻ സാധിക്കുള്ളൂ, അവർക്കേ അമൃതത്വം ഉണ്ടാവുള്ളൂ. അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതംഗമയ. ഉപനിഷത്ത് വാക്യങ്ങളാണ്. അതുതന്നെയാണ് ഇവിടെ കഥാരൂപത്തിൽ സൂചിപ്പിച്ചത്. നമ്മൾ സാധകനായിട്ട് അങ്ങനെ ഭഗവാനെ അനുഭവിക്കാനായിട്ട് മുന്നോട്ട് പോകുമ്പം പൊന്തി വരും പല സിദ്ധികളും കിട്ടും, അഷ്ട ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിലൊന്നും ഭ്രമിക്കരുതെന്ന്.
ഒരു സാധനയാണ് ഇപ്പോൾ ഇവിടെ യോഗ സാധനയാണ് വർണ്ണിച്ചതെന്ന് പറയും പാലാഴി മഥനത്തിലൂടെ. മഥനം എന്ന് പറഞ്ഞാൽ മഥനം ചെയ്യുക പറഞ്ഞാൽ മനസ്സിനെ തന്നെയാണ് ഈ മഥനം ചെയ്യുന്നത്. അങ്ങനെ പാലാഴി കടഞ്ഞിട്ട് തൈര് കടഞ്ഞ് വെണ്ണ എടുക്കുന്നത് പോലെ നമ്മുടെ മനസ്സ് ശുദ്ധാക്കണം. ഇപ്പം നമ്മുടെ മനസ്സൊക്കെ പാല് പോലെയാണ്. അങ്ങനെ ഇരുന്നാൽ ബുദ്ധിമുട്ടാണ്. പാലാകുമ്പോൾ എന്താ കുഴപ്പമിച്ചാൽ വെള്ളത്തിൽ കലക്കിയ പാലും വെള്ളവും ഒന്നാവും. പിന്നെ മാറ്റാൻ പറ്റുമോ? ഇപ്പം നമ്മുടെ കുഴപ്പമാണ്, എവിടെ പോയാലും അതായിട്ട് അങ്ങോട്ട് ചേരും. ദുഃഖിക്കുന്ന ആളെ കണ്ട അയാളെ കൂടെ കൂടി ദുഃഖിക്കുക, സന്തോഷിക്കുന്ന ആളെ കണ്ട ആളെ കൂടെ കൂടി സന്തോഷിക്കുക. അങ്ങനെ എല്ലാത്തിനോടും ചേരൊരു കുഴപ്പമുണ്ട്, മാറി നിൽക്കാൻ പറ്റുന്നില്ല. പാലിൻ്റെ പ്രശ്നം അതാണ്. നേരെ മറിച്ച് പാല് അതിൽ കുറച്ച് ഉറവാരാൻ തൈര് വെച്ച് ഏകാന്തത്തിൽ വെച്ച് കുറച്ച് നേരം അതിനെ മാറ്റി വെച്ചാൽ അതാണ് സത്സംഗം. നമ്മളിപ്പോൾ ചെയ്യണത് എന്താ? ഇങ്ങനെ പാലായിട്ടിരിക്കണം നമ്മുടെ മനസ്സ്. എപ്പോഴെങ്കിലുമൊക്കെ ഏതെങ്കിലും ഭാഗവത വേദിയിൽ പോയിരുന്നാൽ ഒരു തുള്ളി തൈരത്തിൽ വീഴുകയാണ്. ഉടനെ മാറ്റമൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ പുസ്തകം എവിടെയാണ് കിട്ടുക അന്വേഷിച്ചൊക്കെ എടുത്ത് വായിച്ച് വീട്ടിലാരും ഇല്ലാത്ത സമയത്ത് ലേശായിട്ട് ഭാഗവതമൊക്കെ നോക്കി ഏകാന്തത്തിലിരുന്ന് അങ്ങനെ മറ്റ് വിഷയങ്ങൾ അതിലേക്ക് വരാണ്ട് നോക്കിയാൽ അത് തൈരായിട്ട് കാര്യമുണ്ടോ? കടയണ്ടേ? ആ കടയിലാണ് ഇപ്പോൾ പറഞ്ഞത്. കടയെന്ന് പറഞ്ഞാൽ വിചാരം ചെയ്യുക. ഈ കേട്ട കാര്യങ്ങൾ പല സംശയങ്ങളും ഉണ്ടാവും. അത് മനസ്സിനോട് തന്നെ ചോദിക്കുക. നല്ലൊരു ഗുരുനാഥനെ ആശ്രയിച്ച് അദ്ദേഹത്തോട് ചോദിക്കുക, അത് വ്യക്താക്കുക. അതാണ് കടയൽ. ഇത് വിചാരം ചെയ്യുക. അങ്ങനെ വിചാരം ചെയ്താൽ പിന്നെന്തായി മാറി? ആ മനസ്സ് വെണ്ണയിട്ട് മാറി. വെണ്ണയെ പിന്നെ സുഖാട്ടോ. വെണ്ണ പിന്നെ നമ്മൾ വെള്ളത്തിലിട്ടാലും വെള്ളമായിട്ട് ചേരുമോ? അങ്ങനെ പൊന്തി നിൽക്കും. ഈ സംസാരത്തിലേക്ക് ശുദ്ധമായ മനസ്സ് വീണാലും തളരില്ല, അതങ്ങനെ പൊന്തി നിൽക്കും. ഇതിൽ പെട്ടുപോവില്ല. അതാണ് കടയൽ എന്ന് പറയുന്നത്. മനസ്സിനെ കടഞ്ഞ് ശുദ്ധാക്കുക, ഉയർത്തുക. അങ്ങനെ ഉയരാൻ ശ്രമിക്കുമ്പം വരുന്ന അപകടങ്ങൾ, ഒന്ന് കണ്ണടച്ചാൽ തന്നെ വരുന്ന അപകടങ്ങൾ, ഒന്ന് ഉറങ്ങിപ്പോവും. അതാണ് ഒന്നാമത്. ആ ഉറങ്ങിപ്പോവലാണ് ഇവിടെ പർവ്വതം ആണ്ടുപോയി എന്ന് പറഞ്ഞത്. നട്ടൽ നിവർത്തിരിക്കാൻ തന്നെ നമുക്ക് പറ്റില്ല. ആദ്യമൊന്നും പറ്റില്ല. കുറേ കാലത്തെ അഭ്യാസം കൊണ്ടാണ്. നമ്മൾ അധികം ഇരിക്കുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പം ഇവിടെയുള്ള ഒരു 90% ആളുകൾ എങ്ങനെ ഇരിക്കുന്നത്? നട്ടൽ നിവർത്തിയിട്ടാണോ? അങ്ങനെ എന്താ സൗകര്യമാണ്. അതല്ല, അങ്ങനെ ഇരുന്നാൽ തന്നെ ഉറങ്ങാൻ തയ്യാറായി എന്ന് അർത്ഥം. എന്താണ്? ഉറങ്ങണമെന്ന് മോഹിച്ച് വന്നതാണെന്നാണ് ഇപ്പം അത്. അതുകൊണ്ട് നട്ടൽ നിവർന്നിരിക്കുക. അതാണ് പർവ്വതം ആണ്ടുപോവാണ്ട് നോക്കണം എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ തന്നെ ഉറക്കം വരില്ല. തല ഉയർത്തി നിൽക്കണം. അതെങ്ങനെ ആവാതെ നോക്കുക. നട്ടലും ശിരസും ഒക്കെ ഒരുപോലെ നിൽക്കുക. ഇനി കണ്ണടച്ചാൽ ഉറങ്ങില്ല. പക്ഷേ വിഷമാണ് ബുദ്ധി വരിക. കാളകൂട വിഷം എന്ന് പറഞ്ഞാൽ വേണ്ടാത്ത വിചാരം. എന്തൊക്കെയാണോ വിചാരിച്ചാൽ അപകടമാവുക, അതൊക്കെ അങ്ങനെ ബുദ്ധി വരികയെ. ഇത്രയും കാലം ഇല്ലാത്ത വിചാരമൊക്കെ കണ്ണടച്ചാൽ അപ്പോഴെ മനസ്സിലാവും എത്ര വൃത്തികെട്ടവനായിരുന്നു ഞാൻ, എന്തൊക്കെയാണ് ബുദ്ധി വരുന്നത് എന്നാണ്. അതാണ് വിഷം. ആ വിഷം ആർക്ക് കൊടുക്കണം? അത് ശിവന് സമർപ്പിക്കുക. ഇതെൻ്റെ മനസ്സാണ്, ഞാനല്ല. എന്താണ് ഈ വൃത്തികേടൊക്കെ ഇരിക്കുന്നത്? എൻ്റെ മനസ്സിലാണ്. മനസ്സ് ഞാനല്ലല്ലോ. ആ മനസ്സിൻ്റെ പിന്നിൽ ആരുണ്ട്? ഞാൻ ശിവനായിട്ടിരിക്കുന്നുണ്ട്. മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഒക്കെ അപ്പുറത്തിരിക്കുന്നതാണ് ബോധം. അത് ശിവനാണ്. ആ ശിവനാണ് ഞാൻ എന്നുള്ളത് വിചാരം ചെയ്യുമ്പം കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? ചിന്തകളില്ലാണ്ടാവും. ചിന്തകളുടെ പിന്നാലെ പോയാലേ ചിന്തകൾ ഉണ്ടാവുള്ളൂ. ചിന്തകൾ നമ്മൾ മൈൻഡ് ചെയ്യാണ്ടിരുന്നാലോ? വീട്ടിലേക്ക് ഒരാൾ വന്നാൽ നമ്മൾ അയാളെ മൈൻഡ് ചെയ്യാണ്ടിരുന്നാൽ പിന്നെയും വരുമോ? കുറച്ച് അന്തസ്സുണ്ടെങ്കിൽ വരില്ല, അല്ലെങ്കിൽ പിന്നെയും വരും. ഒരു 4 പ്രാവശ്യം വന്നു, നമ്മൾ മൈൻഡ് ചെയ്തില്ല, പിന്നെ അയാൾ വരുമോ? അയാളടുത്തേക്ക് പോകാൻ വൈകിട്ടോ വല്ലാത്തൊരു മുരടന ആയിക്കോട്ടെ. ഇതുപോലെ വിഷയങ്ങൾ പൊന്തി വരും. നമ്മളങ്ങ് നിൽക്കുമ്പോൾ നമ്മളതിൻ്റെ പിന്നാലെ പോയി പ്രോത്സാഹിപ്പിക്കാൻ നിന്നാൽ പിന്നെയും വരും. നേരെ മറിച്ച് നമ്മളിത് മൈൻഡ് ചെയ്യാണ്ട ഈശ്വരനെ തന്നെ വിചാരിക്കുകയാണെങ്കിലോ, നമ്മൾ ബോധത്തെ തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിലോ, ചിന്തകളൊക്കെ ആർക്ക് വരുന്നു എന്ന് ചിന്തിച്ചാൽ പിന്നെ ചിന്ത ഇല്ലാണ്ടി പോകും. അതാണ് നിന്നിടും ദൃക്ക് പോലുള്ള. നമ്മൾ ദൃക്കാണ്, ദൃശ്യമല്ല, ബോധമാണെന്ന് അറിഞ്ഞ് അതിലൊതുങ്ങി നിൽക്കുക. ആ ശിവനെ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. അങ്ങനെ ധ്യാനിക്കുമ്പോൾ ചിലപ്പം കുറച്ച് ദിവസങ്ങളെ കൊണ്ട് കുറേ നല്ല സന്തോഷമൊക്കെ ഉണ്ടാവും. മനസ്സിന് നല്ലൊരു പ്രസന്നത ഉണ്ടാവും. പ്രാണനെയൊക്കെ ഒന്ന് അടക്കാൻ സാധിച്ച നല്ലൊരു ചൈതന്യം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. ജനങ്ങൾ നമ്മുടെ ഒപ്പം കൂടും, കുറേ പേര് കൂടെ ഉണ്ടാവും, സേവ പറയാനുണ്ടാവും. അതൊക്കെയാണ് മറ്റുള്ള ഐശ്വര്യങ്ങളെ പറ്റി പറഞ്ഞത്. കാശ് കിട്ടും ഒക്കെ ഉണ്ടാവും. അതിൽ ഭ്രമിച്ചാൽ ഭഗവാനെ കിട്ടില്ല. ഈ സിദ്ധികളൊക്കെ നാളെ നഷ്ടപ്പെട്ടേക്കാം. പാരിജാതവും നഷ്ടപ്പെട്ടേക്കാം, അപ്സരസ്സുകൾ നഷ്ടപ്പെട്ടേക്കാം. ഇതൊക്കെ നഷ്ടപ്പെടും. നഷ്ടപ്പെടാത്തൊന്ന് അമൃത് നേടിയാൽ നഷ്ടപ്പെടില്ല, അത് നേടണം. അതിനാണ് നമ്മുടെ ലക്ഷ്യം എന്ന് മറന്നുകൊണ്ട. അങ്ങനെ മുന്നോട്ട് ഈ വിഭൂതികളൊക്കെ തട്ടിമാറ്റി സഞ്ചരിച്ചാൽ അമരത്വം, അമരനാവാം, അമൃത് കുടിക്കാം, മുക്തി. അതാണ് ഇപ്പം പറഞ്ഞത്. അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് മറന്നു പോകണ്ട. വലിയ വലിയ കേമന്മാർ പോലും ഇത് മറന്നു പോകണു എന്ന് കാണിക്കാൻ പരമശിവൻ്റെ കഥ എന്ന് വർണ്ണിച്ചു. ശങ്കരമോഹനം. അസാധാരണക്കാർ വരെ വീണ് പോകുന്നുണ്ട്. പിന്നെ സാധാരണക്കാരായ നമ്മളെ കാര്യം പറയാനുണ്ടോ?
വളരെ കരുതണം. ശങ്കരൻ പോലും മോഹിച്ചു ആ മോഹിനിയിൽ. പക്ഷേ ശിവൻ വിഷ്ണുവിനെ തന്നെ എപ്പോഴും ധ്യാനിക്കുന്നത് കൊണ്ട്, സദാ ഈശ്വരസ്മരണ ഉള്ളത് കൊണ്ട് അദ്ദേഹം വീണത് ഭഗവാനിൽ തന്നെയാണ്. കെട്ടിപ്പിടിച്ചത് ലോകവിഷയങ്ങളെയല്ല. ആരെയാണ്? ലോകവിഷയങ്ങളെന്നാണ് വിചാരിച്ചത്. കെട്ടിപ്പിടിച്ചത് ആരെയാ? ഭഗവാനെ തന്നെയാണ്. അത് വലിയ ഭാഗ്യമല്ലേ? വീണത് എവിടെയെങ്കിലും വീണാ പ്രശ്നമാണ്. ഭഗവാന്റെ മടിയിലാണെങ്കിലോ അത് ഭാഗ്യമല്ലേ? അതുകൊണ്ട് സദാ ഈശ്വരസ്മരണ ഉള്ളൊരു സാധകനെ സംബന്ധിച്ച് അയാൾക്ക് വീഴ്ച പറ്റിയാലും അതുകൊണ്ട് ലോകത്തിന് ഉപകാരം ഉണ്ടാവുള്ളൂ, അവർക്കും നന്മയുണ്ടാവുള്ളൂ. അത് വീഴില്ല എന്നർത്ഥം. പരാശരന് വീഴ്ച പറ്റിയെന്ന് പറയാൻ പറ്റില്ല. സത്യവതിയെ കണ്ടു, അങ്ങനെയാണ് ആരുണ്ടായത്? വ്യാസരുണ്ടായത്. പരാശര മഹർഷിക്ക് വീഴ്ച പറ്റി പറഞ്ഞാൽ പറ്റുമോ? അയാൾക്കുണ്ടായ കാമം കൊണ്ടാണ് നമുക്ക് വേദവ്യാസനെ കിട്ടിയത്. അവർക്കുണ്ടാവുന്ന കാമം കൊണ്ട് പോലും ലോകത്തിന് ഉപകാരമാണ്. അതാണ് വർണ്ണിക്കുന്നത്. അവർക്കുണ്ടാവുന്ന ക്രോധം കൊണ്ട് ലോകത്തിന് ഉപകാരം. അതുകൊണ്ട് ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് അവർക്ക് കാമക്രോധാദികൾ വന്നാൽ പോലും അതുകൊണ്ട് എന്തേ ഉണ്ടാവുള്ളൂ? അതുകൊണ്ട് അവർ നശിക്കില്ല, ലോകത്തിന് ഉപകാരം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഈശ്വരസ്മരണയോടുകൂടി കഴിയണം എന്ന് കാണിക്കുകയാണ്. ദേവാസുര യുദ്ധം നടന്നു. അതിൽ ബലി മരിച്ചു. ആ ബലിയെ ശുക്രാചാര്യൻ ജീവിപ്പിച്ചു എന്ന് പറഞ്ഞ സമയത്താണ് ഈ ബലിയുടെ അടുത്ത് പോയിട്ടല്ലേ പണ്ട് ഭഗവാൻ 3 അരി മണ്ണ് ചോദിച്ചത്? അതെ, എന്തേ ഭഗവാൻ 3 അരി മണ്ണ് ചോദിക്കാൻ കാരണം? പെട്ടെന്ന് ഭഗവാൻ ഒരു 3 അരിയുടെ കുറവുണ്ടായോ? അതും ഈ അസുര ചക്രവർത്തിയുടെ അടുത്ത് പോയി ചോദിക്കണം വെച്ചാൽ എന്തേ പത് എന്ന് ചോദിച്ചപ്പോഴാണ് ആ കഥ വിസ്തരിക്കുന്നത്.